பாஸ்டர் ஏசி தாமஸ் அடிக்கடி சொல்லுவார்கள், ஏசி തോമസ് അടിക്കടി പറയും, ஊழியர்களை பார்த்து சொல்லுவார்கள், ശുശ്രൂഷകരെ നോക്കി அந்த പറയും, காலத்திலே ആ കാലത്തിൽ ஒரு തന്നെ வசதியும் இல்ல, ഒരു സൗകര്യവുമില്ല, ஆத்துமாக்கள் இல்ல, ആത്മാക്കളും കഷ്ടപ്പെട്ട് എങ്കയാവതും പുറംപോക്കില്, എവിടെയെങ്കിലും പുറമ്പോക്കില്, ആരാവിടെ തെങ്ങും തോപ്പില്, അല്ലെ ആരെങ്കിലും ഒരു തെങ്ങിൻ തോട്ടത്തിൽ, റോഡ് സൈഡില്, അല്ലെങ്കിൽ വഴിവാക്കിൽ. തിരുവനന്തപുരം കൺവെൻഷൻ 74-ാം ആണ്ട് നടന്ന കൺവെൻഷൻ, 74-75 നടന്ന കൺവെൻഷൻ റോഡ് സൈഡിലെ ഒരു ചിന്ന ഇടത്തിൽ റോഡ് സൈഡിൽ ഒരു ചെറിയ സ്ഥലത്താണ് ഞാൻ പോയിരുന്നു. റോഡ് സൈഡിൽ ഒരു ചിന്ന ഇടം, ഒരു ചെറിയ സ്ഥലം, ഗവൺമെന്റ് ഇടം, അത് പുറമ്പോക്ക് സ്ഥലം, ഗവൺമെന്റ് സ്ഥലം കേട്ട് അത് ചോദിച്ചു. വലിയ തിടലൊന്നുമല്ല, അത് വലിയ ഗ്രൗണ്ട് ഒന്നുമല്ല, റോഡ് സൈഡിലെ ഒരു ഇടം, റോഡ് സൈഡിൽ ഒരു സ്ഥലം. ദൈവത്തിന്റെ സ്തോത്രം. அந்த சின்ன இடத்துல தான் கன்வென்ஷன் நடத்தினார். ചെറിയ സ്ഥലത്താണ് കൺവെൻഷൻ നടത്തിയത്. അപ്പോ அப்படிப்பட்ட இடத்துல நாம் കഷ്ടപ്പെട്ട്, അങ്ങനെയുള്ള സ്ഥലത്ത് വിശ്വാസികളും ഊഴിയர்களுം വേലക്കാട്ടുക്കുള്ള പോയി, കാട്ടിൽ പോയി മൂങ്കിലെ വെട്ടിക്കൊണ്ടുവന്ന്, മുള വെട്ടിക്കൊണ്ടുവന്ന്, പിന്നെ ചില തൂണുകളൊക്കെ വെട്ടിക്കൊണ്ടുവന്ന്, ചില തൂണുകളൊക്കെ വെട്ടിക്കൊണ്ട് കഷ്ടപ്പെട്ട് പന്തലിട്ട് കൺവെൻഷൻ നടത്തുവാർ. കൺവെൻഷൻ നടത്തും. അവർക്ക് സാപ്പാടുക്കും കൊടുക്കുന്നതും ഒന്നുമില്ല, അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കാനും ഒന്നുമില്ല, പ്ലെയിൻ ടീ കോഫി കൊടുക്കുന്നതും ഒന്നുമില്ല, ഒരു കട്ടൻ ചായയോ കാപ്പിയോ കൊടുക്കാനുമില്ല. എന്നാൽ അത് അവർ മുഖ്യமாக എണ്ണുകരുതില്ല, എന്നാൽ അവരതൊരു പ്രധാന കാര്യമായി കരുതുന്നില്ല, ആരും അത് പ്രതീക്ഷിക്കുന്നു. യേശുവിന് വേണ്ടി നാം കഷ്ടം അനുഭവിക്കാം, യേശുവിന്റെ വേല ചെയ്യാം, പരിപൂർണതയുടെ വേല ചെയ്യാം. ഇത് ദേശത്തോട് പറയാം. അതിന് വിശുദ്ധന്മാർക്ക് നാം ചില കാര്യങ്ങൾ ഒരുക്കി കൊടുക്കാം. ദൈവത്തിന് മഹത്വം. അപ്പൊ പാസ്റ്റർ ഏസി തോമസ് പറയും, ശുശ്രൂഷകരെ നോക്കി നിങ്ങൾ കഷ്ടപ്പെട്ട് ഇതെല്ലാം ചെയ്തുവല്ലോ. ഒരു 40-20 താൻ പന്തൽ, 40-20 മാത്രമേ ഉള്ളൂ പന്തൽ, വലിയ പന്തലൊന്നുമല്ല. കാലത്തിൽ എന്താ പന്തൽ, പെരിയ പന്തൽ. ആ കാലത്ത് അതൊരു വലിയ പന്തലാണ്. 40-20, 40-15 അല്ലെങ്കിൽ 40-15. ദൈവത്തിന് മഹത്വം. വലിയ പന്തൽ. കൂടിപ്പോയാൽ എത്ര പേർക്ക് ഇരിക്കാൻ? 100 പേർക്ക് ഇരിക്കാം. കഷ്ടം, അന്ന് വളരെ കഷ്ടമാണ്. 100 പേര് വരാതെ, 100 പേരും വരില്ല, 60-70 പേരെ വരികയുള്ളൂ. അപ്പൊ ഊഴിയകളെ പാത്ത് ചൊല്ലുവാർ, ശുശ്രൂഷകരോട് കഷ്ടപ്പെട്ട്, നിങ്ങളിത് കഷ്ടപ്പെട്ടു, പന്തലെല്ലാം പൊട്ടി, പന്തലൊക്കെ ചെയ്തു, പല കാര്യങ്ങളൊക്കെ ചെയ്തു, കഷ്ടപ്പെട്ട് വന്ന ജനങ്ങൾക്ക് നിങ്ങൾ സാപ്പാട് പോടുക, വന്ന മനുഷ്യർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നു. കൊഞ്ചുമാനാലും അല്പമാണെങ്കിൽ അല്പം ചോറ്, അടുത്ത കൊഞ്ചം മരവള്ളിക്കിഴങ്ങ്, എന്തെങ്കിലും ഒരു മരച്ചീനിക്കിഴങ്ങ്, അതാണ്. ചിലപ്പോൾ അതും കാണില്ല. ഇല്ലാമ പോനാ ഇനി സാപ്പാട് ഇല്ലെന്ന് ചൊല്ല മാട്ടാങ്ക, സ്തോത്രം ചൊല്ലുവാങ്ക. ഭക്ഷണം തീർന്നാല് സ്തോത്രം എന്ന് പറയും. അപ്പൊ ഇല കിടച്ചവங்க ഇല എടുത്തിട്ട് പോയിടണം. അപ്പൊ ഇല ലഭിച്ചവർ ഇല എടുത്തുകൊണ്ട് പോകണം. ഞങ്ങളെല്ലാം എടുത്തിട്ട് പോയിരിക്കും. ഞങ്ങളെല്ലാം അങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. സെൻട്രൽ പാസ്റ്റർ വരും. സാപ്പാടൊക്കെ സ്തോത്രം ചൊല്ലുവാങ്ക. ഭക്ഷണത്തിന് സാപ്പാട് ഇല്ലെന്ന്, അതിന്റെ അർത്ഥം ഭക്ഷണം ഒരു മരവള്ളി കിഴങ്ങും കൊണ്ട് കൊടുക്കാനില്ല, ചെറിയൊരു കപ്പ കഷ്ണം കൂടെ കൊടുക്കുവാനില്ല. அது பெரிய ஒரு துண்டை ரெண்டாக பிளந்து ஒரு சின்ன துண்டு தான், ഒരു വലിയ കഷ്ണം രണ്ടായിട്ട് കൊടുக்கிறதுக்கு ഇല്ല, അതുപോലും കൊടുക്കുവാൻ. அதுதான் காலையில பிரேக்ஃபாஸ்ட், അതാണ് രാവിലത്തെ പ്രഭാത ഭക്ഷണം. തൊണ്ടേന്ന് കീഴെ ഇറങ്ങാതെ, തൊണ്ടയിൽ താഴേക്ക് ഇറങ്ങില്ല, അതാ ബ്രേക്ക്ഫാസ്റ്റ്, അതാണ് പ്രഭാത ഭക്ഷണം. അതുകൂടെ കൊടുக்கிறதுக்கு നമുക്ക് വസതി ഇല്ല, അതുപോലും കൊടുക്കുവാൻ അന്ന് സൗകര്യമില്ല. അപ്പൊ சொல்லுவார், നിങ്ങൾ ഇவ்வளവും കഷ്ടപ്പെട്ട്, നിങ്ങൾ ഇത്രത്തോളം കഷ്ടപ്പെട്ട് സാപ്പാട് പോടുறீங்க, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, പിന്നെ ജനങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുക, ജനങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങൾ പോട്ടീങ്ക, പന്തലിട്ടു. ഒരു കാര്യം, നല്ലൊരു കാര്യം ഞാൻ നിങ്ങളുടെ കേൾക്കട്ടെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ദേവനോട് ഐക്യമായിരിக்கிறீர்களா? നിങ്ങൾ ദൈവത്തോട് ഐക്യമായിരിക്കുന്നു. പന്തലിട്ടു, ദൈവത്തിന് വേണ്ടി. സാപ്പാട് പോട്ടീങ്ക, ഭക്ഷണം കൊടുത്തു, ദൈവത്തിന് വേണ്ടി. ദേവനോട് ഐക്യമായിരിக்கிறீர்கள், ദൈവത്തോട് നിങ്ങൾ ഐക്യമായിരിക്കുന്നു. ജപത്തിൽ ഐക്യമുണ്ട്, പ്രാർത്ഥനയിൽ ബന്ധമുണ്ടോ? വേദം വാസിച്ച് വെളിപ്പെടുത്തലെ പറ്റി അതിൻപടി ജീവിக்கிறீர்களா? ബൈബിൾ വായിച്ച് വെളിപ്പാട് പ്രാപിച്ച് അതനുസരിച്ച് ജീവിക്കുന്നുവോ? നിറവാന ഒരു അഭിഷേകം ഉനക്കുണ്ട്, നിറവായ ഒരു അഭിഷേകം നിങ്ങൾക്കുണ്ടോ? ഇരാവിട്ടാൽ, ഇല്ല എങ്കിൽ നമ്മുടെ പ്രയാസങ്ങളെല്ലാം വീൺ, നമ്മുടെ അധ്വാനങ്ങളെല്ലാം വെറുതെ. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. എത്ര വേല ചെയ്താലും, എത്ര ജോലി ചെയ്താലും, നീ പാടുപെട്ടാലും, എത്ര പാടുപെട്ടാലും,
தேவனோட ஐக்கியமாய் இருக்கணும். ദൈവത്തോടുള്ള ബന്ധം സൂക്ഷിക്കണം. അവർ சொன்னதான അതേ കാര്യത്തെ ഞാൻ ഇപ്പോൾ എടുത്തു சொல்லுகிறேன். താൻ പറഞ്ഞ ആ കാര്യം ഞാനിപ്പോൾ വീണ്ടും എടുത്തു പറയും. தேவனோட ஐக்கியமாய் இருக்கணும். ദൈവത്തോടുള്ള ബന്ധം സൂക്ഷിക്കണം. അവർ തുടങ്ങിയ ഒരു പ്രയർ ചെയിൻ. താൻ ആരംഭിച്ച ഒരു പ്രാർത്ഥനയാണ് പ്രയർ ചെയിൻ. മദ്രാസിൽ നിങ്ങൾ പാർக்கலாம். മദ്രാസിൽ നിങ്ങൾക്ക് കാണാം. ഒരിടത്തിൽ ഒരു ഷെഡ് കെട്ടി അത് പ്രയർ ചെയിൻ ഉണ്ട്. ഒരിടത്തൊരു ഷെഡ് ഉണ്ടാക്കി അവിടെ പ്രയർ ചെയിൻ. ഊഴിയர்களுം 1 മണി നേരം കട്ടായമാകെ അങ്ങ് പോയി ജപിക്കണം. എല്ലാ ശുശ്രൂഷകരും നിർബന്ധമായി 1 മണിക്കൂർ അവിടെ പോയി പ്രാർത്ഥിക്കണം. വിശ്വാസികളും ജപിക്കണം. വിശ്വാസികൾക്കും പ്രാർത്ഥിക്കാം. കാരണം എന്താണ്? വേല വേല വേലയെന്ന് ചൊല്ലി നാം പോകക്കൂടാ. ജോലി 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 എന്ന് പറഞ്ഞ് നാം പോകരുത്. വേല ചെയ്യണം, ജോലി ചെയ്യണം. ദേവനോട് ഐക്യമായി ഇരിക്കണം. എന്നാൽ ദൈവത്തുള്ള ബന്ധത്തെ സൂക്ഷിക്കണം. 1 മണി നേരമാവത്, 1 മണിക്കൂറെങ്കിലും നീ ദേവസമൂഹത്തിൽ ഇരുന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന അതേ ഡ്രസ്സിൽ പോകലാമെന്ന് ചൊല്ലുക. അതേ വസ്ത്രത്തിൽ തന്നെ പോകാമെന്ന് പറയും. ചിലപ്പോ ശരം കെട്ടിയിരിക്കും, ചിലപ്പോ ശരമായിരിക്കും ഉടുത്തിരിക്കുന്നത്. ആ ശരത്തില് നീ പോകലാം. ആ ശരം തന്നെ ഉടുത്തുകൊണ്ട് പോകാം. അന്ന് കുളിച്ച് ரொம்ப ടിപ് ടോപ്പായി പോകണമെന്നില്ല. കുളിച്ച് ടിപ് ടോപ്പായിട്ട് പോകണം. 1 മണി നേരം, 1 മണിക്കൂർ. അപ്പൊ 1 മണി നേരം ഉന്നെ നീ താഴ്ത്തി, 1 മണിക്കൂർ നിങ്ങളെ താഴ്ത്തി ഉന്നെ നീ ജപിക്കലാം. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം. പല വിഷയങ്ങൾക്കായി ജപിക്കാം. പല വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ഉനക്കും ദേവനക്കൊരു തുടർബുണ്ടാകും. അപ്പോൾ നിങ്ങൾക്കും ദൈവത്തിനൊരു ബന്ധമുണ്ടാകും, അനുഭവമുണ്ടാകും. അനുഭവമുണ്ടാകും. അപ്പടിപ്പെട്ട അനുഭവങ്ങൾ വരുമ്പോൾ, അങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ എന്ന പ്രശ്നങ്ങൾ വന്നാലും, എന്ത് പ്രശ്നങ്ങൾ വന്നാലും നീ സോർന്നു പോകാൻ മാറ്റി, നിങ്ങൾ തളർന്നു പോകില്ല. അവർ തരുകിற വസനം, അതിനുള്ള വചനം റോമർ 5-ാം അധികാരം 3-ാം വസനം. റോമാലേഖനം 5-ാം അധ്യായം 3-ാം വാക്യം. അതിലെന്നെ വാസിക്കുന്നു? അതിലെന്ത് വായിക്കുന്നു? ഉപദ്രവം പൊറുമയെയും, കഷ്ടത സഹിഷ്ണുതയെയും, പൊറുമെ അനുഭവത്തെയും, സഹിഷ്ണുത സിദ്ധത അല്ലെങ്കിൽ അനുഭവം നമ്പിക്കയെയും ഉരുവാക്കുന്നതിന്റെ അറിഞ്ഞ്, അനുഭവം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് ഉപദ്രവങ്ങളിൽ മേന്മ പാരാട്ടും, ഞങ്ങൾ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. തമിഴ് ബൈബിളിലും മലയാള ബൈബിളിലും അനുഭവം ഇരിക്കാതെ. തമിഴ് ബൈബിളിലും മലയാളം ബൈബിളിലും അനുഭവം എന്നല്ല, ആംഗ്ലത്തിൽ അനുഭവമുണ്ട്. എന്നാൽ ഇംഗ്ലീഷിൽ അനുഭവം എന്നാണ്. അനുഭവം എന്ന് ചൊല്ലി വാസിங்க. അനുഭവം എന്ന് പറഞ്ഞ് വായിക്കാം. അത് മാത്രമല്ല ഉപദ്രവം പൊറുമയെയും, പൊറുമെ അനുഭവത്തെയും, അനുഭവം നമ്പിക്കയെയും ഉരുവാക്കുന്നതിന്റെ അറിഞ്ഞ് ഉപദ്രവങ്ങളിലെയും ഞങ്ങൾ മേന്മ പാരാട്ടുகிறோം. ഉപദ്രവം വരുമ്പോ മേന്മ പാരാട്ടുക. അതുകൊണ്ടാണ് കഷ്ടതകളിൽ പ്രശംസിക്കുന്നത്. എനിക്ക് നല്ലത്, കഷ്ടത എനിക്ക് നല്ലതാണ്. இந்த പാട് എനിക്ക് നല്ലത്, ഈ പാട് എനിക്ക് നല്ലതാണ്. இந்த കഷ്ടങ്ങൾ എനിക്ക് നല്ലത്, ഈ കഷ്ടങ്ങൾ എനിക്ക് നല്ലതാണ്. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അപ്പൊ അനുഭവം ഇരിക്കണം, അനുഭവം വേണം. അനുഭവം ഇരിക്ക വേണ്ടുമാനാൽ, അനുഭവം വേണമെങ്കിൽ ദേവനക്ക് ഒരു തുടർവ് ഇരിക്കണം. നിങ്ങൾക്ക് ദൈവമായിട്ടൊരു ബന്ധം വേണം. അതാ കുടുംബ ജപത്തെ നിങ്ങൾ ഒഴുങ്കാക ചെയ്യ വേണ്ടും. അത് കുടുംബ പ്രാർത്ഥന നിങ്ങൾ ക്രമമായി ചെയ്യണം. നമ്മുടെ അനേക മുൻകാലങ്ങളിൽ ഒരു കുടുംബ ജപം ഒരു കൂട്ടം പോലെതാണ്. ഒരു കുടുംബ പ്രാർത്ഥന ഒരു വലിയ യോഗം പോലെയാണ്. ഡ്രം അടിച്ച് ടാമ്പറിനൊക്കെ അടിച്ച്, പിന്നെ മൊറോക്കോസ് എല്ലാം കുലുക്കി, മൊറോക്കോസ് ഒക്കെ ഉപയോഗിച്ച് പാട്ട് പാടും. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ അപ്പടിത്താൻ ചെയ്യും. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയായിരുന്നു ഞങ്ങൾ ചെയ്തത്. ഞാൻ നല്ല ഡ്രം അടിക്കും. ഞാൻ നന്നായിട്ട് ഡ്രം അടിക്കും. ഇവങ്ക അടിക്കുന്നത് പോലെ അല്ല, നിങ്ങൾ അടിക്കുന്ന പോലെ ഒന്നുമല്ല. ഇവങ്ക അടിച്ചാൽ നല്ല ഡബിൾ ബീറ്റിംഗ് അടിക്കണം. ഡബിൾ ബീറ്റിംഗ്. ചില പാട്ട് വരുമ്പോ ട്രിപ്പിൾ ബീറ്റിംഗിൽ പോകണം. ചില പാട്ടില് ട്രിപ്പിൾ ബീറ്റിംഗ് അടിക്കണം. ഇവങ്ക ട്രിപ്പിൾ ബീറ്റിംഗ് അടിച്ച ഡ്രമിന്റെ കോൽ ഓടിപ്പോയിടും. ട്രിപ്പിൾ ബീറ്റിംഗ് അടിച്ചാൽ കോലൊടിയും. ഡ്രം അടിക്കുന്നത് ഒരു വരം താൻ. ഡ്രം അടിക്കുന്നത് ഒരു വരമാണ്. ഡ്രം അടിച്ച് പാട്ട് പാടി മൊറോക്കോസ് എല്ലാം മൊറോക്കോസ് കുലുക്കി നല്ല പാട്ട് പാടും. നന്നായിട്ട് പാടും. തമിഴ് പാടും, മലയാളം പാടും, അറിയുന്ന ഹിന്ദി പാട്ട് പാടും. ദൈവത്തിന് മഹത്വം. ഒരു വലിയ കോട്ടേജ് മീറ്റിംഗ് പോലെ ഇരിക്കും. ഒരു വലിയ കോട്ടേജ് പ്രാർത്ഥന പോലെ. അപ്പ അമ്മ യാരാவது ഒരുവർ വന്ന്, അപ്പൊ മാതാപിതാവ് ആരെങ്കിലും വന്ന് ബൈബിൾ വായിക്കുവാൻ പറഞ്ഞു ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ചൊല്ലിക്കൊടുക്കും. ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരും. വേദപാഠം പോലെ, ഒരു വേദപാഠം പോലെ. എളുപ്പി നിപ്പാട്ടി ഞങ്ങളെല്ലാം എഴുന്നേൽപ്പിച്ച് നിർത്തി, ഇന്ത്യക്ക് നീ ചെയ്ത കൊളപ്പടിയെല്ലാം ചൊല്ല്, ഇന്ന് നീ ചെയ്ത കുറ്റങ്ങളൊക്കെ പറ. അപ്പൊ ഞങ്ങൾ എഴുന്നേറ്റ് ഞങ്ങളെ ശുദ്ധീകരിക്കും. സ്കൂളിൽ പോകുമ്പോൾ ഒരു പയ്യനെ കണ്ടു. അവന് മുതുകിൽ ഒരു കുത്തു കുത്തിട്ട് ഓടിനെ, അവന്റെ പുറത്ത് ഒരു കുത്തു കുത്തിയിട്ട് ഓടി. എല്ലാം ചൊല്ലണം, എല്ലാം പറയണം. ശുദ്ധീകരണ കൂട്ടം. ശുദ്ധീകരണം മുഖ്യമാണ്. വീടുകളിലെ ശുദ്ധീകരിപ്പ് കൂട്ടം ഉണ്ടാവും. നിങ്ങളുടെ വീടുകളിൽ തന്നെ ശുദ്ധീകരണ യോഗം. നാം ശുദ്ധീകരിക്കണം. എന്തിനാണ് നാം ശുദ്ധീകരിക്കുന്നത്? സഭകളിൽ ശുദ്ധീകരിപ്പുണ്ട്. നമ്മുടെ സഭകളിൽ ശുദ്ധീകരണമുണ്ട്. ശുദ്ധീകരിപ്പ് കൂട്ടം എന്തിനു വേണ്ടിയാണ് ശുദ്ധീകരണ കൂട്ടം? 8 വിഷയത്തിന് വേണ്ടി. അതിലൊരു വിഷയം യാത്ര
ആദിയാഗമം 35-ാം അധികാരത്തില് ഉൽപ്പത്തി പുസ്തകം 35-ാം യാക്കോബ് തന്റെ വീട്ടിലുള്ളവരെ ശുദ്ധീകരിത്ത യാക്കോബ് തന്റെ വീട്ടിലുള്ളവരെ ശുദ്ധീകരിച്ചു. ശത്രുക്കൾ അവരെ പിന്തുടരാമൽ ഇരിക്കുമ്പടിയാക എന്ന് നാം വാസിക്കണം. ശത്രുക്കൾ അവരെ പിന്തുടരാതിരിക്കേണ്ടതിന് എന്ന് നാം വായിക്കും. 35 ഇല്ല, ഒന്നിലിരുന്ന് വാസി. അവരുടെ കാതണ്ണികളെല്ലാം യാക്കോബ് വാങ്ങി ഒരു മരത്തിൻ കീഴ്, എന്ന മരം, കർവാലി മരത്തിൻ കീഴ് പുതയ്ത്ത് പോട്ട് ശുദ്ധീകരിത്ത. എതുക്കാக അടുത്ത 4-5. அப்பொழுது அவர்கள் தங்கள் கையில் இருந்த எல்லா அந்நிய தெய்வங்களையும் தங்கள் காதணிகளையும் யாக்கோபிடத்தில் கொடுத்தார்கள். யாக்கோபு அவைகளை சீகேம் ஊர் அருகே இருந்த ஒரு கர்வாலி மரத்தின் கீழ் புதைத்து போட்டான். பின்பு பிரயாணம் புறப்பட்டார்கள். அவர்களை சுற்றிலும் 2-ാം വചനം, സേഗേമിലുള്ളതാന ശത്രുക്കൾ അവരെ പിന്തുടരാമൽ ഇരിക്കുമ്പടിയാക എന്നൊരു വസനം വരും. അതേ ഇടത്തിൽதான் 5-ാം വചനം. பின்பு பிரயாணம் புறப்பட்டார்கள். அவர்களை சுற்றிலும் இருந்த பட்டணத்தாருக்கு தேவனாலே பயங்கரம் உண்டானதினால் அவர்கள் யாக்கோபின் குமாரரை பின்தொடராதிருந்தார்கள். யாக்கோபின் குமாரரை சேகேமிലെ പൗരന്മാർ, ശേഖേം പൗരന്മാർ യാക്കോബിന്റെ നടന്നതെല്ലാം നിങ്ങൾക്ക് தெரியும். അവിടെ നടന്നു നോക്കുന്നത് നിങ്ങൾക്ക് അറിയാം. അവർ പിന്തുടരാമൽ ഇരിക്കുമ്പടിയാക അവർ പിന്തുടരാതിരിക്കേണ്ടതിന് യാക്കോബ് തന്നെയും തന്റെ കുടുംബത്തെയും ശുദ്ധീകരിത്ത. യാക്കോബ് തന്നെ തന്റെ കുടുംബത്തെയും ശുദ്ധീകരിച്ചു. ഇതുപോലെ നമ്മുടെ സഭയിലും ശുദ്ധീകരിപ്പ് കൂട്ടം മുഖ്യം. നമ്മുടെ സഭയിലും ശുദ്ധീകരണ കൂട്ടം പ്രധാനം. അത് മുഖ്യപ്പെടുത്തുകൃതില്ല. അനേകർ അതിന് വില കൊടുക്കുന്നില്ല. വരുകൃതേ ഇല്ല. ചിലർ വരുന്നതേ ഇല്ല. കടസയിൽ വരുവാ. ചിലർ തീരാറാകുമ്പോൾ വരും. എളുമ്പി ഏതാவது சொன்ன എഴുന്നേറ്റ് പറയുക. சொல்ல மாட்டேன். അവർ സത്യസന്ധമായി പറയില്ല. വീട്ടിലെ തുടങ്ങണം. ഇത് വീട്ടിൽ തന്നെ തുടങ്ങണം. ഈ ശുദ്ധീകരണം വീട്ടിലെ തുടങ്ങണം. നിങ്ങളുടെ വീട്ടിൽ തന്നെ തുടങ്ങണം. വീടുകളിൽ ഇരുന്നത് ഞങ്ങളുടെ വീടുകളിൽ ഉണ്ടായിരുന്നു. എഴുന്നേറ്റ് പറയും. ഒളുങ്ക சொல்லாவிட்ட അടി വീഴും. ശരിക്ക് പറഞ്ഞില്ലെങ്കിൽ അടി കിട്ടും. അമ്മാവും അടിക്കും, അപ്പാവും അടിക്കും. അമ്മയും അടിക്കും, പിതാവും അടിക്കാൻ മാട്ടാണ്. വേറെ ആരും അടിക്കുകയില്ല. അല്ല, വേറെ ഒന്നിനും അടിക്കില്ല. സ്കൂൾ പരീക്ഷയിലെല്ലാം 8 മാർക്ക് വാങ്ങിയിട്ട് ഒന്നും അടിയില്ല. സ്കൂൾ പരീക്ഷയിൽ 8 മാർക്ക് കിട്ടിയാലൊന്നും അടിക്കുകയില്ല. ആവിക്കുரிய ജീവിതത്തിൽ, എന്നാൽ ആത്മീക ജീവിതത്തിൽ ശുദ്ധീകരണത്തിൽ കൃത്യമായി പറഞ്ഞില്ല എങ്കിൽ അടി വീഴും, അടി കിട്ടും. എന്തിനു വേണ്ടി? ആ ശത്രു, ആ പാപം, വേണ്ടാത്ത കാര്യം നിന്നെ പിന്തുടരക്കൂടാതെ, നിങ്ങളെ പിന്തുടരരുത്. രഹസ്യപാപം, രഹസ്യമായിട്ടുള്ള പോക്കുവരവ്, രഹസ്യമായ കൊടുക്കൽ വാങ്ങലുകൾ, അത് പിന്തുടരക്കൂടാതെ, അത് പിന്തുടരരുത്. അതൊക്കെ നമുക്കൊരു ആഴமான ശുദ്ധീകരിപ്പ് തേവ. അതിന് നമുക്ക് ആഴമേറിയ ഒരു ശുദ്ധീകരണം വേണം. അതാ യാക്കോബ് തന്റെ കുടുംബത്തിലെ அந்த ശുദ്ധീകരിപ്പ് കൂട്ടത്തെ തുവങ്ങിനാർ. യാക്കോബ് തന്റെ കുടുംബത്തിലെ ശുദ്ധീകരണ യോഗം തുടങ്ങി. ദൈവത്തിന് അയാൾ ശുദ്ധീകരിപ്പ് കൂട്ടം നമുക്ക് മുഖ്യം. അതുകൊണ്ട് ശുദ്ധീകരണ യോഗം നമുക്ക് പ്രധാനം. വീടുകളിൽ ശുദ്ധീകരിപ്പ് കൂട്ടം തേവ. വീടുകളിൽ ശുദ്ധീകരണ യോഗം വേണം. പിള്ളകൾ യാരും കെട്ടുപോകാം. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരും നശിച്ചു പോകില്ല. 9 പേർ, ഞങ്ങൾ 9 മക്കളാണ്. 9 പേരും കെട്ടുപോകവില്ല. 9 പേര് നശിച്ചു പോയില്ല. അതിൽ 7 പേരുടെ കല്യാണം മുടിഞ്ഞത്. 7 പേരുടെ കല്യാണം കഴിഞ്ഞു. 7 പേർക്ക് വന്ന പെൺകളും CPM தான். 7 പേർക്ക് ലഭിച്ച പെൺകുട്ടികളും CPM-ലുള്ളവരാണ്. 6 ബ്രദേഴ്സും ഒരു സഹോദരി. 6 ബ്രദേഴ്സും ഒരു സഹോദരി. എല്ലാം TPM தான். എല്ലാം TPM ആണ്. അവർക്ക് 14 പിള്ളകൾ പിറந்தாർ. അവർക്ക് 14 കൊച്ചുമക്കളുണ്ട്. 13 പേരുടെ കല്യാണം നടന്നത്. 13 പേരുടെ കല്യാണം കഴിഞ്ഞു. 13 TPM. 13 TPM ആണ്. ചിലർ പറയും TPM-ൽ പയ്യങ്ങളില്ല പാസ്റ്റർ. TPM-ൽ പയ്യന്മാരില്ല പാസ്റ്റർ. TPM-ൽ പെൺകളില്ല. TPM-ൽ പെൺകുട്ടികളില്ല. പിന്നെ ഇരിക്കുന്നതെല്ലാം മൃഗമാണ്. പിന്നെ കാണുന്നതൊക്കെ മൃഗമാണ്. അത് പോയി, അത് ഭോഷ്കാണ്. എന്റെ വീട്ടിൽ 20 പേർക്ക് കല്യാണം നടന്നത്. എന്റെ വീട്ടിൽ അങ്ങനെ 20 പേരുടെ കല്യാണം നടന്നു. 20 പേർക്കും TPM தான். 20 പേർക്കും TPM. കണ്ടുകളെ, ഇன்றைக்கு 4ാം തലമുറയും കൂടെ ദേവന്റെ ഊഴിയത്തില് അവനെ ഇന്റർപ്രറ്റ് ഊഴിയം ചെയ്യുകയാണ്. 4ാം തലമുറയും ഇന്ന് കർത്താവിന്റെ ശുശ്രൂഷയിൽ പരിഭാഷപ്പെടുത്തുന്നു. അവർ അപ്പ, എന്റെ അണ്ണൻ ഇന്റർപ്രറ്റ്, എന്റെ ജ്യേഷ്ഠൻ ഇന്റർപ്രറ്റ്, പയ്യൻ, തന്റെ മകൻ,
താനും പരിഭാഷപ്പെടും. തന്റെ മകനും ഇപ്പോൾ പരിഭാഷപ്പെടും, ശുശ്രൂഷ ചെയ്യും. ആരും നശിച്ചു പോയില്ല. ദൈവത്തിന് മഹത്വം. ഇന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ കുറ്റം പറയുകയല്ല, എല്ലാവരോടും ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളുടെ മക്കൾ എവിടെ? നിങ്ങളോട് കൂടെ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നുവോ? നിങ്ങളുടെ വലത് ഭാഗത്ത് മക്കൾ ഇരിക്കുന്നുവോ? എവിടെ? ഞാൻ ചിലരോട് ചോദിക്കും, നിങ്ങളുടെ മകൾ എവിടെ? അയ്യോ പാസ്റ്റർ കാലിലെ എളുമ്പി പോയിട്ടാ. പാസ്റ്റർ രാവിലെ എഴുന്നേറ്റ് പോയതാ. എവിടെ പോയി? അറിയില്ല. കാരണം എന്താണ്? കുടുംബത്തിൽ ഐക്യമില്ല. ആ മകൻ എവിടെ? അവൻ ഇന്നലെ പോയതാ, ഇന്നും വരവില്ല, ഇതുവരെ വന്നിട്ടില്ല. இப்படி நீ குடும்பத்தை நடத்தினால் எப்படி? എങ്ങനെ നിങ്ങൾ കുടുംബ പ്രാർത്ഥന നടത്തിയാൽ എങ്ങനെ? சொன்னார் அநேகர் பின்மாற்றத்தில் இருக்கிறார். അതാണ് പാസ്റ്റർ പറഞ്ഞ അനേകർ പിന്മാറ്റത്തിൽ. തലമുറയെല്ലാം കാണും. അതുകൊണ്ടാണ് നമ്മുടെ തലമുറകളെ കാണാത്തത്. നീ ഉണ്മയാനാൽ, നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ നിന്റെ പിള്ളകളെയും പിള്ളകളെയും നീ കാൺപായ്. മക്കളെയും മക്കളുടെ മക്കളെയും നീ കാണും. അപ്പൊ പിള്ളകളെ പാക്കുന്നதுக்கு ഒരു അളവുക്ക് എത്ര വയസ്സ് ഇരിക്കണം? 55 വയസ്സുക്ക് മേലെ ഇരിക്കണം. കൊച്ചുമക്കളെ കാണണമെങ്കിൽ ഏകദേശം എത്ര വയസ്സുണ്ടാകണം? 45 വയസ്സിന് മുകളിലെങ്കിലും. 55 വയസ്സിന് മുകളിലുണ്ടാകണം. 30 വയസ്സിൽ കല്യാണം. 30 വയസ്സിൽ കല്യാണം. അന്നേരക്കുള്ള പിറന്നാൽ, ഒരു കുഞ്ഞ് പിറന്നാൽ 25 വയസ്സ്. 25 വയസ്സ് കല്യാണം മുടിക്കലാം. ഒരു പെൺകുട്ടിയാണ് കല്യാണം കഴിയും. പയ്യനായിരുന്നാൽ 28-29 വയസ്സാകും. ആൺകുട്ടിയാണെങ്കിൽ 28. പിള്ള പിറക്കണം. അവനൊരു മകൻ ജനിക്കണം. അപ്പൊ എത്രയായി? 55-60 വയസ്സാകും. 55-60 വയസ്സാകണം. നീ പിള്ളകളെയും കാൺപായ്. മക്കളുടെ മക്കളെയും കാണും. നമ്മുടെ പിള്ളകൾ നമ്മോട് ഇരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് കൂടെ കാണപ്പെടണം. അതാ ആശീർവാദം, അതാണ് അനുഗ്രഹം. അതിന് കടസി വസനത്തിൽ വാസിக்கிறோம். അവസാന വാക്യത്തിൽ കർത്തർ സിയോനിലിരുന്ന് ഉന്നെ ആശീർവദിപ്പാർ. യഹോവ ഇപ്രകാരം സിയോനിൽ നിന്നെ അനുഗ്രഹിക്കും. പരലോകത്തിലും നാം നമ്മുടെ പിള്ളകളെയും കാണ വേണ്ടും. സ്വർഗത്തിലും നമ്മുടെ മക്കളെയും മക്കളുടെ മക്കളെയും അർത്ഥത്തില്, ആത്മീക അർത്ഥത്തിൽ, പരലോകത്തിൽ, സ്വർഗത്തിൽ ഞാൻ പോയി എന്റെ പിള്ളകളെ എല്ലാം പാർപ്പേൻ. ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ കൊച്ചുമക്കളെ എടുത്തിൻപടി വിവാഹം ചെയ്യവില്ല. ഞാൻ അക്ഷരീകമായി വിവാഹം കഴിച്ചിട്ടില്ല. എനിക്ക് പിള്ളകൾ ഉണ്ട്, എന്നാലും എനിക്ക് മക്കളുണ്ട്. യെശയ്യാ 54 വാസിക്കും. യെശയ്യാ 54 വാഴ്ക്കയെ പെട്ടവളിൻ പിള്ളകളെ പാർക്കലും വാഴ്ക്കപ്പെടാത്തവളിൻ പിള്ളകൾ അധികം. വിവാഹം കഴിച്ചവളുടെ മക്കളെക്കാളും வாழ்க்கைப்பட்டவருடைய பிள்ளைகளை பார்க்கிலும், வாழ்க்கையப்பட்டவருடைய பிள்ளைகளை பார்க்கிலும், அநாத ஸ்திரீயினுடைய பிள்ளைகள், അനാഥ സ്ത്രീകൾ ചെന്ന വിവാഹമാകാത്തവരെന്നർത്ഥം. ഏകാഗ്നിയുടെ മക്കൾ ഭർത്താവുള്ളവരുടെ മക്കളെക്കാൾ അധികം. ഞങ്ങൾക്ക് തൻ പിള്ളകൾ അധികം. ഞങ്ങൾക്കാണ് മക്കൾ അധികം. ഞങ്ങൾ വിവാഹം ചെയ്യവില്ല. ഞങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല. ഇതെല്ലാം ഞങ്ങളുടെ പിള്ളകൾ താൻ. ഇതെല്ലാം ഞങ്ങളുടെ മക്കളാണ്. അവർ താൻ പുതിയ യെരൂശലേം. അവരാണ് പുതിയ യെരൂശലേം. ഗലാത്യർ 4-ാം അധികാരം 26-27 പരിശുദ്ധ പൗൽ എടുത്തുറയ്ക്കുന്നത്. അതാണ് ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 26-27 വിശുദ്ധ പൗലോസ് പറയുന്നത്. നമ്മുടെ പിള്ളകളെയും നാം പാർക്ക വേണ്ടും. നമ്മുടെ മക്കളുടെ മക്കളെയും. പരലോകത്തിൽ പോയാൽ എപ്പടി പിള്ളകളെ പാർക്കാൻ മുടിയും? സ്വർഗത്തിൽ പോയാൽ എങ്ങനെയാണ് മക്കളെയും കൊച്ചുമക്കളെയും കാണുന്നത്? നാം യെരൂശലേം, നാം സിയോൻ. നമ്മുടെ പിള്ളകൾ പുതിയ വാനം, നമ്മുടെ മക്കൾ പുതിയ ആകാശം. പിള്ളകളെയും சொல்ற പുതിയ ഭൂമി. കൊച്ചുമക്കൾ എന്ന് പറഞ്ഞാൽ പുതിയ ഭൂമി. പുതിയ വാനത്തെയും പാർக்கலாம், പുതിയ ആകാശത്തെയും, പുതിയ ഭൂമിയെയും പാർக்கலாம், പുതിയ ഭൂമിയെയും കാണാം. നാം താൻ ആളുക ചെയ്യறவங்க, നാം ആണ് വാഴുന്നത്. അതാ നീ പിള്ളകളെയും കാൺപായ്. മക്കളെയും മക്കളുടെ മക്കളെയും കാണും. എഴുത്തിൻപടി നാം കാണ വേണ്ടും. അക്ഷരീകമായി ആവിക്കുரிய നിലമയിൽ നാം പരലോകത്തിൽ ചെന്ന് നമ്മുടെ പിള്ളകളെ എല്ലാം പാർക്ക വേണ്ടും. ആത്മീകമായി നാം സ്വർഗത്തിൽ ചെന്ന് നമ്മുടെ മക്കളെ എല്ലാം കാണണം. ദൈവത്തിന് മഹത്വം. ആനപടിയിനാൽ இந்த ഉപവാസ ജപத்துக்கு പങ്കെടുത്ത് ദൈവിക ആശീർവാദങ്ങൾ പെറ്റുകൊള്ളുക. അതുകൊണ്ട് ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ദൈവിക വിഷയത്തിലേക്ക് വരുമോ? നമ്മുടെ വിഷയത്തിലേക്ക് വരാം. കേട്ടെഴുത് ജയഗീതധ്വനി. ആലോചന നിറവേറും വേളയിൽ, ദൈവത്തിന്റെ ആലോചന നിറവേറുന്ന സമയം. എഫേസ്യർ 1-ാം അധികാരം 12-ാം വചനത്തിൽ അത് വാസിக்கிறோம். എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നാം അത് വായിക്കും. എഫേസ്യർ 1-ാം അധികാരം 12-ാം വചനം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം. തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ ആലോചനയ്ക്ക് തക്കതാക സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത് മുൻപിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ തമது சித்தத்தின் ஆலோசனைக்கு தக்கதாக எல்லாவற்றையும் நடப்பிக்கிற அவருடைய தீர்மானத்தின்படி நாங்கள் முன்குறிக்கப்பட்டு கிறிஸ்துவுக்குள் அவர்
அந்த இடத்தில் 2 പദത്തെ നാം മുഖ്യமாக പാർക്കുന്നു. ആ ഭാഗത്ത് 2 വാക്കുകൾ നാം പ്രധാനമായി കാണുന്നു. ഒന്റെ ഒരു ആലോചന, ഒന്ന് ഒരു ആലോചന, രണ്ടാമത് ഒരു തീരുമാനം, രണ്ടാമതൊരു നിർണയം. എന്ന ആലോചന? എന്താണ് ആലോചന? ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഇത് എപ്പോത് സംഭവിച്ചത്? ഇത് എപ്പോൾ സംഭവിച്ചതാണ്? ഉലക തോറ്റത്തുക്ക് മുന്നമേ, ലോകസ്ഥാപനത്തിന് മുൻപേ, അതാവത് അനാദികാലം, അതായത് അനാദികാലത്ത്, മുന്തിന നിത്യം, അനാദി നിത്യത. മുന്തി നമ്മൾ ചാർട്ട് പോട്ട് പ്രസംഗം പണുമ്പോത് മുൻപ് ചാർട്ടൊക്കെ ഉണ്ടാക്കി പ്രസംഗിക്കുമ്പോൾ മുന്തിന നിത്യത്തിലിരുന്ന് പിന്തിന നിത്യം വരയ്ക്കും 10 യുഗങ്ങൾ എന്ന് ചൊല്ലി നാം പഠിപ്പിക്കും. അനാദി നിത്യത മുതൽ അനന്ത നിത്യത വരെ 10 യുഗങ്ങളെന്ന് പറഞ്ഞ് പഠിപ്പിക്കും. മുന്തിന നിത്യം, അനാദി നിത്യത, അതുதான் അനാദികാലം. അതാണ് അനാദികാലം. அந்த അനാദികാലത്തിൽ, ആ അനാദികാലത്തിൽ, ഉലക തോറ്റത്തുക്ക് മുന്നമേ ഉള്ള കാലം, ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ള കാലം. நமது தேவாதி தேவன், നമ്മുടെ ദൈവാധിദൈവം ഒരേ ഒരു ദൈവം താൻ, ഒരേ ഒരു ദൈവമേ ഉള്ളൂ. 3 ആളത്വமாக വെളിപ്പെട്ടാർ. എന്നാൽ 3 ആളത്വമായി വെളിപ്പെട്ടു. 3 ആളത്വം എന്ന് சொன்னால் 3 ആളത്വം എന്ന് പറഞ്ഞാൽ 3 ദൈവങ്ങൾ എന്ന് നാം சொல்லக்கூடாது. 3 ദൈവങ്ങൾ എന്ന് പറയരുത്. ഒരേ ഒരു ദൈവം, ഒരേ ഒരു ദൈവം, അവരിൽ 3 ആളത്വം. ഇത് തന്നെ 3 ആളത്വം. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. എதற்காக അവർ 3 ആളത്വமாக വെളിപ്പെട്ടാർ? എന്തിനായി 3 ആളത്വമായി വെളിപ്പെട്ടു? സൃഷ്ടിപ്പുക്കാക, സൃഷ്ടിക്ക് വേണ്ടി. ഒരു കാര്യത്തെ സൃഷ്ടിക്ക വേണ്ടുമാനാൽ, ഒരു കാര്യം സൃഷ്ടിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ தேவை. 3 കാര്യങ്ങൾ വേണം. ഉദാഹരണമായി ഒരു ബലിയെ എടുത്തുകൊള്ളുക. ഒരു യാഗം എടുത്തു. ഒരുവൻ ഒരു ബലിയെ സെലുത്ത വേണ്ടുമാനാൽ, ഒരുവൻ ഒരു യാഗം അർപ്പിക്കുന്നുവെങ്കിൽ 3 കാര്യങ്ങൾ தேவை. 3 കാര്യങ്ങൾ വേണം. ഒന്റെ ഒരു ബലി മൃഗം தேவை. ഒന്നൊരു യാഗമൃഗം വേണം. ബലി മൃഗം, ഒരു യാഗമൃഗം. രണ്ടാമത് ഒരു ബലിയെ കൊണ്ടുവരുകിற ഒരു മനുഷ്യൻ தேவை. യാഗം അർപ്പിക്കുവാൻ വരുന്ന ഒരു മനുഷ്യൻ വേണം. മൂന്നാമത് இந்த ബലി പഴുതറ്റതാ എന്ന് ആരാய்ச்சி பண்ணக்கூடிய ആസാരിയൻ தேவை. ഈ യാഗം ഊനമില്ലാത്തതാണോ എന്ന് പരിശോധിക്കുന്ന ഒരു പുരോഹിതൻ വേണം. ബലി സെലുത്ത വേണ്ടുമാനാൽ 3 കാര്യങ്ങൾ தேவை. ഒരു യാഗം അർപ്പിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. ഇതുപോലെ സൃഷ്ടിപ്പുക്ക് 3 ആളത്വം தேவை. സൃഷ്ടിക്ക് 3 ആളത്വങ്ങൾ വേണം. 3 ദൈവങ്ങളല്ല, 3 ദൈവങ്ങളല്ല, 3 ആളത്വം. 3 ആളത്വങ്ങൾ. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അത് നമ്മുടെ വിശ്വാസത്തിൻപടി, നമ്മുടെ വിശ്വാസപ്രകാരം ദൈവം, പിതാവായ ദൈവം, കുമാരനാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാവിയാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. 3 ആളത്വം. 3 ആളത്വം. ഈ 3 പേരും കൂടെ ഉലക തോറ്റத்துக்கு മുന്നമേ കൂടി ആലോചന ചെയ്താர்கள். ഈ 3 പേരും കൂടെ ലോകസ്ഥാപനത്തിന് മുമ്പേ ഒന്ന് ചേർന്ന് കൂടി ആലോചന നടത്തി. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. എന്നാ ആലോചന? എന്താണ് ആ ആലോചന? ആലോചനയുടെ അർത്ഥം എന്നാ? ആ ആലോചന എന്നതിന്റെ അർത്ഥം എന്താണ്? அந்த എഫേസ്യർ 1-ാം അധികാരം 9-10 വചനങ്ങളെ വാസിക്കുമ്പോൾ, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ, വാസിങ്ങ തമിഴിലെ, காலங்கள் நிறைவேறும் போது விளங்கும் நியமத்தின்படி பரலோகத்தில் இருக்கிறவர்களும் பூலோகத்தில் இருக்கிறவர்களும் சகலமும் கிறிஸ்துவுக்குள்ளே கூட்டப்பட வேண்டும். അതാ ദേവനുടെ 10-ാം വചനത്തിലുണ്ട്. സ്വർഗത്തിലും ദേവസിദ്ധത്തിൻ രഹസ്യം എന്ന് വാസിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ടവർ, സ്വർഗത്തിലിരിക്കുന്നവർ, ഭൂമിയിലുള്ളവർ. പരലോകത്തിലുള്ളവങ്ക യാര്? സ്വർഗത്തിലുള്ളവർ ആരാണ്? പിതാകുമാരൻ പരിശുദ്ധാവിയാൻ, പിതാപുത്രൻ പരിശുദ്ധാത്മാവ്, ത്രിത്വ ദൈവം. ഭൂമിയിൽ ആരാണ്? പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധവാൻകൾ, വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാർ. അപ്പൊ ഈ പരിശുദ്ധവാൻകളും ദേവനും ഒന്നാക്കപ്പെട വേണ്ടി. ഈ വിശുദ്ധന്മാരും ദൈവവും ഒന്നായി, ദേവനും മനുഷ്യനും ഒന്നാക്കപ്പെട വേണ്ടി. അതായത് ദൈവവും മനുഷ്യനും ഒന്നായി തീരണം. ഇതാണ് ദേവനുടെ ആലോചന. ഇതാണ് ദൈവത്തിന്റെ ആലോചന. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. നാം തനിമയായിരിപ്പത് നല്ലതല്ലേ? നാം തനിയെ ഇരിക്കുന്നത് നന്നല്ല. ആദാമിന്റെ കഥയല്ല, ദൈവം തന്നെ പറയും തനിമയായിരിപ്പത് നല്ലതല്ല, തനിയെ ഇരിക്കുന്നത് നന്നല്ല. കാരണം അവർക്കുള്ള ഒരു പെരിയ അൻപുണ്ട്. കാരണം അവനിൽ വലിയ സ്നേഹമുണ്ട്. 4-ാം അധികാരം 8-ാം വചനത്തെ വാസിക്കുമ്പോൾ, യോഹന്നാൻ 4-ാം അധ്യായം 8-ാം വാക്യം, അൻപാകവേ ഇരിക്கிறார். അവൻ ദൈവം സ്നേഹം തന്നെ. ദൈവം അൻപ്, ദൈവം സ്നേഹം. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അപ്പൊ ആ അൻപ് തനിമയായിരുന്നു എന്ന പ്രയോജനം? ആ സ്നേഹം തനിയെ ഇരുന്നുകൊണ്ട് എന്ത് പ്രയോജനം? എല്ലാ പൊരുക്കളിലും, എല്ലാ സാധനങ്ങളിലും ഒരു ടിഷ്യൂ പേപ്പർ
എല്ലാ പൊരുക്കളിലും എല്ലാ സാധനങ്ങളിലും ഇതൊരു കല്ല് എന്ന് വെച്ചുകൊള്ളുന്നു. ഇതൊരു കല്ല് എന്ന് നോക്ക് കരുതുക. കരിങ്കല്ല്. ഇതൊരു കല്ല്. ഈ കല്ലുക്കുള്ള ഒരു നെരുപ്പുണ്ട്. ഈ കല്ലിന്റെ ഉള്ളിൽ ഒരു തീയുണ്ട്. ആ നെരുപ്പ് വെളിപ്പെട വേണ്ടുമാനാൽ, ആ തീ വെളിപ്പെടണമെങ്കിൽ തനിമയാക എത്ര വർഷமாக ഇരുന്നാലും, ഇത് തനി എത്ര വർഷം ഇരുന്നാലും ആ നെരുപ്പ് അതുക്കുള്ളേ താൻ ഇരിക്കും. ആ തീ അതിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. പ്രയോജനമില്ല. ഒരു പ്രയോജനവുമില്ല. ഇതുപോലെ ഒരു കല്ല് നീ ഉരുവാക്കി, ഒരു കല്ല് ഉരുവാക്കി, ഈ കല്ലും കൂടെ ഉരസുമ്പോൾ, ഈ കല്ല് മറ്റൊരു കല്ലും കൂടെ ഉരയ്ക്കുമ്പോൾ അപ്പൊ കല്ലിലിരുന്ന് നെരുപ്പ് വെളിപ്പെടും. അപ്പൊ കല്ലിൽ നിന്ന് തീപ്പരി വരും. ഇതുപോലെ ദേവനുക്കുള്ള അൻപുണ്ട്. ദൈവത്തിൽ സ്നേഹമുണ്ട്. അന്ത അൻപ് വെളിപ്പെട വേണ്ടുമാനാൽ, ആ സ്നേഹം വെളിപ്പെടണമെങ്കിൽ ദൈവത്തെ പോലെ ഒരു മനുഷ്യൻ തേവ. ദൈവത്തെ പോലെ ഒരു മനുഷ്യൻ വേണം. അതുதான் എഫേസ്യർ 1-4 വാസിക്കുമ്പോൾ, അതാണ് എഫേസ്യ ലേഖനം 1-4 അൻപിൽ പരിശുദ്ധമുള്ളവരും സ്നേഹത്തിൽ വിശുദ്ധരും അൻപിൽ കുറ്റമറ്റവരുമായി ഇരുപ്പതർക്ക് സ്നേഹത്തിൽ നിഷ്കളങ്കരുമാകേണ്ടതിന് തോറ്റത്തുക്ക് മുന്നമേ ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്ത ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അൻപിൽ പരിശുദ്ധമുള്ളവരാ, സ്നേഹത്തിൽ വിശുദ്ധരായി, അൻപിൽ കുറ്റമറ്റവരാ, സ്നേഹത്തിൽ നിഷ്കളങ്കരായി നാം ആയിരിക്കേണ്ടതിന് ക്രിസ്തുവിൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അതിനാൽ താൻ അൻപ് തനിമയായിരിപ്പത് നല്ലതല്ലേ. അതുകൊണ്ടാണ് സ്നേഹം തനിയിരിക്കുന്നത്. അത് അവരാലോചിക്കുന്നു. നമ്മൾ തനിമയായിരുന്ന എന്ന പ്രയോജനം. സ്നേഹം തനിയിരുന്നോണ്ട് എന്ത് പ്രയോജനം? ആകയാൽ നാം എന്നെ ചെയ്യുവോ, അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? മനുഷ്യനെ ഉണ്ടാക്കുവോ. മനുഷ്യനെ ഉണ്ടാക്കാം. അത് താൻ ആദിയാഗമം 1-26 അതാണ് ഉൽപ്പത്തി പുസ്തകം 1-26 1-ാം അധികാരത്തിൽ 1-ാം അധ്യായം. വിഴുന്ന ഭൂമിയെ ദേവൻ മറുപടിയും പുതുപ്പിക്കുന്നു. വീണുപോയ ഭൂമിയെ ദൈവം പുനരുദ്ധരിക്കുന്നു. 1-ാം ഭൂമിയിൽ, 1-ാമത്തെ ഭൂമിയിൽ ദൂതர்கள் കാണപ്പെട്ട ദൂതന്മാരാണ് വസിച്ചിരുന്നത്. ദൂതர்கள் പാപം ചെയ്തപടിയിനാൽ ദൂതന്മാർ പാപം ചെയ്തത് ഭൂമിയാനത് പാഴാക ശൂന്യമാക മാറി. അപ്പോൾ ഭൂമി പാഴും ശൂന്യമായി തീർന്നു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. വെറുമയാക മാറ്റപ്പെട്ടു. അത് ശൂന്യമായി തീർന്നു. അപ്പടിയേ കിടന്നത്. അങ്ങനെ കിടന്നു. എന്നാൽ പരിശുദ്ധാവിയാനവർ, എന്നാൽ പരിശുദ്ധാത്മാവ് തണ്ണീരിന്മേൽ, ആ വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഇരുളാനത്, ഇരുട്ട് അതുക്കുള്ള കാണപ്പെട്ടു, അതിന്റെ ഉള്ളിൽ കാണപ്പെട്ടു. എന്നാൽ അത് ഭൂമിയെ കൈവിടാമൽ, എന്നാൽ ആ ഭൂമിയെ കൈവിടാതെ, ഭൂമിയെ വിട്ടുവിലകാമൽ, ആ ഭൂമിയെ ഉപേക്ഷിക്കാതെ, அந்த ഭൂമിക്ക് മേലെ തണ്ണീർക്ക് മേലെ പരിശുദ്ധാവിയാനവർ അസൈവാടിനാർ. ആ ഭൂമിയുടെ മുകളിൽ വെള്ളത്തിന്റെ മീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. എത്ര പാപം ചെയ്താലും, നിങ്ങൾ എത്ര പാപം ചെയ്താലും കൈവിട മാട്ടാർ. ദൈവം നിങ്ങളെ കൈവിടുകയില്ല. ഭൂമിക്കുള്ള പാപം, ആ ഭൂമിയുടെ ഉള്ളിലെ പാപം, ഇരുളാനത് ഭൂമിക്കുള്ള കാണപ്പെട്ടത്. ആ ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. പരിശുദ്ധാവിയാനവർ കൈവിടവില്ല. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് കൈവിടാത്തത്. പരിശുദ്ധാവിയാനവർ തണ്ണീർമേൽ അസവാടിനാർ. പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മേതെ പരിവർത്തിച്ചു. ഭൂമിയും തണ്ണീരുക്കുൾ മുഴുകിവിട്ടു. കാരണം മുഴുവൻ ഭൂമിയും വെള്ളത്തിൽ ആണ്ടുപോയി. നോവാവിൻ നാൾക്കളിൽ തണ്ണീർ പെരുകിനാലും കൂടെ, നോഹയുടെ നാളുകളിൽ പ്രളയം വന്നെങ്കിലും ഭൂമിയും തണ്ണീരിൽ മുഴുകവില്ല. മുഴു ഭൂമിയും വെള്ളത്തിൽ ആണ്ടുപോയി. പർവ്വതത്തുക്ക് മേലെ 15 മുഴം തണ്ണീർ കാണപ്പെട്ടു. അരാരത്ത് പർവ്വതത്തിന് മുകളിൽ 15 മുഴം വെള്ളമുണ്ടായിരുന്നു. ദേവനുക്ക് ഭൂമിയും തണ്ണീരുക്കുൾ മുഴുകവില്ല. മുഴുഭൂമി വെള്ളത്തിൽ ആണ്ടുപോയില്ല. ദൂതരുടെ കാലത്തിലെ തണ്ണീർ പെരുക്കത്തിനാൽ, എന്നാൽ ദൂതന്മാരുടെ കാലത്തിലെ പ്രളയത്തിൽ മുഴുഭൂമിയും തണ്ണീരുക്കുൾ മുഴുകിവിട്ടത്, വെള്ളത്തിൽ ആണ്ടുപോയി. പരിശുദ്ധാവിയാനവർ അസവാടിക്കൊണ്ടിരുന്നു. പരിശുദ്ധാത്മാ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ദേവൻ ഭൂമിയെ പുതുപ്പിത്താർ. പിന്നീട് ദൈവം ഭൂമിയെ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. വെളിച്ചമുണ്ടായി. വെട്ടാന്തരം ഉണ്ടാക കടവതെന്ന് சொன்ன വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. തണ്ണീരെല്ലാം ഒരു പകുതിയിൽ കൂട്ടിനാർ. വെള്ളവലിന്റെ പേരിട്ടാർ. അതിന് സമുദ്രം എന്ന് പേര്. വെട്ടാന്തരമാനിടത്തേക്ക് ഭൂമി എന്ന് പേരിട്ടാർ. കരയ്ക്ക് ഭൂമി എന്ന് പേര്. 6 നാളുകൊണ്ട് എല്ലാവറ്റെയും ദേവൻ സൃഷ്ടിച്ചു. 6 ദിവസം കൊണ്ട് ദൈവം എല്ലാം സൃഷ്ടിച്ചു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് കാട്ടുമൃഗങ്ങളെയും നാട്ടുമൃഗങ്ങളെയും 6-ാം നാളിൽ സൃഷ്ടിച്ചു. കടസിയാക അവസാനമായി ദേവൻ എന്നെ சொன்னார். ദൈവം എന്ത് പറഞ്ഞു? അതുവരെയും എല്ലാവറ്റെയും സൃഷ്ടിത്താർ എന്ന് പാർக்கிறோം. അതുവരെയും എല്ലാം ദൈവം സൃഷ്ടിച്ചു എന്ന് വായിക്കുന്നു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. എന്നാൽ 6-ാം നാളിൽ മനുഷ്യരുടെ വിഷയത്തിൽ വരുമ്പോൾ, എന്നാൽ 6-ാം ദിവസം മനുഷ്യരുടെ കാര്യത്തിൽ നമ്മുടെ സദൃശ്യത്തിൽ, നമ്മുടെ രൂപത്തിൻപടി, നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുവോമോ. മനുഷ്യനെ ഉണ്ടാക്കാം. സൃഷ്ടിക്കുകയല്ല. മനുഷ്യനെ ദേവൻ സൃഷ്ടിക്കവില്ല. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചില്ല. മനുഷ്യനെ ദേവൻ ഉണ്ടാക്കി. മനുഷ്യനെ ദൈവം ഉണ്ടാക്കി. 100-ാം സംഗീതം 3-ാം വചനത്തെ വാസിക്കുമ്പോൾ, 100-ാം സങ്കീർത്തനം 3-ാം വാക്യം, നാമല്ല ദേവനെ നമ്മെ ഉണ്ടാക്കിനാർ. നാമല്ല ദൈവം തന്നെ നമ്മെ മെടഞ്ഞു. നാം ദൈവത്തെ ഉരുവാക്കവില്ല. നാം ആരും ദൈവത്തെ ഉരുവാക്കിയില്ല. നാമല്ല
ദേവനെ നമ്മെ ഉണ്ടാക്കിനാർ. ദൈവം നമ്മെ മെടഞ്ഞു ഉരുവാക്കി. ദേവനുക്ക് മഹിമ. ദൈവത്തിന് തമത് സായലാകവും തമത് രൂപത്തിൻപടിയും മനുഷ്യനെ ഉണ്ടാക്കിനാർ. തന്റെ സ്വരൂപത്തിൽ തന്റെ സദൃശപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കി. അവരുടെ സായൽ എന്ന് ചൊല്ലുമ്പോൾ തന്റെ സദൃശ്യം എന്ന് പറയും ദൈവിക സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു, ദൈവിക സ്വഭാവത്തെ കാണിക്കുന്നു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അതാ ദേവ സായൽ. അതാണ് രൂപം എന്നത് ദൈവത്തിന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ സായൽ എന്നത് അൻപെ വെളിപ്പെടുത്തുന്നത്. സാദൃശ്യം എന്നുള്ള സ്നേഹത്തെ കാണിക്കുന്നു. സായൽ അൻപെ വെളിപ്പെടുത്തുന്നത്. അവന്റെ സാദൃശ്യം സ്നേഹത്തെ. രൂപം എന്നത് അവരുടെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നത്. രൂപം എന്നുള്ളത് തന്റെ സ്വഭാവത്തെ. നാം പരിശുദ്ധാവിനാൽ നമ്മെ പുതുപ്പിച്ച വേളയിൽ, പരിശുദ്ധാത്മാവിനെ നമ്മെ പുതുപ്പിച്ചപ്പോൾ, എഫേസ്യർ 4-ാം അധികാരം 23-24 വസനങ്ങളെ വാസിക്കുമ്പോൾ, എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 23-24 ഉള്ളത്തിലെ പുതുതാൻ ആവി ഉള്ളവർകളാകി നിങ്ങളുടെ ഉള്ളിൽ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച് നിങ്ങൾ മെയ്യാന നീതിയിലും പരിശുദ്ധത്തിലും ദേവസായലാക സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിത്തുകൊണ്ടിരിക്കുക. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളും. ദൈവിക സ്വഭാവം നീതി പരിശുദ്ധം എന്നത് ദേവനുടെ സ്വഭാവം. ദൈവത്തിന്റെ സ്വഭാവമാണ് നീതി വിശുദ്ധി. ദേവനുടെ രൂപം അതാണ് ദൈവത്തിന്റെ രൂപം. സായൽ എന്നത് ദേവ അൻപ്. സാദൃശ്യം എന്ന് പറയുന്ന ദേവനുടെ അൻപിനാലും ദൈവിക സ്വഭാവത്തിലും ദേവൻ മനുഷ്യനെ ഉരുവാക്കിനാർ. ദൈവസ്നേഹത്തിലും ദൈവിക സ്വഭാവത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഇപ്പടി മനുഷ്യനെ സൃഷ്ടിക്കുന്നതുക്കാക, ഇങ്ങനെ മനുഷ്യനെ സൃഷ്ടിക്കേണ്ടതിനായി ഉലകത്തോറ്റത്തുക്ക് മുന്നമേ, ലോകസ്ഥാപനത്തിന് മുൻപ് നടന്ന സംഭവങ്ങൾ എന്നെ, അവിടെ നടന്ന സംഭവം എന്താ? യേശു തൃത്വത്തിൽ രണ്ടാം ദൈവം. എന്തിനായി? തൃത്വത്തിൽ രണ്ടാം ദൈവമായി യേശു. അവരെയും കൊണ്ട് താൻ എല്ലാവറ്റെയും സൃഷ്ടിത്ത, താൻ മുഖാന്തരമാണ് സകലവും സൃഷ്ടിച്ചത്. യേശുവെ, ആ യേശുവിനെ അവർ അഭിഷേകം ചെയ്തു. യേശു എപ്പോൾ അഭിഷേകം പണ്ണപ്പെട്ടാൽ, യേശു എപ്പോഴാണ് അഭിഷേകം ചെയ്യപ്പെട്ടത്? യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴി യോർദാൻ നദിയിൽ ജ്ഞാനസ്നാനം എടുക്കുമ്പോൾ പരിശുദ്ധാവിയാനവർ പ്രാവെ പോലെ വന്നിറങ്ങിനാർ. അപ്പോത് താൻ യേശു അഭിഷേകം പണ്ണപ്പെട്ടാർ ചൊല്ലുവാർകൾ. യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകനാൽ സ്നാനം എടുത്തപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവ് രൂപത്തിൽ തന്റെ മേൽ വന്നു. അപ്പോഴാണ് യേശു അഭിഷേകം പ്രാപിച്ചത്. എപ്പോഴും അഭിഷേകം പണ്ണപ്പെട്ട യേശു എപ്പോഴാണ് അഭിഷേകം ചെയ്യപ്പെട്ടത്? വേദം തെളിവാക ചൊല്ലുகிறது. ബൈബിൾ വ്യക്തമായി പറയുന്നു, ലോകത്തോറ്റത്തുക്ക് മുന്നമേ അവരെ അഭിഷേകം ചെയ്ത, ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം തന്നെ അഭിഷേകം ചെയ്തു. നീതിമൊഴികൾ 8-ാം അധികാരം 23-ാം വസനം തമിഴിൽ വാസിங்க. സദൃശ്യവാക്യം 8-ാം അധ്യായം 23-ാം വാക്യം. 8-ാം അധികാരം 23-ാം വസനം. സദൃശ്യവാക്യങ്ങൾ 8-23. ഭൂമി ഉണ്ടാകും മുന്നും ആദി മുതற்കൊണ്ട് അനാദിയായി ഞാൻ അഭിഷേകം പണ്ണപ്പെട്ടേൻ. ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഉലകത്തോറ്റത്തുക്ക് മുന്നമേ, ലോകസ്ഥാപനത്തിന് മുമ്പേ ദേവൻ അവരെ അഭിഷേകം ചെയ്ത, ദൈവം തന്നെ അഭിഷേകം ചെയ്തു. അഭിഷേകത്തിനാല് താൻ എല്ലാവറ്റെയും ദേവൻ സൃഷ്ടിത്ത, അഭിഷേകത്താലാണ് ദൈവം എല്ലാം സൃഷ്ടിച്ചത്. മെൽക്കിസദേക്കിൻ മുറമയിൻപടി എല്ലാം ദേവൻ ചെയ്യുകിன்ற, മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം ദൈവം എല്ലാം ചെയ്യുന്നു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അതിനാല താൻ എഫേസ്യർ 1-ാം അധികാരം 1-ാം വസനത്തിൽ നാം വാസിത്തപ്പോത്, അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 1-ന്റെ 1 വായിച്ചത്. ക്രിസ്തുവുക്കുൾ നമ്മെ തെരഞ്ഞെടുത്താർ എന്ന് നാം വാസിக்கிறோം. ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തു എന്ന് നാം വായിക്കുന്നു. ക്രിസ്തു എന്ന് சொன்னால் അർത്ഥം എന്നാ? ക്രിസ്തു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ക്രിസ്തു എന്ന് சொன்னால் അഭിഷക്തൻ. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ. അഭിഷക്തനാകിയ ഒരു ദൈവം അങ്ങ് ഇരുന്താർ. അഭിഷിക്തനായ ഒരു ദൈവമുണ്ട് അവിടെ ഉണ്ടായിരുന്നു. രണ്ടാം ആളത്വം, അതാണ് ത്രിത്വത്തിൽ രണ്ടാമത്തെ ആളത്വം. യേശു ക്രിസ്തു, അതാണ് യേശു ക്രിസ്തു. അതാ ക്രിസ്തു, അതാണ് ക്രിസ്തു. അഭിഷേകം പണ്ണപ്പെട്ടവർ, അഭിഷേകം ചെയ്യപ്പെട്ട, ഉലകത്തോറ്റത്തുക്ക് മുന്നമേ, ലോകസ്ഥാപനത്തിന് മുൻപ് അഭിഷേകം പണ്ണപ്പെട്ട ഒരുവർ ഇരുന്നാറിന്റെ നാം വിളങ്ങിക്കൊള്ള, അഭിഷിക്തനായ ഒരുവനുണ്ടായിരുന്നു നാം മനസ്സിലാക്കണം. അവർ മൂലமாக ദേവൻ എല്ലാവറ്റെയും സൃഷ്ടിത്താർ. താൻ മുഖാന്തരം ദൈവം എല്ലാം സൃഷ്ടിച്ചു. അന്ത ദേവൻ എന്നെ ചെയ്താർ, ആ ദൈവം എന്ത് ചെയ്തു? മേലെ നാം വേദത്തിൽ വാസിക്കുമ്പോൾ, വീണ്ടും നാം ബൈബിൾ വായിക്കും. പേതുരു 1-ാം അധികാരം 20-ാം വസനത്തിൽ 1 പത്രോസ് 1-ാം അധ്യായം 20-ാം വാക്യം എന്നാ വാസിக்கிறோம்? അവിടെ എന്ത് വായിക്കുന്നു? അവർ ഉലകത്തോറ്റത്തുക്ക് മുന്നമേ കുറിക്കപ്പെട്ടാർ. ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ മുന്നറിയപ്പെട്ടവൻ. ഉലകത്തോറ്റത്തുക്ക് മുന്നമേ അവർ കുറിക്കപ്പെട്ടാർ. ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവൻ. രണ്ടാമത് വെളിപ്പെടുത്തൽ 13-ാം അധികാരം 8-ാം വസനത്തിൻപടി, വെളിപ്പാട് 13-ന്റെ 8 പ്രകാരം ഉലകത്തോറ്റം മുതൽ അടിക്കപ്പെട്ടാർ എന്ന് നാം വാസിக்கிறோം. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട എന്ന് വായിക്കുന്നു. ഉലകത്തോറ്റം മുതൽ അടിക്കപ്പെട്ടാർ, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട. ഇനി
1 പേതുരു 1-ാം അധികാരം 20-ാം വചനത്തിന്റെ കടേശി പകുതിയിൽ 1 പത്രോസ് 20-ാം അധ്യായത്തിന്റെ 1-ാമത്തെ 20-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് വെളിപ്പെട്ടാർ, അന്ത്യകാലത്ത് അവൻ വെളിപ്പെട്ടു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. കടേശി നാൾക്കളിൽ വെളിപ്പെട്ടാർ, അന്ത്യകാലത്ത് വെളിപ്പെട്ടു. അതാ മറിയാളുടെ കുമാരനാകെ അവർ വെളിപ്പെട്ടാർ. അതാണ് മറിയയുടെ പുത്രനായി അവൻ ജനിച്ചത്. യേശു എപ്പോത് പുറപ്പെട്ടാർ? അപ്പോൾ യേശു പുറപ്പെട്ടത് എപ്പോഴാണ്? എപ്പോത് യേശു പുറപ്പെട്ടാർ? യേശു എപ്പോൾ പുറപ്പെട്ടു? മീക 5-ാം അധികാരം 2-ാം വചനത്തിനുടെ കടേശി പകുതിയിൽ വാസിക്കുമ്പോൾ, മീക 5-ാം അധ്യായം 2-ാം വാക്യം, മീക 5-ാം അധികാരം 2-ാം വചനത്തിൻ കടേശി പകുതി, മീക 5-ാം അധ്യായം പുറപ്പെടുതൽ, തന്റെ പുറപ്പാട്, அவருடைய புறப்படுதல் அநாதி நாட்களாகிய പൂർവത്തിനുടേത്. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. മറിയാളിലൂടെ വെളിപ്പെട്ടതല്ല, അത് മറിയയോട് വെളിപ്പെട്ടതാണ്. കടേശി നാൾക്കളിൽ അവർ വെളിപ്പെട്ടാർ, അത് അന്ത്യകാലത്ത് താൻ വെളിപ്പെട്ടതാണ്. ஆனால் അവർ എപ്പോത് പുറപ്പെട്ടു വന്നാൽ, എന്നാൽ താൻ പുറപ്പെട്ടു വന്നത് എപ്പോഴാണ്? ആദി നാൾകളിലെ പുറപ്പെട്ടു വന്ന, അനാദി നാളുകളിലെ പുറപ്പെട്ടു. അതിനാൽ താൻ ആദിയിൽ ദേവൻ വാനത്തെയും ഭൂമിയെയും സൃഷ്ടിത്താർ എന്ന് വേദത്തിൽ വാസിക്കുന്നു. അതുകൊണ്ടാണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് ബൈബിൾ വായിക്കുന്നത്. ആദി എന്റെ ഒരു കാലമുണ്ട്, ആദി എന്നൊരു കാലമുണ്ട്. ആദി മുന്തിയുള്ള കാലം താൻ അനാദി കാലം. ആദിക്ക് മുൻപുള്ള കാലമാണ് അനാദി. ആദി അതൊരു കാര്യത്തിന് തുവക്കം. ആദി എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിന്റെ ആരംഭമാണ്. ദേവൻ വാനത്തെയും ഭൂമിയെയും സൃഷ്ടിത്താർ. ആദിയിൽ എന്ന് പറയും. ആദിക്ക് മുന്തിയ ഒരു കാലമുണ്ട്, ആദിക്ക് മുൻപ് ഒരു കാലമുണ്ട്, അനാദികാലം. അത് അനാദികാലമാണ്. വേദത്തിൽ നാം വാസിக்கிறோம். അതുകൊണ്ടാണ് ബൈബിൾ നാം വായിക്കുന്നത്. അനാദി ദേവനെ ഉനക്ക് അടയ്ക്കലം, അനാദി ദൈവം നിന്റെ സങ്കേതം, ഭുജമേ ഉനക്ക് നിത്യ ആധാരം. അവന്റെ ഭുജമാണ് നിനക്ക് ആധാരമായിരിക്കുന്നത്. ദേവന് അനാദികാലത്തിലെ ദേവൻ, ദൈവം അനാദികാലത്തിലുള്ള ദൈവം. അപ്പൊ അനാദികാലം ഒന്നുണ്ട്, അനാദികാലം എന്നുണ്ട്. അപ്പോൾ ദേവനെ അഭിഷേകം പണ്ണപ്പെട്ട്, അപ്പോൾ ദൈവം അഭിഷേകം ചെയ്യപ്പെട്ടു പുറപ്പെട്ടു വന്നു, സൃഷ്ടിക്കേണ്ടതിനായിട്ട് പുറപ്പെട്ടു വന്നു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അപ്പൊ അവരുടെ സൃഷ്ടിப்புக்கு നോക്കം എന്നെ, സൃഷ്ടിയുടെ ഉദ്ദേശം എന്താണ്? നാം സൃഷ്ടിക്കപ്പെടുന്ന മനുഷ്യൻ അവൻ പൂർണ്ണനാക്കപ്പെട്ട് അവനും നാമും ഒന്നാകെ കാണപ്പെടവേ. അവനും നാമും ഒന്നായി തീരണം. ദേവനും സിംഹവും ഒന്നായിരിക്ക മുടിയാതെ, ദൈവത്തിനും സിംഹത്തിനും ഒന്നായിരിക്കാൻ കഴിയില്ല. മറ്റു സൃഷ്ടികളിൽ എന്തും ഒന്നായിരിക്ക മുടിയാതെ. ദൈവത്തിന്റെ മറ്റു സൃഷ്ടികളൊന്നുമായി എത്രയോ സൃഷ്ടികളെ നാം പാർക്കലാം. എത്ര സൃഷ്ടികളെ നമുക്ക് കാണാം. സൗരയൂഥത്തെ പാർത്താൽ, സൗരയൂഥത്തെ നോക്കിയാൽ എത്രയോ വിധമായ നക്ഷത്രങ്ങളുണ്ട്, എത്രയോ നക്ഷത്രങ്ങളുണ്ട്. അത് സോളാർ സിസ്റ്റം എന്ന് சொல்லுவது, അത് സൗരയൂഥം എന്നറിയപ്പെടുന്നു. അതെല്ലാം സൃഷ്ടികൾ താൻ, അതെല്ലാം സൃഷ്ടികളാണ്, അതെല്ലാം അഴിവുകൂറിയത്, അതെല്ലാം നശിച്ചു പോകുന്നതാണ്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അതിലൊരു ചെറിയ നക്ഷത്രം താൻ സൂര്യൻ, അതിലൊരു ചെറിയ നക്ഷത്രമാണ് സൂര്യൻ. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. இந்த സൂര്യനും ദേവനും ഒന്നായിരിക്ക മുടിയാതെ, ഈ സൂര്യനും ദൈവത്തിനും ഒന്നായിരിക്കാൻ കഴിയില്ല. സൂര്യനുക്കുള്ള ദേവൻ വാസം പണ്ണ മുടിയാതെ, ആ സൂര്യനിൽ ദൈവത്തിന് വസിപ്പാൻ കഴിയില്ല. ദേവൻ വാസം പണ്ണുമ്പടി, അതിനായി ദൈവം വസിക്കേണ്ടത് തന്റെ രൂപത്തിൽ, തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യൻ அந்த അനുഭവത്തെ നിലമയെ അവൻ വീണാക്കി വിട്ടാർ. എന്നാൽ മനുഷ്യൻ ആ അനുഭവത്തെ, ആ നിലവാരത്തെ വൃഥാവാക്കി കളഞ്ഞു. 7 ആശീർവാദങ്ങളെ ഇഴந்ததாக നാം വേദത്തിൽ വാസിക്കുന്നു. 7 അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടതായിട്ട് വേദപുസ്തകത്തിൽ യേശുക്രിസ്തു മൂലമായി 7 വിധ ആശീർവാദങ്ങൾ നാം പെറ്റുകൊള്ളും. 7 അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. നാം എല്ലാവരും அந்த 7 വിധ ആശീർവാദങ്ങൾ പെറ്റവர்கள். ഇവിടെ നാം എല്ലാവരും ആ 7 വിധ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു. നിത്യജീവനുണ്ട്, നമുക്കൊരു നിത്യജീവനുണ്ട്, നമുക്ക് ദേവസായലുണ്ട്, നമുക്ക് ദൈവസദൃശ്യമുണ്ട്, അന്യോന്യമുണ്ട്, നമുക്ക് കൂട്ടായ്മയുണ്ട്, മഹിമയുണ്ട്, നമുക്കൊരു തേജസ്സുണ്ട്, നമുക്കൊരു ആളുകയുണ്ട്, നമുക്കൊരു വാഴ്ചയുണ്ട്, നമുക്കൊരു നിത്യ സ്വതന്ത്രമുണ്ട്, നിത്യ അവകാശമുണ്ട്, നമുക്കൊരു അഴിയായ്മയുണ്ട്, നമുക്കൊരു അദ്രവത്വമുണ്ട്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. 7 ആശീർവാദത്തെ പെറ്റ് നാം ഇൻഡേക്ക് ജീവിக்கிறோம். ആ 7 അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ട് നാം ജീവിക്കുന്നു. ആദാം அந்த ആശീർവാദങ്ങൾ ഇഴந்தതുപോലെ ആദാം ആ അനുഗ്രഹം നഷ്ടപ്പെട്ടു, ആശീർവാദത്തെ ഇഴந்து പോകാതെപടിക്ക് കാത്തുകൊള്ളവേ. നാം ആ അനുഗ്രഹം നഷ്ടമാകാതെ സൂക്ഷിക്കണം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഇഴந்து പോന്നാൽ, നഷ്ടപ്പെടുത്തിയാൽ ഒരു മനുഷ്യനാകെ കാണക്കൂടും, വെറും പുരുഷനായി അല്ലെങ്കിൽ സ്ത്രീയായി കാണപ്പെടും. ആലോചന എന്നത്, ദൈവത്തിന്റെ ആലോചന, മനുഷ്യനും ദേവനും ഒന്നാക്കപ്പെട വേണം, മനുഷ്യനും ദൈവവും ഒന്നായി തീരണം. അതുക്കാக ദേവൻ മനുഷ്യനെ സൃഷ്ടിച്ചു, അതിനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അവരുടെ
നിർണയം എന്ന് சொல்லப்படுகிறது. അത് തന്റെ നിർണയം എന്ന് വായിക്കുന്നു. ആലോചനയും തീരുമാനവും, ആലോചനയും നിർണയവും. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അവരെല്ലാവറ്റെയും ചെയ്താർ, താൻ എല്ലാം ചെയ്തു. ஆனால் ஆதாம் நஷ்டப்படுத்தினபடியினால், ആദാം അത് നഷ്ടമാക്കിയത് കൊണ്ട് மறுபடியும் இயேசு கிறிஸ்து மூலமாக വീണ്ടും യേശു ക്രിസ്തു മൂലമായി எல்லாவற்றையும் புதுப்பித்தார். വീണ്ടും എല്ലാം പുതുപ്പിച്ചു. அதுக்கு தான் இந்த കடைசி നാൾകളിൽ അതിനായിട്ടാണ് ഈ അന്ത്യകാലം മെൽക്കിസദേക്കിൻ മുറമയിൻപടി മൽക്കീസദേക്കിന്റെ ദേവൻ ക്രമപ്രകാരം ഒരു ഊഴിയത്തെ ആരംഭിത്താർ. ദൈവം ഒരു വേലയെ ആരംഭിച്ചു, ദേവസഭയെ ആരംഭിത്താർ. ഒരു ദൈവസഭ ആരംഭിച്ചു. ദേവസഭയുടെ നോക്കം എന്ന്, ദൈവസഭയുടെ ഉദ്ദേശം എന്താണ്? 110 സംഗീതം 3-4 വസനങ്ങളെ വാസിക്കുമ്പോൾ 110 സങ്കീർത്തനത്തിന്റെ 3-4 വാക്യങ്ങൾ മെൽക്കിസദേക്കിൻ മുറമയിൻപടിയുള്ള ദേവനുടെ ഊഴിയത്തിൻ നോക്കത്തെ കുറിച്ച് വാസിக்கிறோம். മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ദൈവത്തിന്റെ വേലയുടെ ഉദ്ദേശത്തെ കുറിച്ച് 3-ാം വസനത്തെ വാസിക്കുമ്പോൾ 3-ാം വാക്യത്തിൽ വായിക്കും, അവர்கள் உமது பராக்கிரமத்தின் നാളിലെ உம்முடைய ജനങ്ങൾ മനഃപൂർവവും പരിശുദ്ധ അലങ്കാരമുള്ളവരുമായി இருக்க வேண்டும். ദേവസഭയാണത് മനഃപൂർവമുള്ള സഭയായിരിക്കണം. ദൈവസഭ എന്നുള്ളത് സ്വമേധാദാനമായി അല്ലെങ്കിൽ മനഃപൂർവ്വമുള്ള സഭ. നാളിലെ എന്റെ ഒരു നാളെ കുറിച്ച് വാസിക്കും. സേനാ ദിവസത്തിൽ എന്നൊരു ദിവസത്തെ കുറിച്ച് വായിക്കും. പരാക്രമത്തിൻ നാൾ എന്ന് சொன்னால் என்ன? സേനാ ദിവസം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാവിൻ അഭിഷേകം പെറ്റുകൊള്ളുകിற നാൾ. അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിക്കുന്ന ദിവസം. പരിശുദ്ധാവിൻ അഭിഷേകത്തെ പെറ്റുകൊള്ളുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിക്കും. പരാക്രമശാലിയാക മാറ്റപ്പെടുക. നാം ഒരു പരാക്രമശാലിയായി തീരുന്നു. നാമും ദേവനും ഒന്നാക്കപ്പെടുகிறோം. നാമും ദൈവവും ഒന്നായി തീരുന്നു. യോഹന്നാൻ 14-ാം അധികാരം 20-ാം വസനത്തെ വാസിക്കുമ്പോൾ യോഹന്നാൻ 14:20 പിതാവിലും നിങ്ങൾ എന്നിലും ഇരുപ്പത് അന്നാളിൽ അറിവീர்கள். ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും എന്ന് അന്നാളിൽ അറിയും. ഇവിധமாக അഭിഷേകത്തിനാൽ, ഇപ്രകാരം അഭിഷേകത്താൽ പരാക്രമത്തിൻ നാളിലെ സേനാ ദിവസം ഒരു ശരീരமாக സഭയാക മാറ്റപ്പെട്ടു. നാം ഒരു ശരീരമായി സഭയായി മാറ്റപ്പെട്ടു. അഭിഷേകം പെറാത്തവർ ദേവസഭയല്ല. അഭിഷേകം പ്രാപിക്കാത്തവർ ദൈവസഭയല്ല. അഭിഷേക പരിശുദ്ധ സഭ എന്ന് சொல்ல വേണ്ടുമാനാൽ സഭ എന്ന് പറയണമെങ്കിൽ അഭിഷേകം അന്യഭാഷ അടയാളത്തുടൻ പെറ്റുകൊള്ള വേണ്ടും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്യഭാഷ അടയാളത്തോടുകൂടെ പ്രാപിക്കണം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. മഹിമയെ പെറ്റവർ താൻ ദേവസഭ. തേജസ് പ്രാപിച്ചവരാണ് ദൈവസഭ. കൂടാരത്തെ ആശ്ചര്യപ്പ് കൂടാരം എന്ന് അഴക്ക വേണ്ടുമാനാൽ ആ കൂടാരത്തെ സമാഗമന കൂടാരം എന്ന് വിളിക്കണം. മഹിമ കാണപ്പെട വേണം. അവിടെ ഒരു തേജസ് കാണപ്പെടണം. യാത്രാഗമം 40-ാം അധികാരം 36-ാം വസനത്തെ നാം വാസിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിന്റെ 36-ാം വാക്യം വായിക്കുമ്പോൾ എന്നെ വാസിக்கிறோம். എന്ത് വായിക്കുന്നു? അപ്പോൾ ഒരു മേഘം വന്നത്, ഒരു മേഘം വന്നു. அந்த മേഘത്തിലിരുന്ന് മഹിമയാനത് കൂടാരത്തെ നിറപ്പിച്ചു. ആ മേഘത്തിൽ നിന്നുള്ള തേജസ് കൂടാരത്തെ നിറച്ചു. അത് ആശ്ചര്യപ്പ് കൂടാരமாக മാറിവിട്ടത്. അപ്പോൾ അത് സമാഗമന കൂടാരമായി മാറി. ദേവനുടെ കൂടാരமாக മാറിവിട്ടു. അതായത് ദൈവത്തിന്റെ കൂടാരമായി തീർന്നു. അങ്ങ് മോശയുടെ കൂടാരമുണ്ട്. എന്നാൽ അവിടെ മോശയുടെ കൂടാരമുണ്ട്. അതിന്റെ കൂടാരത്തിനുടെ കിഴക്ക് പകുതിയിൽ ആ കൂടാരത്തിന്റെ കിഴക്ക് ഭാഗത്ത് മോശയുടെ കൂടാരം, അഹരോന്റെ കൂടാരം, ആരോനിൻ പിള്ളകളുടെ കൂടാരം, ആരോന്റെ മക്കളുടെ കൂടാരം, അതിന്റെ തെൻപകുതിയിൽ അതിന്റെ തെക്ക് ഭാഗത്ത് കഹാത്യരുടെ കൂടാരം, കഹാത്യരുടെ കൂടാരം, അതിന്റെ മേற்கு പകുതിയിൽ അതിന്റെ വടക്ക് ഭാഗത്ത്, മേற்கு പകുതി പടിഞ്ഞാറ് ഭാഗത്ത് മെരാര്യരുടെ കൂടാരം, വടദിശയിലെ വടക്ക് ഭാഗത്ത് ഗെർശോന്യരുടെ കൂടാരം. ഇവിടെ ചുറ്റിലും കൂടാരങ്ങളുണ്ട്. അതിന്റെ ചുറ്റുപാടും കൂടാരം. ചുറ്റിലും അതിന്റെ ഈ ഭാഗത്ത് നാം മറ്റു കൂടാരങ്ങളെ പാളയത്തെ പാർക്കലാം. മറ്റ് പാളയങ്ങൾ കൂടാരങ്ങൾ കാണാം. രൂപൻ പാളയം ഇറങ്ങിനാർ, രൂപൻ പാളയം, സിമിയോൻ പാളയം ഇറങ്ങി, മറ്റേ യോസേഫിന്റെ പാളയം, യോസേഫിന്റെ 12 പാളയത്തെ നാം പാർക്കണം. 12 പാളയങ്ങളെ നമുക്ക് ചുറ്റിലും കാണാം. എന്നാൽ മഹിമ കൂടാരത്തിൽ വന്നു വിട്ടത്. എന്നാൽ തേജസ് കൂടാരത്തിലാണ്. ദേവനുടെ കൂടാരமாக മാറിവിട്ടത്. അതാണ് ദൈവത്തിന്റെ കൂടാരമായി. മോശയുടെ കൂടാരം ദേവനുടെ കൂടാരമായി മാറവില്ല. മോശയുടെ കൂടാരം ദൈവത്തിന്റെ കൂടാരമായി. രൂപന്റെ കൂടാരം ദേവ കൂടാരമായി മാറവില്ല. അവന്റെ കൂടാരം ദൈവത്തിന്റെ കൂടാരമായി തീർന്നില്ല. അതിനകത്ത് മഹിമയില്ല. കാരണം അതിൽ തേജസ് ഇല്ല. പാട്ട് ജപങ്ങൾ എല്ലാം പാട്ടും പ്രാർത്ഥനകളും എല്ലാം നീതിമാൻകളിൻ കൂടാരങ്ങൾ ജയത്തിനുടെ ഗംഭീര സത്തം കേൾക്കുമെന്ന് നാം സംഗീതത്തിൽ വാസിക്കുന്നു. നീതിമാന്റെ കൂടാരത്തിൽ ജയഘോഷമുണ്ട് എന്ന് സംഗീതത്തിൽ പാട്ടുണ്ടായിരിക്കാം, പ്രാർത്ഥന ഉണ്ടായിരിക്കാം, വചന വായന മാറ്റപ്പെട വേണ്ടുമാനാൽ സഭയായി തീരണമെങ്കിൽ ഒരു പാട്ടോ ജപമോ ഇരുന്നാൽ പോതാ. ഒരു പാട്ടോ പ്രാർത്ഥനയോ മറ്റും മാത്രം പോരാ. മഹിമയെ പെറ്റുകൊള്ള വേണ്ടും. ദൈവ തേജസ് പ്രാപിക്കും. കൂടാരത്തിൽ മഹിമ വന്നിറങ്ങിനത്. ഈ കൂടാരത്തിൽ തേജസ് വന്നിറങ്ങി. ദേവനുടെ കൂടാരമായി
கூடாரமாக மாற்றப்பட்டது. അപ്പോൾ അത് ദൈവത്തിന്റെ കൂടാരമായി തീർന്നു. ഇതുപോലെ சாலமோனின் நாட்களிலும் ശലോമോന്റെ നാളുകളിലും രാജാക്കൾ 8-ാം അധികാരം 10-ാം വചനത്തിൻപടി 1 രാജാക്കന്മാർ 8-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ശലോമോൻ ദേവനെ കൊണ്ടൊരു ആലയം കെട്ടിനാർ. ശലോമോൻ ദൈവത്തിനായി ഒരു ആലയം പണിതു. BC 970-ാം ആണ്ടിൽ ആലയം കെട്ടപ്പെട്ടത്. BC 970-ൽ ആലയം പണിയപ്പെട്ടു. 7 വർഷം കൊണ്ട് ആലയം കെട്ടിനാർ. 7 വർഷം കൊണ്ട് ആലയം പണിതു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. அந்த ஆலயத்தை அவன் பிரதிஷ்டை செய்கிற வேளையில் ആലയത്തെ അവൻ പ്രതിഷ്ഠിക്കുമ്പോൾ ഷക്കൈനാ വന്ന് ഇറങ്ങി, ദൈവത്തിന്റെ ഷെഖൈന വന്ന് ഇറങ്ങി. அப்போதுதான் தேவனுடைய ஆலயமாக மாற்றப்பட்டது. അപ്പോഴാണ് അത് ദൈവത്തിന്റെ ആലയമായി മാറിയത്. അതുവരെയും അതൊരു കെട്ടിടം താൻ, അതുവരെ അതൊരു കെട്ടിടം മാത്രമാണ്. എന്നാൽ മഹിമ വന്ന് ഇറങ്ങിന പോലെ, എന്നാൽ തേജസ് വന്ന് ഇറങ്ങിയപ്പോൾ ആലയமாக മാറ്റപ്പെട്ടു. അതൊരു ആലയമായി മാറി. ഇതുപോലെ നീ ദേവസഭയാക, നിങ്ങൾ ദൈവസഭ, ദൈവാലയമായി, ദേവൻ തങ്കും ഇടമായി, ദൈവം വസിക്കുന്ന ഇടമായി മാറ്റപ്പെട വേണ്ടും. നിങ്ങൾ മാറ്റപ്പെടണമെങ്കിൽ രക്ഷിക്കപ്പെട്ടാൽ പോരാ, ജ്ഞാനസ്നാനം എടുത്താൽ പോരാ, ജലസ്നാനം സ്വീകരിച്ചാലും പോരാ. ഉനക്കുള്ള പാട്ടും ജപവും വേദവാസിപ്പും എല്ലാം ഇരിക്കലാം. നിങ്ങൾ പാട്ടും പ്രാർത്ഥനയും വചനവായനയും എല്ലാം കാണപ്പെട്ടു. നീതിമാൻ താൻ, നിങ്ങളൊരു നീതിമാനാണ്. നീതിമാനിൻ കൂടാരങ്ങളിൽ ജയത്തിൻ ഗംഭീര സത്വമുണ്ട്. നീതിമാന്റെ കൂടാരങ്ങൾ ജയത്തിന്റെ ഘോഷമുണ്ട്. ദേവാലയமாக നീ മാറ്റപ്പെട വേണ്ടും. എന്നാൽ ദൈവാലയമായി നിങ്ങൾ മാറണമെങ്കിൽ അഭിഷേകം പെറ്റുകൊള്ള വേണ്ടും, അഭിഷേകം പ്രാപിച്ചുകൊള്ളണം. അതാണ് സേനാ ദിവസം. അഭിഷേകം പെറ്റുകൊള്ള വേണ്ടും, അഭിഷേകം പ്രാപിക്കണം. അഭിഷേകം പെറ്റുകൊള്ളും പോലെ, അഭിഷേകം പ്രാപിക്കുമ്പോൾ ഒരു പരാക്രമശാലികൾ, നാം യുദ്ധവീരന്മാരായി മാറുന്നു. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ആ പരാക്രമശാലികൾക്ക് 2 ദൈവിക സ്വഭാവങ്ങൾ തേവ. ആ പരാക്രമശാലികൾക്ക് 2 ദൈവിക സ്വഭാവങ്ങൾ വേണം. അവർ മനഃപൂർവ്വമുള്ളവരായി ഇരിക്ക വേണം. ഒന്നാമത് അവർ സ്വമേധ അല്ലെങ്കിൽ മനഃപൂർവ്വമുള്ളവരായി തീരണം. നമ്മൾ മനഃപൂർവ്വമാക, അതുകൊണ്ടാണ് നാം മനഃപൂർവ്വമായി വീട്ടിൽ വന്ന് ദൈവത്തിന്റെ വീട്ടിൽ പല പല ജോലികൾ ചെയ്യുന്നത്. ഈ കൺവെൻഷനിലും പല ജോലികൾ ചെയ്തു. കിച്ചണിലെ ജോലി, മാർക്കറ്റിംഗ് ജോലി, എത്ര ജോലികൾ ചെയ്തു. ആർക്കും ശമ്പളമില്ല, ഒന്നുമില്ല. എന്നാൽ മനഃപൂർവ്വമുള്ളവർ, എന്നാൽ ജനങ്ങൾ, ദൈവജനം മനഃപൂർവ്വമുള്ളവരാக കാണപ്പെട വേണ്ടും, മനഃപൂർവ്വം സമർപ്പിക്കുന്നവരായി കാണപ്പെടണം. കൊലോസ്യർ 3-ാം അധികാരം 23-ാം വചനത്തെ വായിക്കുമ്പോൾ, അതാണ് കൊലോസ്യർ 3:23 വായിക്കുമ്പോൾ നാം എന്നെ വായിக்கிறோம், നാം എന്താണ് വായിക്കുന്നത്? നാം മനഃപൂർവ്വമുള്ളവരാ. നിങ്ങൾ എതേ ചെയ്താലും, കൊലോസ്യർ 3:24 പഠിക്കുക. കൊലോസ്യർ 3:23 எதை செய்தாலும் அதை மனுஷர்களுக்கென்று செய்யாமல் கர்த்தருக்கென்றே மனப்பூர்வமாய் செய்யுங்கள். எதை செய்தாலும் நீங்கள் கர்த்தருக்கென்று செய்யாமல் മനഃപൂർവ്വமாக ചെയ്യുങ്ങൾ. എന്നാൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെ മനുഷ്യർക്കെന്നല്ല കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്യും. ഇപ്പൊ ചെയറിൽ ഉட்கார പോறேன், ഞാൻ ഇപ്പൊ കസേരയിൽ ഇരിക്കാൻ പോകുന്നു. ബലഹീനമുണ്ട്, കുറച്ച് ബലഹീനത. இருக்கலாமா? நீங்க சொன்னா இருக்கிறேன், இல்ல நிக்கிறேன். நிக்கணுமா? உட்காருங்க. சரி, ஒரு பாட்டு வேணும். ஜெயம் எடுத்தோரான் சீர்த்திடுதே சிங்காசனத்தில், ஜெயமெடுத்து ஆன்மகவா. சீர்த்திடுதே சிங்காசனத்தில், கிறிஸ்துவின் பூரணமே வர விசுவாசத்தில் இணைந்தோங்கிடுவோம். கிறிஸ்துவின் நிறைவென்னும் பூரணமே வர விசுவாசத்தில் இணைந்தோங்கிடுவோம். ஜெயமெடுத்தோ ஆன்மகவான், சேர்த்திட தேவ சிங்காசனத்தை. ஜெயமெடுத்தோ ஆன்மகவான், சேர்த்திட தேவ சிங்காசனத்தை. கிறிஸ்துவின் நிறைவென்னும் பூரணமே வர விசுவாசத்தில் இணைந்தோங்கிடுவோம். கிறிஸ்துவின் நிறைவென்னும் பூரணமே வர விசுவாசத்தில் இணைந்தோங்கிடுவோம். ஆண்டீர் அற்புதம் வானத்திலே மணிமாதிவளோ பெருமதிசயமே. ஆண்டீர் அற்புதம் வானத்திலே பெருமதிசயமே. ஜெயமெடுத்தோ சேர்த்திட தேவ சிங்காசனத்தை. ஜெயமெடுத்தோ ஆன்மகவான், சேர்த்திட தேவ சிங்காசனத்தை. கிறிஸ்துவின் நிறைவென்னும் பூரணமே வர விசுவாசத்தில் இணைந்தோங்கிடுவோம். கிறிஸ்துவின் நிறைவென்னும் பூரணமே வர விசுவாசத்தில் இணைந்தோங்கிடுவோம்.
ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോ ദേവസഭ രണ്ട് സ്വഭാവമുടയവരാകെ കാണപ്പെടണം. ദൈവസഭ രണ്ട് സ്വഭാവമുള്ളവരായി കാണപ്പെടണം. അനേക സ്വഭാവങ്ങളുണ്ട്. അനേക സ്വഭാവങ്ങളുണ്ട്. മുഖ്യമായ രണ്ട് സ്വഭാവം, പ്രധാനപ്പെട്ട രണ്ട് സ്വഭാവം. പരാക്രമത്തിൻ നാളിലെ, അതാണ് സേനാ ദിവസത്തിൽ നിങ്ങൾ മനഃപൂർവമുള്ളവരാകും. നിങ്ങൾ എനിക്ക് സ്വമേധാദാനമായിരിക്കുന്നു. മനഃപൂർവത്തിന്റെ ഒരു ആവി നമുക്ക് തേവ. മനസ്സോട് ചെയ്യുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും. നമ്മുടെ സഭയെ പാരുങ്ങൾ. നമ്മുടെ സഭയെ നോക്ക്. എന്ത് വേലയാനാലും, ഏത് ജോലിയാണെങ്കിലും, കഠിനമായ വേലയാനാലും, കഠിനമായ ജോലിയാണെങ്കിലും, இரவு பகலாக, രാത്രിയും പകലും ദൈവജനം മുറുമുറുപ്പില്ലാതെ സന്തോഷമായി வேலை செய்கிறார்கள். ജോലി ചെയ്യുന്നു. இந்த கன்வென்ஷனில் வேலை செய்தவங்க எல்லாம் கரங்கள் ஒருத்தர் அல்லேலூயா சொல்லுங்க. எல்லாரும் செய்தார்கள். എല്ലാവരും ചെയ്തു. വേല ചെയ്യാமல் നീ ബോസെ പോലെ ഇരുന്നാൽ, ജോലി ചെയ്യാതെ യജമാനനെ പോലെ ഇരുന്നാൽ നീ ശപിക്കപ്പെട്ടു പോയിവിടും. നിങ്ങൾ ശപിക്കപ്പെട്ടവരാകും. അതാണ് അസതിയാക ചെയ്கிறവൻ ശപിക്കപ്പെട്ടവൻ എന്ന് വേദത്തിൽ വാസിക്കുന്നത്. യഹോവയുടെ പ്രവൃത്തി നാം പളക്ക വേണ്ടും. നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ ശീലിപ്പിക്കണം. പാത്രം എടുക്ക പളക്ക വേണ്ടും. പാത്രം എടുക്കുവാൻ ശീലിപ്പിക്കണം. പാത്രം കഴുക പളക്ക വേണ്ടും. പാത്രം കഴുകുവാൻ ശീലിപ്പിക്കണം. പായെടുക്ക പളക്ക വേണ്ടും. പായെടുക്കുവാൻ ശീലിപ്പിക്കണം. ചിന്ന ചിന്ന വേലകൾ നാം പളക. ഞാനെല്ലാം ചെറുവയതില് വേല ചെയ്ത് പളകിനവൻ. ഞാനെല്ലാം ചെറുപ്രായത്തിലെ ജോലി ചെയ്ത് ശീലിച്ചു. ദേവനുടെ ഊഴിയത്തിന്മേൽ നമുക്കും നമ്മുടെ പിള്ളകൾക്കും വലിയ ഒരു ആശയുണ്ടാകും. ദൈവത്തിന്റെ വേലയിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹമുണ്ട്. പിള്ളകൾ നമ്മെ വിട്ട്, വിശ്വാസത്തെ വിട്ട്, ദേവനെ വിട്ട് അവர்கள் പിൻവാങ്ങി പോക മാട്ടാർ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ വിട്ട്, വിശ്വാസം വിട്ട് പിൻവാങ്ങി പോകുകയില്ല. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഞാനെല്ലാം വീട്ടിലിരിക്കുമ്പോൾ വിറക് വെട്ട മാട്ടോം. ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ വിറക് വെട്ടുകയില്ല. വിശ്വാസ വീട്ടിൽ പോനാ വിറക് വെട്ടി കൊടുക്കും. എന്നാൽ വിശ്വാസ വീട്ടിൽ പോയി ഇരുന്ന് തണ്ണീര് ഇറച്ചു കൊടുക്കും. കണ്ടിരുന്ന് വെള്ളം കോരും. എന്റെ അപ്പ വന്ന് എന്നെ തിട്ടുവാங்க. എന്റെ പിതാവ് തന്നെ വഴക്ക് പറയും. വീട്ടിൽ ഒരു വേലയും ചെയ്യും. വീട്ടിലൊരു പണിയും ചെയ്യും. വേറെ പല വേലകൾ ചെയ്യും. മറ്റു പല ജോലിയും ചെയ്യും. വിശ്വാസ വീട്ടിൽ പോകുമ്പോൾ, വിശ്വാസ വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാ വേലയും ചെയ്യാൻ എല്ലാ ജോലി മനഃപൂർവ്വമുണ്ട്. എല്ലാ ജോലിയും ചെയ്യാനുള്ള മനസ്സുണ്ടാവും. അന്ത മനഃപൂർവ്വം നമുക്ക് തേവ. അങ്ങനെ മനഃപൂർവ്വമായി ചെയ്ത മനസ്സ് വേണം. മനഃപൂർവ്വമുള്ളവരിടത്തിൽ ഇരുന്ന് താൻ ദേവൻ കാണിക്കയെ വാങ്ങുവാர்கள். ആ മനസ്സുള്ളവരുടെ അടുക്കൽ നിന്നാണ് ദൈവം കാണിക്കുക. യാത്രാഗമം 25-ാം അധികാരം 2-ാം വചനത്തെ വാസിക്കുമ്പോൾ, അതാണ് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 2-ാം വാക്യം. മനഃപൂർവ്വமாக കൊടുക്കവരുടെ കരത്തിലിരുന്ന് அந்த കാണിക്ക പൊരുൾ വാങ്ങ വേണ്ടും. നല്ല മനസ്സോടെ തരുന്ന ഏവനോട് നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. നല്ല മനസ്സില്ലാത്തവരുടെ വാങ്ങക്കൂടാതെ. നല്ല മനസ്സില്ലാത്തവരോട് വാങ്ങരുത്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ആകയാൽ മനഃപൂർവ്വത്തിന് ആവി നമുക്ക് തേവ. അപ്പൊ മനഃപൂർവ്വമായുള്ള ഒരു ആത്മാവ് നമുക്ക്. രണ്ടാമത് പരിശുദ്ധ അലങ്കാരത്തുടൻ. രണ്ടാമത് വിശുദ്ധ വസ്ത്രാലങ്കാരം. പരിശുദ്ധத்துக்காக ദേവൻ നമ്മെ അழைത്താർ. വിശുദ്ധിക്കായി ദൈവം നമ്മെ വിളിച്ചു. പരിശുദ്ധമേ നമ്മുടെ മുഖ്യ സ്വഭാവം. വിശുദ്ധിയാണ് നമ്മുടെ പ്രധാന സ്വഭാവം. 1 തെസ്സലോനിക്കർ 4-ാം അധികാരം 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 7-ാം വചനത്തെ വാസിക്കുമ്പോൾ, 7-ാം വചനം 7-ാം വാക്യം വായിക്കും. പരിശുദ്ധத்துக்காக ദേവൻ നിങ്ങളെ അழைത്താർ. ദൈവം നമ്മെ വിശുദ്ധീകരണത്തിന്. അതിന്റെ 3-ാം വചനത്തിൽ 3-ാം വാക്യം പരിശുദ്ധമാക്കപ്പെടുവതേ ദേവസിത്തം. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ആകയാൽ നാം പരിശുദ്ധമായി ജീവിക്കണം. ആകയാൽ നാം വിശുദ്ധമായി ജീവിക്കണം. നമ്മുടെ ജീവിതത്തിൽ രഹസ്യ പാപങ്ങൾക്കോ മറ്റു വേണ്ടാത്ത കാര്യങ്ങൾക്കോ നാം ഇടം കൊടുക്കലാകാം. നമ്മുടെ ജീവിതത്തിൽ രഹസ്യ പാപങ്ങൾക്കോ വേണ്ടാത്ത കാര്യങ്ങൾക്കോ ഇടം കൊടുക്കുക. സ്വഭാവത്തിൽ നാം വളരവേ. ഇവിടെ രണ്ട് സ്വഭാവത്തിൽ നാം മനഃപൂർവ്വത്തിനാവിയിലും ഒന്ന് മനഃപൂർവ്വമായി സമർപ്പിക്കുന്ന പരിശുദ്ധ അലങ്കാരത്തുടനും രണ്ട് വിശുദ്ധ വസ്ത്രാലങ്കാരത്തിൽ നാം വളരവേ. വിശുദ്ധിയിൽ നാം വളരണം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അന്ത സഭയെ ദേവൻ പരിശുദ്ധമാക്കി ആ സഭയെ ദൈവം വിശുദ്ധീകരിച്ചു. അതിൽ നിന്ന് ആൺപിള്ള ഉരുവാക്കപ്പെടും. ആൺകുട്ടി പകുതി പഠിங்க 114 3-ാം വചനത്തിലെ വെടിയർ കാലത്തിൽ പിറക്കും പനിക്ക് സമാനமான യൗവന ജനം ഉമക്ക് പിറക്കും. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുള്ള ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. യേശു ക്രിസ്തുവെ കുറിച്ചുള്ള ദീർഘദർശനം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. വെടിയർ കാലത്തിൽ പിറക്കും പനിക്ക് സമാനமான യൗവന ജനം ഉമക്ക് പിറക്കും. ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടെ വരുന്നു. അന്ത യൗവന ജനം യാര്? യുവാക്കൾ ആരാണ്? ജയാളിயான പരിശുദ്ധവാൻകൾ. അത് ജയാളികളായ വിശുദ്ധന്മാർ. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അന്ത യൗവന ജനത്തുക്കാക ആ യൗവന ജനത്തിനായി യേശു ക്രിസ്തു. ഇനി 4-ാം വചനത്തെ പഠിங்க. ഇനി 4-ാം വാക്യം വായിക്കാം. നീർ മെൽക്കിസദേക്കിൻ മുറമേൻപടി എന്നെന്നേക്കും ആസാര്യനായിരുന്നീർ. നീ മൽക്കിസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും. യേശു ക്രിസ്തു മെൽക്കിസദേക്കിൻ മുറമേൻപടി
യേശുക്രിസ്തു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം என்றென்றைக்கும் ஆசாரியராய் എന്നേക്കും ഒരു പുരോഹിതൻ. அப்ப மெல்கிசதேக்கின் முறைமையின்படிதான் മൽക്കീസദേക്കിന്റെ ക്രമത്തിലാണ് தேவன் சபையை நடத்துவது. ദൈവം സഭയെ നടത്തുന്നത്. தேவனுக்கு மகிமை. ദൈവത്തിന് அப்ப മഹത്വം. யௌവன ஜனம் பிறந்தது യൗവനജനം மெல்கிசதேக்கின் முறைமையின்படி. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമാണ്. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அதுக்கு இயேசு கிறிஸ்து முதல் ஆசாரியனாக உலகத்தில் வெளிப்பட்டார். അത് യേശുക്രിസ്തു ആദ്യ പുരോഹിതനായി ലോകത്തിൽ വെളിപ്പെട്ടു. மெல்கிசதேக் என்று சொல்லும்போது മൽക്കീസദേക്ക് എന്ന് പറയുമ്പോൾ அது திருத்துவத்தில் மூன்றாம் தெய்வத்தை வெளிப்படுத்துகிறது. ത്രിത്വത്തിൽ മൂന്നാമത്തെ ദൈവത്തെ വെളിപ്പെടുത്തുന്നു. பரிசுத்தாவியானவர். പരിശുദ്ധാത്മാവ്. அவரை குறித்து நாம் എബ്രായർ 7-ാം അധികാരം മുതൽ 3 വസനങ്ങളിൽ വാസിக்கிறோം. എബ്രായ ലേഖനം 7-ാം അധ്യായം മുതൽ 3 വാക്യങ്ങൾ വായിക്കുന്നു. അവർക്ക് തായുമില്ല, തകപ്പനുമില്ല, വംശവരലാറുമില്ല, ഒന്നുമില്ല. തനിക്ക് മാതാവില്ല, പിതാവില്ല, വംശാവലിയുമില്ല. ஆனால் மெல்கிசதேக்கின் முறைமையின்படி வருகிற ஊழியர்களும் അതുകൊണ്ട് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം വരുന്ന ശുശ്രൂഷകരും അവരും ഇതേ പ്രതിഷ്ഠയിൽ കാണപ്പെട வேண்டும். അവരും ഇതേ പ്രതിഷ്ഠയിൽ കാണപ്പെടണം. തായ് ഇരിക്കക്കൂടാ, തകപ്പൻ ഇരിക്കക്കൂടാ. അവർക്ക് മാതാവ് പാടില്ല, പിതാവും പാടില്ല. തായ് തകപ്പനെല്ലാം ഇരുന്നത്. എനിക്കും മാതാവും പിതാവും ഒക്കെ ഉണ്ടായിരുന്നു. ஆனால் மெல்கிசதேக்கின் முறைமையின்படி എന്നാൽ മൽക്കീസദേക്കിന്റെ இந்த ஊழியத்துக்கு தேவன் நம்மை அழைக்கும் போது, ഈ വേലയ്ക്ക് ദൈവം നമ്മെ വിളിക്കുമ്പോൾ നിനക്കൊരു വെളിപ്പെടുത്തലെ നീ പെറ്റുകൊള്ളലാം. ഒരു വെളിപ്പാട് പ്രാപിക്കാം. அந்த வெளிப்படுத்தலின் மூலமாக ആ വെളിപ്പാട് നിമിത്തമായി നീ സിയോനിൽ പിറക്கிறாய். നിങ്ങൾ സിയോനിൽ ജനിക്കുന്നു. പിന്നെ அந்த പിള്ളയ്ക്ക് പിന്നെ ആ കുഞ്ഞിന് അവരുടെ തായിയോടോ തകപ്പനോടോ വീട്ടോടോ ഒന്നിനോടും ഒരു അൻപ് ഇരാത്. മാതാവിനോടോ പിതാവിനോടോ കുടുംബത്തോടോ സ്നേഹം. വീട്ടോടെ അമ്മാവോട് അപ്പാവോട് എല്ലാരോടും അൻപായി ഇരുപ്പാங்க. അതുവരെ മാതാവിനോടും പിതാവിനോടും എല്ലാം സ്നേഹമായിരിക്കും. அந்த வெளிப்படுத்தல் மூலமாக എന്നാൽ ആ വെളിപ്പാട് മൂലമായി സിയോനിൽ പിറക്கிறார். സിയോനിൽ ജനിക്കുന്നു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. സിയോനിൽ പിറന്ന ഉടനെ സിയോനിൽ ജനിച്ച ഉടനെ എല്ലാവരെയും വെറുக்கிறார். എല്ലാറ്റിനെയും വെറുക്കുന്നു. കാരണം എന്താണ്? മെൽകിസദേക്കിൻ മുറമയിൻപടി അവർ அந்த இடத்தில் வந்து விட்டார். മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം അവർ ആ സ്ഥാനത്തേക്ക് വന്നു. അതാ ദേവൻ നമ്മെ അழைക്കുമ്പോൾ നിങ്ങളുടെ പിള്ളകളെ നിങ്ങൾ തട ചെയ്യാതിരിക്കുക. അതുകൊണ്ടാണ് ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിളിക്കുമ്പോൾ അവരെ തടയരുത്. അവരെ നീ തട ചെയ്താൽ, അവരെ നിങ്ങൾ തടഞ്ഞാൽ പിൻകാലത്തിൽ അവർക്കും നിങ്ങൾക്കും അതൊരു പെരിയ ശാപമാക മാറിവിടും. പിൻകാലത്ത് നിങ്ങൾക്കും അവർക്കും അതൊരു വലിയ ശാപമായി. ദേവനെ അழைപ്പില്ലാമൽ, എന്നാൽ ദൈവത്തിന് വിളിയില്ലാതെ, സിയോനിൽ പിറക്കാമൽ, സിയോനിൽ പിറക്കാതെ ദയവ് ചെയ്ത് യാരും ഊഴിയத்துக்கு വരാതിരിക്കുക. ദയവ് ചെയ്ത് ആരും വേലയ്ക്കും വരരുത്. അവരെ നിൽക്ക മുടിയാതെ, അവരെ എടുക്കുവാൻ കഴിയുകയില്ല. നീ സിയോനിൽ പിറക്കണം. നിങ്ങൾ സിയോനിൽ ജനിക്കണം. യാനക്കുട്ടി അത് കടലിൽ വീഴുന്നാൽ ചത്തുപോയി വിടും. ആനക്കുട്ടി കടലിൽ വീണാൽ അത് മരിച്ചു. ആനക്കുട്ടി അല്ലെങ്കിൽ യാന് കടലിൽ പിറക്കവില്ല. ആനക്കുട്ടി കടവിലോ അല്ലെങ്കിൽ ആന അതിലല്ല ജനിച്ചത്. ഭൂമിയിൽ പിറന്നത്. അത് ഭൂമിയിലാണ് ജനിച്ചത്. ഭൂമിയിൽ പെരിയ പരാക്രമமாக കാട്ടും. ഭൂമി വലിയ പരാക്രമമൊക്കെ കാണിക്കും. കടലെ പാരുങ്ങൾ, കടലിലെ നോക്ക്, ചിന്ന ചിന്ന മീനുകളുണ്ട്, കൊച്ചു കൊച്ചു മീനുകളുണ്ട്. ആ മീനാണത് കടലിൽ പിറന്നത്. ആ മീൻ കടലിൽ ജനിച്ചതാണ്. എவ்வளவு തിരയടിച്ചാലും, എത്ര തിരയടിച്ചാലും அந்த മീനാണ് മേലെയും പോയി കീഴേയും പോയി മേലെയും പോയി കീഴേയും പോയി സത്ത് പോകാതെ. ആ മീൻ മുകളിലേക്കും താഴേക്കും ഉയർന്നിരിക്കും. അത് ചത്തുപോകില്ല. കടലിൽ പിറന്ന, അത് കടലിൽ ജനിച്ച മീൻ. ആനന്ദ് യാന കടലിൽ പിറക്കവില്ല. എന്നാ ആന കടലിലല്ല ജനിച്ചത്. അലയില് ജീവിക്ക മുടിയാതെ, തണ്ണീരിൽ ജീവിക്ക മുടിയാതെ, അതിന് തിരയിൽ വെള്ളത്തിൽ ജീവിക്കാൻ കഴിയില്ല. നീ കടലിൽ ജീവിക്ക വേണ്ടുമാനാൽ, കടലിൽ ജീവിക്കണമെങ്കിൽ കടലിൽ പിറക്ക വേണം, കടലിൽ ജനിക്കണം. ഇതുപോലെ സിയോനിൽ നീ വളര വേണ്ടുമാനാൽ, സിയോനിൽ വളരണമെങ്കിൽ, സിയോനാക മാറ്റപ്പെട വേണ്ടുമാനാൽ, സിയോനായി മാറ്റപ്പെടണമെങ്കിൽ സിയോനിൽ പിറക്കണം. സിയോനിൽ ജനിക്കണം. അതാ ഇന്നാർ സിയോനിൽ പിറந்தார் என்று 87-ാം സംഗീതം 5-ാം വസനത്തിൽ വാസിக்கிறோம். 87-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ഇവനും അവനും സിയോനിൽ പിറപ്പത് എപ്പടി? സിയോനിൽ ജനിക്കുന്നത് വെളിപ്പെടുത്തൽ മൂലமாக, വെളിപ്പാട് നിമിത്തമായി. ദേവന്റെ വെളിപ്പെടുത്തലെ പെറ്റുകൊള്ളുമ്പോൾ ദൈവത്തിന്റെ വെളിപ്പാട് പ്രാപിക്കും. സിയോനിൽ പിറക്കറായി, നിങ്ങൾ സിയോനിൽ ജനിക്കുന്നു. அந்த സിയോനിൽ പിറந்தவர், ആ സിയോനിൽ ജനിച്ചവർ സിയോനിൽ വളര வேண்டும். സിയോനിൽ വളരണം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. എപ്പടി സിയോനിൽ വളരലാം? എങ്ങനെ സിയോനിൽ വളരാം? ഒന്നാമത് സിയോനിൻ ഉപദേശത്തിൽ വളര வேண்டும். ഒന്നാമത് സിയോന്റെ ഉപദേശത്തിൽ വളരണം. രണ്ടാമത് സിയോനിൻ പ്രതിഷ്ഠയിൽ വളര வேண்டும். രണ്ടാമത് സിയോന്റെ പ്രതിഷ്ഠയിൽ വളരണം. മൂന്നാമത് സിയോനിൻ സ്വഭാവത്തിൽ വളര வேண்டும். മൂന്നാമത് സിയോന്റെ സ്വഭാവത്തിൽ വളരണം. നാലാമത് സിയോനിൻ താഴ്മയിൽ വളര வேண்டும். നാലാമത് സിയോന്റെ താഴ്മയിൽ വളരണം. അപ്പൊ സിയോനിൻ ഉപദേശം, സിയോന്റെ ഉപദേശം, സിയോനിൻ ഉപദേശം എന്ന്, സിയോന്റെ ഉപദേശം എന്താണ്? ഒന്നാക്കപ്പെടുകിற ഉപദേശം, അതാണ് ഒന്നായി തീരുന്ന ഉപദേശം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഒന്നാക്കപ്പെട வேண்டும், ഒന്നായി തീരണം. അത് മെൽക്കിസദേക്കിൻ മുറമയിൻപടി,
മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം ഒന്നാക്കപ്പെടുகிற ஊழியத்தை தேவன் ஆரம்பித்தார். ഒന്നാക്കി തീർക്കുന്ന ശുശ്രൂഷ ദൈവം ആരംഭിച്ചു. அதுதான் உப்புரவாகுதலின் ஊழியம் என்று நாம் சொல்லுகிறோம். അതാണ് നിരപ്പിന്റെ ശുശ്രൂഷ എന്ന് നാം പറയുന്നത്. அவர்கள் தான் സിയോനിൽ വളര முடியும். അവർക്കാണ് സിയോനിൽ വളരുവാൻ കഴിയുന്നത്. സിയോനിൽ പിറക്ക வேண்டும், സിയോനിൽ ജനിക്കണം. രണ്ടാമത് സിയോനിൽ വളര வேண்டும், രണ്ടാമത് സിയോനിൽ വളരണം. ഇനി സിയോനിൻ സ്വഭാവത്തിൽ വളര வேண்டும். മൂന്നാമത് സിയോന്റെ സ്വഭാവത്തിൽ വളരണം. സിയോനുക്ക് 48 വിധமான സ്വഭാവങ്ങളുണ്ട്. സിയോനിൽ 48 വിധ അതിൽ സ്വഭാവങ്ങളുണ്ട്. മുഖ്യமான സ്വഭാവം, അതിൽ പ്രധാന സ്വഭാവം 48-ാം സംഗീതം 2-ാം വസനത്തെ വാസിക്കുമ്പോൾ 48-ാം സങ്കീർത്തനം 2-ാം വാക്യം, വടദിശയിലുള്ള സിയോൻ പർവ്വതം വടിപ്പமான സ്ഥാനവും സർവഭൂമിயின் മகிழ்ச்சிയുമായിരിക്കുന്നത്. അതുവേ മഹാരാജാവിൻ നഗരം. മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവുമാകുന്നു. അതിനകത്ത് ഊഴിയர்கள் എപ്പോഴും മகிழ்ச்சிയിൽ കാണപ്പെട வேண்டும். അതുകൊണ്ട് ശുശ്രൂഷകർ എപ്പോഴും സന്തോഷത്തിൽ കാണപ്പെടണം. ദുഃഖം എന്നത് ദേവനുടെ ഒരു സ്വഭാവമല്ല. ദുഃഖം എന്നുള്ളത് ഒരു ദൈവിക സ്വഭാവമല്ല. എന്നത് പിശാചിനുടെ സ്വഭാവം. ദുഃഖം എന്നുള്ളത് പിശാചിന്റെ സ്വഭാവം. പിശാചിനുടെ തീ അമ്പ്. അത് പിശാചിന്റെ തീയമ്പാണ്. ദുഃഖം എന്റെ അമ്പിനാല് ദുഃഖം എന്ന അൻപിനാൽ അവൻ ഉന്നെ അടിത്തു അമ്പ് കൊണ്ട് അവൻ നിങ്ങൾ നശിപ്പിക്കും. എപ്പോഴും മகிழ்ச்சிയിൽ കാണപ്പെടും. നാം എപ്പോഴും സന്തോഷത്തിൽ കാണപ്പെടും. സർവഭൂമിயின் മகிழ்ச்சி എന്ന് വാസിക്കുന്നു. സർവഭൂമിയുടെ ആനന്ദം എന്ന് വായിക്കുന്നത്. അതിനർത്ഥം പ്രസംഗി 3-ാം അധികാരം 12-ാം വസനത്തെ വാസിക്കുമ്പോൾ അതാണ് സഭാ പ്രസംഗി 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ മகிழ்ச்சிയായിരിപ്പതും സന്തോഷിക്കുന്നതും നന്മ ചെയ്വതുമേ അല്ലാമൽ ഭൂമിയിൽ ഒരു നന്മയില്ലേ എന്റെ ജ്ഞാനിயான സാലമോൻ சொன்னார். ജീവപര്യന്തം സന്തോഷിക്കുന്നതും സുഖം അനുഭവിക്കുന്നതും അല്ലാതെ ഒരു നന്മയും മനുഷ്യർക്ക് ഇല്ല എന്ന് ജ്ഞാനിയായ മகிழ்ச்சிയായിരിക്കണം. എപ്പോഴും സന്തോഷിക്കണം. ദേവ ഊഴിയர்களுം ദേവ ജനങ്ങളും എപ്പോഴും മகிழ்ச்சிയിൽ കാണപ്പെടണം. ദൈവ ശുശ്രൂഷകരും ദൈവജനങ്ങളും എപ്പോഴും സന്തോഷത്തിൽ കാണപ്പെടണം. അങ്ങനത്തെ മகிழ்ச்சி എன்ற ഒരു നിരൂപം നമുക്കുണ്ട്. അതുകൊണ്ട് സന്തോഷത്തിന്റെ ഒരു ലേഖനം നമുക്കുണ്ട്. അതെന്ന നിരൂപം? അതേതാണ് ആ ലേഖനം? ഫിലിപ്പിയർ നിരൂപം. അതാണ് ഫിലിപ്പിയ ലേഖനം. ഫിലിപ്പിയ നിരൂപത്തിക്ക് വേറെ പേർ മகிழ்ச்சியின் നിരൂപം. ഫിലിപ്പിയ ലേഖനത്തിന്റെ മറ്റൊരു പേരാണ് സന്തോഷത്തിന്റെ ലേഖനം. 14 ഭാഗത്ത് നിങ്ങൾ സന്തോഷമായിരുങ്ങൾ എന്ന് നാം വാസിക്കുന്നു. നിങ്ങൾ സന്തോഷിപ്പിൻ എന്ന് വായിക്കുന്നു. 4-ാം അധികാരം 4-ാം വസനം 6-ാം വസനത്തെ വാസിക്കുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 4-6 സന്തോഷമായിരുങ്ങൾ. മറുപടിയും ഞാൻ சொல்லுகிறேன். വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ സന്തോഷമായിരുങ്ങൾ. നിങ്ങൾ വീണ്ടും സന്തോഷിപ്പിൻ. ക്രിസ്തുവുക്കുൾ സന്തോഷമായിരുങ്ങൾ. കർത്താവിൽ സന്തോഷിപ്പിൻ. 14 ഇടത്തിൽ നാം വാസിக்கிறோம். 14 സ്ഥലത്ത് നാം വായിക്കുന്നു. അതിന് വേദപണ്ഡിതർ കൊടുക്കപ്പെട്ട പേര്, അതിന് വേദപണ്ഡിതന്മാർ നൽകിയ പേരാണ് നിരൂപം, സന്തോഷ നിരൂപം, മகிழ்ச்சியின் നിരൂപം. ഫിലിപ്പിയ ലേഖനം സന്തോഷത്തിന്റെ ലേഖനം. ദേവ ഊഴിയர்களுം മகிழ்ச்சிയിൽ കാണപ്പെട வேண்டும். ദൈവ ശുശ്രൂഷകരും ആനന്ദത്തിൽ കാണപ്പെടരുത്. ദുഃഖത്തിൽ കാണപ്പെടരുത്. മറ്റുള്ള ജനങ്ങളെ സന്തോഷത്തിൽ നടത്ത്. മറ്റുള്ള ജനത്തെ സന്തോഷിച്ച് നടത്തുവാൻ സന്തോഷ ഊറ്റിലിരുന്ന് തണ്ണീർ കുടിക്ക வேண்டும். സന്തോഷത്തിന്റെ ഉറവുകളിൽ നിന്ന് നാം എപ്പോഴും പാനം ചെയ്യണം. യെശയ്യാ 12-ാം അധികാരം 3-ാം വസനത്തിൽ വാസിക്കുന്ന സത്യം അതാണ്. യെശയ്യാ 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ വായിക്കുന്നത്, സന്തോഷം എന്ന ഊറ്റിലിരുന്ന് അവர்கள் മുണ്ടുകൊള്ളുகிறார்கள். സന്തോഷത്തിന്റെ ഉറവകളിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു. அந்த സന്തോഷ ഊറ്റ് തണ്ണീർ നാം കുടിക്ക வேண்டும். ആ സന്തോഷ ഉറവയിൽ നിന്നുള്ള വെള്ളം നമ്മൾ കുടിക്കണം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അടുത്ത സ്വഭാവം താൻ പ്രതിഷ്ഠയിൻ സ്വഭാവം. അടുത്ത സ്വഭാവമാണ് പ്രതിഷ്ഠയുടെ സ്വഭാവം. പ്രതിഷ്ഠ എന്ന പകുതി, പ്രതിഷ്ഠ എന്ന ഭാഗം. ഊഴിയർക്കും വിശ്വാസികൾക്കും പ്രതിഷ്ഠ തേവ. ശുശ്രൂഷകർക്കും വിശ്വാസികൾക്കും அப்படி இருந்தா தான் നിങ്ങൾ യൗവന ജനமாக മാറ முடியும். അങ്ങനെയാണെങ്കിൽ മാത്രമേ യൗവന ജനമായി വരികയിൽ എടുത്തുകൊള്ളപ്പെട முடியும். കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടാൻ കഴിയും. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അപ്പോ പ്രതിഷ്ഠ എന്ന് சொன்னால் അർത്ഥം എന്ന്, പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഊഴിയർക്കും പ്രതിഷ്ഠയുണ്ട്, ശുശ്രൂഷകർക്കും പ്രതിഷ്ഠയുണ്ട്. ലൂക്കാ 14:26 വസനം. ലൂക്കോസ് 14:26. അത് മറ്റുമല്ല, അത് മാത്രമല്ല, മത്തേയു 19-ാം അധികാരം 12-ാം വസനത്തെ വാസിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 19:12 വായിക്കുന്നു, അണ്ണക പ്രതിഷ്ഠയുള്ളവരാക കാണപ്പെടണം. അവർ ഷണ്ഡന്മാരുടെ പ്രതിഷ്ഠയുള്ളവരായി കാണപ്പെടണം. ഞങ്ങൾ ആരും അണ്ണകകളല്ല. ഞങ്ങൾ ആരും ഷണ്ഡന്മാരല്ല. അണ്ണകൻ എന്ന് சொன்னால் അർത്ഥം എന്ന്, ഷണ്ഡൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അടുത്ത തലമുറയെ ഉരുവാക്ക തകുതിയില്ലാത്തവൻ, അടുത്തൊരു തലമുറയെ ജനിപ്പിക്കുവാൻ കഴിവില്ലാത്തവർ. അവൻ താൻ അണ്ണകൻ, അവരാണ് ഷണ്ഡൻ. ഞങ്ങൾ അപ്പടിപ്പെട്ടവരല്ല. ഞങ്ങൾ അങ്ങനെയുള്ളവരല്ല. വിവാഹം ചെയ്താൽ, വിവാഹം കഴിച്ചാൽ കുളന്തകൾ പിറക്കും, കുഞ്ഞുങ്ങൾ ജനിക്കും, അടുത്ത തലമുറയെ ഉരുവാക്കലാം, അടുത്തൊരു തലമുറയെ ജനിപ്പിക്കാം. ആന നാങ്ക പ്രതിഷ്ഠയിനാല്, എന്നാൽ ഞങ്ങൾ പ്രതിഷ്ഠയാൽ സിയോനുക്കാക, സിയോന് വേണ്ടി അണ്ണകരാക മാറ്റപ്പെട്ട ഷണ്ഡന്മാരായി തീർന്നു. സുവിശേഷ നിമിത്തം. സുവിശേഷ നിമിത്തം. അതുതാൻ
മത്തേയു 19 അധികാരം 12 വസനത്തിൻ കടേസി പകുതിയിൽ വാസിക്കുമ്പോൾ അതാണ് മത്തായിയുടെ സുവിശേഷം 19 അധ്യായം 12 വാക്യം. ദേവരാജ്യ നിമിത്തം തങ്ങളെയെ അണ്ണകളാക്കിക്കൊണ്ടവർകൾ, സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കിയവർ. അങ്ങ് 3 അണ്ണകനെ കുറിച്ച് വാസിக்கிறோம். 3 വിധ ഷണ്ടന്മാരെ കുറിച്ചാണ് 19 അധികാരം 12 വസനത്തിൽ 19 അധ്യായത്തിന്റെ 12 പിറവിയിൽ പിറന്ന അണ്ണകൻ, ഗർഭത്തിൽ നിന്ന് ഷണ്ടന്മാരായി ജനിച്ചവർ. അത് നമ്മുടെ ദേശത്തിൽ ഏറാളമുണ്ട്. നമ്മുടെ ദേശത്തിൽ അവർ ധാരാളമുണ്ട്. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. അവർ പാപത്തിൽ ജീവിക്കാറുകൾ, അവർ പാപത്തിൽ ജീവിക്കുന്നു, അക്രമം ചെയ്ത് ജീവിക്കുക, അതിക്രമം ചെയ്ത് ജീവിക്കുന്നു. ചെന്നൈയിൽ ഏകപ്പെട്ട അണ്ണകരുണ്ട്. ചെന്നൈയിൽ ധാരാളം ഷണ്ടന്മാർ, പാപജീവിയോ, ഭയങ്കര പാപജീവിതം. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് അടുത്ത തലമുറയെ ഉരുവാക്ക മുടിയാതെ, അവർക്ക് അടുത്ത തലമുറ ഉളവാക്കുവാൻ കഴിയുകയില്ല. അണ്ണകനാക പിറന്നവൻ വിവാഹം ചെയ്യക്കൂടാതെ, ഷണ്ടനായി ജനിച്ചവൻ വിവാഹം ചെയ്യരുത്. ചില വിശ്വാസികൾ തങ്ങളുടെ പിള്ളകൾ അണ്ണകനെന്ന് അറിഞ്ഞും, ചില വിശ്വാസികൾ തങ്ങളുടെ മക്കളെ ഷണ്ടന്മാരെ അടുത്ത തലമുറയെ ഉരുവാക്ക മുടിയാതെ അറിഞ്ഞും, അവർക്ക് അടുത്ത തലമുറ ജനിപ്പിക്കാൻ കഴിയില്ല എന്ന് അറിഞ്ഞു അവർ വിവാഹം ചെയ്തു കൊടുക്കാറ്. അവർ വിവാഹം ചെയ്തു കൊടുക്കുന്നു. അതൊരു ദ്രോഹം താൻ, അതൊരു ദ്രോഹമാണ്. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് ഉന്റെ പിള്ളെ ഉന്റെ മകനോ മകളോ അണ്ണകനെന്ന് അറിഞ്ഞുകൊണ്ടാൽ, നിങ്ങളുടെ മകനോ മകളോ ഷണ്ടനെന്ന് അറിഞ്ഞാൽ നീ വിവാഹം ചെയ്തു കൊടുക്കലാകാതെ, നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കരുത്. അവർ വിവാഹം ചെയ്തത് എതിർക്കാക, അവർ വിവാഹം ചെയ്യുന്ന എന്തിനു വേണ്ടി? അടുത്ത തലമുറയെ ഉരുവാക്കുന്നതുക്കാക, അടുത്തൊരു തലമുറ ഉളവാക്കേണ്ടതിനായി. നിന്റെ പയ്യനോ നിന്റെ മകളോ അണ്ണകനാനാൽ, നിന്റെ മകനോ മകളോ ഷണ്ടനാണെങ്കിൽ അടുത്ത തലമുറ ഉരുവാക്കാൻ മുടിയാതെ, അടുത്തൊരു തലമുറയെ ജനിപ്പിക്കാൻ കഴിയും. പല പ്രശ്നങ്ങൾ നമ്മുടെ സഭയിലുമുണ്ട്. ഇന്ന് അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ നമ്മുടെ സഭയിലുമുണ്ട്. ഇതൊക്കെ ഒരു തീരുമാനം പണ്ണുങ്ക എന്ന് சொல்றாங்க. என்ன തീരുമാനം? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്നു. പക്ഷെ എന്ത് തീരുമാനം? ദയവ് ചെയ്ത് പെറ്റോർകൾ, ദയവ് ചെയ്ത് മാതാപിതാക്കൾ, ഉന്റെ മകനോ മകളോ, നിങ്ങളുടെ മകനോ മകളോ അണ്ണകൻ എന്ന് അറിഞ്ഞുകൊണ്ടാൽ, ഷണ്ടരാണെന്ന് അറിഞ്ഞാൽ ദയവ് ചെയ്ത് വിവാഹത്തിൽ ഏർപ്പെടുത്തലാകാതെ, ദയവ് ചെയ്ത് വിവാഹം കഴിപ്പിക്കരുത്, കൊടുക്കാതെ, ചെയ്ത് കൊടുക്കരുത്. അത് നിൽക്കാതെ, അത് നിലനിൽക്കില്ല. അവന്റെ വരുംകാല ജീവിയും അവൻ പിന്നെ വിവാഹം ചെയ്യാൻ മുടിയാതെ, അവന് പിന്നീടൊരു ജീവിതമില്ല. ഒരു മുറ താൻ വിവാഹം ഒരു പ്രാവശ്യം മാത്രം. വിവാഹ റദ്ദ് സഭയാനത് അനുവദിപ്പതില്ല. വിവാഹമോചന ദൈവസഭ അനുവദിക്കുന്നില്ല. വേദവസനം അനുവദിപ്പതില്ല. ദൈവവചനവും അനുവദിക്കുന്നില്ല. വിവാഹ റദ്ദാനത് വിവാഹമോചനം മൽക്കിയ 2 അധികാരം 16 വസനത്തിൻപടി, മലാഖി 2:16 പ്രകാരം അതൊരു ദ്രോഹം എന്ന് വാസിக்கிறோம். അതൊരു ദ്രോഹം എന്നാണ് വായിക്കുന്നത്. രണ്ടാമത് അതൊരു കൊലപാതകം. രണ്ടാമത് ഒരു കൊലപാതകം. വാസിங்க 2:16, മലാഖി 2:16. ஆகையால் ஒருவனும் தன் இளவயதின் மனைவிக்கு துரோகம் பண்ணாதபடி உங்கள் ஆவியை குறித்து எச்சரிக்கையாயிருங்கள். தள்ளிவிடுதலை விவாக ரத்தானது தள்ളിവിടുതൽ ഞാൻ വെറുக்கிறேன். ദേവൻ വെറുക്கிறார். ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു. ദൈവം അത് വെറുക്കുന്നു. വിവാഹ റദ്ദ് ചെയ്യാതിരുകൾ, വിവാഹമോചനം ചെയ്യരുത്. ദേവൻ വെറുക്கிறார். ദൈവം അത് വെറുക്കുന്നു. ദേവൻ ഉന്നെ വെറുത്തു വിട്ടാൽ, ദൈവം നിങ്ങളെ വെറുത്താൽ എന്നെ ചെയ്യ മുടിയും? പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? വേറെ വിവാഹം നീ ചെയ്താലും, മറ്റൊരു വിവാഹം നിങ്ങൾ ദേവൻ ഉന്നെ വെറുത്തു വിട്ടാൽ, ദൈവം നിങ്ങളെ വെറുത്താൽ നീ എങ്ക പോക മുടിയും? നിങ്ങൾക്ക് എവിടെ പോകുവാൻ കഴിയും? വിവാഹ റദ്ദാനത് തള്ളിവിടുതൽ ദേവൻ വെറുക്കിற കാര്യം. വിവാഹമോചനം ഉപേക്ഷണം ദൈവം വെറുക്കുന്നു. രണ്ടാമത് അടുത്തത്, அப்படிப்பட்டவன் கொடுமையினால் തൻ വസ്ത്രത്തെ മൂടും. കൊടുമ അത് ചെയ്യുന്നവൻ സാഹസം കൊണ്ട് തന്റെ വസ്ത്രത്തെ നിറയ്ക്കും. കൊടുമ താൻ, അതൊരു സാഹസമാണ്. ദേവൻ അതൊരു കൊലപാതകം, അതൊരു കൊലപാതകമാണ്. വിവാഹ റദ്ദാനത് ഒരു കൊലപാതകം. വിവാഹമോചനം കൊലപാതകം. മൂന്നാമത് ஆகையால் நீங்கள் துரோகம் பண்ணாமல், അതൊരു ദ്രോഹം, അതൊരു അവിശ്വസ്തത. ആനപ്പടിന ദേവജനങ്ങൾ വിവാഹ റദ്ദിലെ ഈടുപെടക്കൂടാതെ, അതുകൊണ്ട് ദൈവമക്കൾ വിവാഹമോചനത്തിൽ ജപിപ്പോ, നാം പ്രാർത്ഥിക്കാം. അപ്പോ അത് ദേവനോട് പ്രശ്നങ്ങളെ മാറ്റുക. ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങളെ മാറ്റി. നീ പൊയ് ചൊല്ലി വിവാഹ റദ്ദുക്ക് ഏർപ്പെടക്കൂടാതെ. നിങ്ങൾ ഭോഷ്ക്ക് പറഞ്ഞ് നുണ പറഞ്ഞ് വിവാഹമോചനം നടത്തരുത്. ഒരു സഹോദരി പൊയ് സൊന്നാങ്ക, ഭോഷ്ക്ക് പറഞ്ഞു, എന്റെ പുരുഷൻ, എന്റെ ഭർത്താവ് അണ്ണകൻ എന്ന് സൊന്ന, അവൻ ഷണ്ടനാണെന്ന് പറഞ്ഞു. ഇവൻ ഷണ്ടനാണ്. അവർ சொன்ன ഞാൻ അണ്ണകനുണ്ട്. താൻ പറഞ്ഞു, ഞാൻ ഷണ്ടൻ. അവൾ എന്നോട് ജീവിത്താൽ, അവൾ എന്റെ കൂടെ ജീവിച്ചാൽ കുളന്ത പിറക്കും, കുഞ്ഞുങ്ങൾ ജനിക്കും. ഒരു മാസം എന്നോട് ജീവിക്ക ചൊല്ലുക, എന്റെ കൂടെ ജീവിക്കുവാൻ പറഞ്ഞു. ആ പാസ്റ്റർ പറഞ്ഞു, ഒരു മാസം നീ അവരോട് ജീവി. ഒരു മാസം നീ അവന്റെ കൂടെ കല്യാണം പണിയാച്ച്, വിവാഹം ചെയ്തല്ലോ, ഇനി നീ പിരിந்து വാഴാതെ, ഇനി നിങ്ങൾ വേർപിരിഞ്ഞ് ജീവിക്കാം. 2 അറയിൽ പോയി കിടക്കാതെ, 2 മുറിയിൽ കിടക്കാതെ, ഒരേ അറയില് ഒരു മുറിയിൽ ഒന്നിച്ച് ജീവിക്കുക.
നിങ്ങൾ ജീവിக்கிறதுக்கு അനുമതി ദേവൻ തന്ന. നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാൻ ദൈവം അനുവാദം തന്നതാണ്. അവൾ சொன்ன അവൻ അണ്ണകൻ. അവൾ പറയുകയാണ് അവൻ ഷണ്ടനാണ്, ഞാൻ ജീവിക്ക മുടിയാതെ, എനിക്ക് ജീവിക്കാൻ കഴിയില്ല. പാസ്റ്റർ കോപപ്പെട്ട് சொன்னார். പാസ്റ്റർ ദേഷ്യപ്പെട്ടു. ഒരു മാസത്തേക്ക്, ഒരു മാസത്തേന് എന്റെ വാർത്തയെ കേൾ, എന്റെ വാക്ക് കേൾക്കുക. ഞാനൊരു പാസ്റ്റർ, ഞാനൊരു പാസ്റ്റർ അല്ലയോ, ഞാൻ നിങ്ങളെ നടത്തുകിற മനുഷ്യൻ, ഞാൻ നിങ്ങളെ നടത്തിപ്പുകാരനാണ്. இந்த വിഷയத்துக்கு ഒരു സൊല്യൂഷൻ ഉണ്ടാകട്ടെ, ഈ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാകട്ടെ. നീ ഒന്ന് കീഴ്പടി, നീ ഒന്ന് അനുസരിക്കുക. പാസ്റ്റർക്ക് എന്നെ തിരിയും. പാസ്റ്റർക്ക് എന്തോന്നറിയാം, അവൻ അണ്ണകൻ, അവൻ ഷണ്ടനാണ്. എടാ ഒരു മാസത്തേക്ക് ജീവി, ഒരു മാസം ഒന്ന് ജീവിക്കുക. ഇല്ല. കടസയില് അവസാനം അവൾക്ക് വേറൊരു കാമുകൻ ഇരുന്ന, അവക്ക് മറ്റൊരു കാമുകനുണ്ടായിരുന്നു. ഒരു സമയത്ത് പാസ്റ്റർ ചൊല്ലി 2 വാരത്തുക്കുള്ള, പാസ്റ്റർ പറഞ്ഞ് 2 ആഴ്ചക്കുള്ളിൽ ഇവരൊരു വിപത്തിൽപ്പെട്ട് 2 പേര്, കാമുകനും ആ സഹോദരിയും ഇറന്നു വിട്ടാർ. ഒരു അപകടത്തിൽപ്പെട്ട കാമുകനും ആ സഹോദരിയും മരിച്ചുപോയി. ചെറിയൊരു വിപത്ത്, ചെറിയൊരു അപകടമായിരുന്നു. 2 പേര് ഇറന്നു വിട്ടാർ, 2 പേരും മരിച്ചു. നാം അടക്കം ചെയ്തു, നമ്മളാണ് അടക്കിയത്. அந்த പുരുഷൻ മറുപടിയും വിവാഹം ചെയ്ത, ഭർത്താവ് വീണ്ടും വിവാഹം ചെയ്തു. 3 പിള്ളകൾ പിറന്നു, 3 കുഞ്ഞുങ്ങൾ ജനിച്ചു. 3 പിള്ളകളുടെ തകപ്പനായിരിക്കും, 3 കുട്ടികളുടെ പിതാവായിരിക്കുന്നു. നീ പൊയ് சொல்லாതെ, നിങ്ങൾ ഭോഷ്ക് പറയരുത്. പുരുഷൻ അണ്ണകൻ, എന്റെ ഭർത്താവ് ഷണ്ടൻ, പുരുഷൻ അണ്ണകൻ, എന്റെ ഭർത്താവ് ഷണ്ടൻ. നീ വേറൊരുവനോട് സംബന്ധം വെച്ചിരിക്കുന്നപടിയിനാൽ നീ പൊയ് ചൊല്ലി പഴകുക. വേറെ ഒരു വ്യക്തിയോട് ബന്ധമുള്ളത് കൊണ്ടാണ് ഭോഷ്ക് പറയുന്നത്. പൊയ് ചൊല്ലി പഴകാതെ, ഭോഷ്ക് പറഞ്ഞ് ശീലിക്കരുത്. പൊയ് ചൊല്ലി വിവാഹറദ്ദ് വാങ്ങി പോകാതെ, നുണ പറഞ്ഞ വിവാഹമോചനം വാങ്ങരുത്. ദേവൻ വെറുക്കാർ, ദൈവം അത് വെറുക്കുന്നു. അത് കൊടുമ, അതൊരു സാഹസം, അത് ദ്രോഹം, അതൊരു അവിശ്വസ്തത. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അനാഥ പാസ്റ്റർ ടി.യു. തോമസ് അതുകൊണ്ട് പാസ്റ്റർ ടി.യു. വിവാഹറദ്ദെ കുറിച്ച്, വിവാഹമോചനത്തെ ചെറിയ പുസ്തകം എഴുതിയിരിക്കുന്നു. ഒരു ചെറിയ പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ വാങ്ങി പഠിയും, അത് വാങ്ങി വായിച്ചുകൊള്ളുക. മുഖ്യമായ പുസ്തകം, ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ്. 10 രൂപ, 10 രൂപ മാത്രമേ ഉള്ളൂ. ചിലപ്പോ ഫ്രീ ആകെ കിടക്കും, ചിലപ്പോ ഫ്രീ ആയും തരും. അത് വാങ്ങി പഠിയുക, അത് വാങ്ങി വായിച്ചു നോക്കുക. ഉപദേശത്തെ പാരുക, ഉപദേശം നോക്കുക. ഉലകത്താരെ പോലെ, ലോക മനുഷ്യരെ പോലെ ഉടനെ വിവാഹറദ്ദ് വാങ്ങി പോകാതെ, ഉടനെ വിവാഹമോചനം വാങ്ങി പോകാതെ. വിവാഹറദ്ദ് ദേവൻ വെറുക്കാർ, ഉപേക്ഷണം ദൈവം വെറുക്കുന്നു. വിവാഹറദ്ദ് കൊടുമ, വിവാഹമോചനം അത് വിവാഹറദ്ദ് ദ്രോഹം, വിവാഹമോചനം അവിശ്വസ്തത. ആയാൽ இந்த ദ്രോഹത്തിൽ നിങ്ങൾ ഈടുപെടக்கூடாது. ഈ അവിശ്വസ്തതയിൽ നിങ്ങൾ ഇടപെടരുത്. അതേ നേരത്തിലും കൂടെ മകനോ മകളോ അണ്ണകൻ എന്ന് വിളങ്ങിക്കൊണ്ടാൽ, അതേസമയം നിങ്ങളുടെ മകനോ മകളോ ഷണ്ടൻ എന്ന് മനസ്സിലായാൽ, അടുത്ത തലമുറയെ ഉരുവാക്കാൻ മുടിയാതെ എന്ന് അറിഞ്ഞാൽ, അടുത്ത തലമുറ ഉളവാക്കാൻ കഴിയില്ല, വിവാഹത്തിൽ ഏർപ്പെടുത്തക്കൂടാ, വിവാഹം ചെയ്യരുത്, വിട്ടുവിടുങ്ങൾ, അവരെ വിട്ടുകളയുക. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഒന്നെങ്കിൽ അവരുടെ ഊഴിയத்துக்கு വരലാം, ഒന്നെങ്കിൽ അവർക്ക് ശുശ്രൂഷയ്ക്ക് വരാം, ഇതാവിട്ട തനിമയാക ദേവനക്ക് ഊഴിയം ചെയ്യലാം, ഇല്ലെങ്കിൽ തനിയെയും കർത്താവിന്റെ വേല ചെയ്യാം. ആകയാൽ ഞങ്ങൾ ഒരു അണ്ണകനല്ല, എന്നാൽ ഞങ്ങൾ ഷണ്ടന്മാരല്ല, ഊഴിയറുകൾ അണ്ണകനല്ല. എഴുത്തിൻപടി കർത്താവിന്റെ ശുശ്രൂഷകർ അക്ഷരീകമായ ഷണ്ടന്മാരല്ല. എന്നാൽ പ്രതിഷ്ഠയാൽ എന്നെ ഞാനേ അണ്ണകനാക മാറ്റിക്കൊണ്ട്, എന്നെ ഞാൻ തന്നെ ഷണ്ടനാക്കി തീർക്കാക. എന്തിനായി? അത് മത്തേയു 19:12 വസനത്തിൽ വാസിക്കുമ്പോൾ, മത്തായി 19:12 അണ്ണകനാക പിറന്ന അണ്ണകനുണ്ട്, അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ടന്മാരായി ജനിച്ചവരുണ്ട്. രണ്ടാമത് മനുഷ്യരാൽ അണ്ണകളാക്കപ്പെട്ടവർ, രണ്ടാമത് മനുഷ്യ ഷണ്ടന്മാരാക്കിയ എത്യോപ്യ റാണിയുടെ അരമനയിൽ ഒരു അണ്ണകനിരുന്ന, എത്യോപ്യ രാജ്ഞിയുടെ കൊട്ടാരത്തിൽ ഒരു ഷണ്ടനുണ്ടായിരുന്നു. പല അണ്ണകനെ കുറിച്ച് നാം വാസിക്കും, മറ്റു പല ഷണ്ടന്മാരെ കുറിച്ച് നാം വായിക്കും. പാതുകാത്തത് ഒരു അണ്ണകൻ, എസ്തേറിനെ കാത്തു സൂക്ഷിച്ച ഒരു ഷണ്ടനാണ്. പല അണ്ണകനെ കുറിച്ച് നാം വേദത്തിൽ വാസിക്കും, പല ഷണ്ടന്മാരെ കുറിച്ച്. മനുഷ്യരാൽ ഓപ്പറേഷൻ മൂലമാക മരുന്ന് മൂലമാക അണ്ണകനാക മാറ്റിക്കൊണ്ട് അണ്ണകൻ, അതെല്ലാം മനുഷ്യരാൽ ശസ്ത്രക്രിയ നിമിത്തമായി മരുന്നിനാലോ മനുഷ്യരാൽ അണ്ണകളാക്കപ്പെട്ടവർ, മനുഷ്യരാൽ ഷണ്ടന്മാരാക്കപ്പെട്ടവർ. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഇനി മൂന്നാമത് ഗ്രൂപ്പ് പാരുങ്ക, മൂന്നാമത്തെ കൂട്ടരെ നോക്കുക. ഇവர்கள் മൂന്നാമത് ഗ്രൂപ്പ് പരലോകരാജ്യ നിമിത്തം തങ്ങളെയെ നിർത്തിവാസിങ്ങമ്മ, പരലോകരാജ്യ നിമിത്തം തങ്ങളെയെ അണ്ണകളാക്കിക്കൊണ്ട അണ്ണറുകൾ, സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കിയ ഷണ്ടന്മാർ. പുതിയ യെരുസലേമുക്കാக, പുതിയ യെരുസലേമിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളെ അണ്ണകനാക്കിക്കൊണ്ടു, ഞങ്ങൾ ഞങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കി. പ്രതിഷ്ഠയിനാൽ, അതാണ് പ്രതിഷ്ഠ, അത് ഞങ്ങളുടെ പ്രതിഷ്ഠ, അതാണ് ഞങ്ങളുടെ പ്രതിഷ്ഠ.
മെൽക്കിസദേക്കിൻ മുറമയിൻപടിയുള്ള പ്രതിഷ്ഠ അതുതാ. മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ഞങ്ങൾ പ്രതിഷ്ഠ. വിവാഹத்துக்கு വിരോധികളല്ല. ഞങ്ങൾ വിവാഹത്തിന് വിരോധികളല്ല. വിവാഹം നടത്തി കൊടുക്കുമ്പോഴേക്ക് ലൈസൻസ് വാങ്ങി വെച്ചിരിക്കും. വിവാഹം നടത്തുവാനുള്ള ലൈസൻസും വാങ്ങി വെച്ചിട്ടുണ്ട്. മാരേജ് പണി കൊടുക്കും. വിവാഹം നടത്തി കൊടുക്കുന്നു. ഇപ്പം പண்றதிല്ല. ഇപ്പം ചെയ്യുന്നില്ല. മുന്തി പണി 1000ക്ക് മേലെ വിവാഹം ചെയ്തു കൊടുത്തു. 1000-ലധികം വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ആശീർവാദമായി ഇരിക്കണം. എല്ലാവരും അനുഗ്രഹമായി ജീവിക്കുന്നു. ഒവ്വൊരു കൺവെൻഷനൊക്കെ പോകുമ്പോൾ അവരുടെ പിള്ളകളുമാകെ വരുവാൻ. ഓരോ കൺവെൻഷനും നീങ്ക താൻ കല്യാണം പണി വെച്ച് അവര് കുഞ്ഞുങ്ങളുമായിട്ട് വന്നിട്ട് പറയും, പാസ്റ്ററാണ് ഞങ്ങളെ വിവാഹം തെരിയാതെ. എനിക്ക് ഓർമ്മയില്ല. അപ്പുറം താൻ നനച്ച ഒരു ആൽബം ചെയ്തു വെച്ചിരുന്ന നല്ലായിരിക്കും. പിന്നെയാണ് ഓർത്തത് എല്ലാം കൂടെ ചേർത്തൊരു ആൽബം ഉണ്ടാക്കിയ നല്ലതായി. 1000ക്ക് മേലെ നമ്മുടെ ഈ പിള്ളകൾക്ക് കല്യാണം പണി കൊടുത്തിട്ടുണ്ട്. 1000-ലധികം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിവാഹം നടത്തി കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരും വിവാഹരത്ത് വാങ്ങിപ്പോകും. ആരും വിവാഹമോചനം വാങ്ങിപ്പോയിട്ടില്ല. ഒരുത്തൻ മറ്റും വിവാഹരത്തിൽ ഇരിക്കുന്നത്. ഒരുവൻ മാത്രം വിവാഹമോചനം നേടി. ദേവനക്ക് മഹിമ. ദൈവത്തിന് സ്തോത്രം. ആരും വിവാഹരത്തുക്ക് പോകാം. മറ്റാരും വിവാഹമോചനം. പ്രശ്നങ്ങൾ വരും. പല പ്രശ്നങ്ങൾ വരും. அவங்க வருவாங்க. അവ വന്നത് எங்களுக்கும் பிரதருக்கும் பிரச்சனை. തമ്മിൽ പ്രശ്നം. ഒരു നാളിൽ വാങ്ങ വിശ്വാസ വീട്ടിലേക്ക് വാങ്ങ. ഒരു ദിവസം വിശ്വാസ വീട്ടിൽ വരിക. അത് പേശി അത് സംസാരിച്ച് നാം കാര്യങ്ങൾ ശരിപ്പെടുത്തല. കാര്യങ്ങൾ ശരിയാക്കാം. 8 വർഷം ഒരുത്തൻ വിവാഹത്തിന്റെ പിന്നാലെ 8 വർഷം ഒരുവൻ വിവാഹമോചനത്തിനായി പോയി. പെണ്ണ് താൻ വിവാഹത്തിന് കൊടുത്തത്. പെൺകുട്ടിയാണ് വിവാഹമോചനത്തിന് അപേക്ഷിച്ചത്. അവൻ മാസം അത് കൂപ്പിടുമ്പോഴെല്ലാം പോവാ. മാസം തോറും വിളിക്കുമ്പോഴെല്ലാം. ജഡ്ജി വന്ന ഒരു സ്ത്രീ. ആ ജഡ്ജി ഒരു സ്ത്രീ ആയിരുന്നു. ഏകപ്പെട്ട പുകാർ. വളരെയധികം പല സ്ത്രീകളുണ്ട്. പല സ്ത്രീകളുണ്ട്. പല സ്ത്രീകളോട് ജീവിക്കണം. ഇവൻ പല സ്ത്രീകളോട് ജീവിക്കുന്നു. എനിക്ക് പണം കൊടുക്കുന്നില്ല, എനിക്ക് പണം തരുന്നില്ല. അയ്യോ ഏകപ്പെട്ട പുകാർ. വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എപ്പിടിയെല്ലാം പോയി ചൊല്ലുവാങ്കളാ. ഇങ്ങനെയെല്ലാം നുണ പറയുമോ? പോയി ചൊല്ലി പഴകാതെ. നുണ പറഞ്ഞ് ശീലിക്കരുത്. പോയി சொன்னால் ഒന്നും വിവാഹത്തിലെ കടച്ചാലും ഉനക്ക് ആശീർവാദമല്ലേ. നുണ പറഞ്ഞ് വിവാഹമോചനം ലഭിച്ചാൽ പിതാകുമാരൻ പരിശുദ്ധാവിൻ നാമത്തിൽ ഞാൻ ഇവളെ വിവാഹം ചെയ്തേൻ. ഇവ പറയുന്നത് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ ഇവളെ വിവാഹം ചെയ്തതാണ്. എനിക്ക് വിവാഹത്ത് വേണ്ട, എനിക്ക് വിവാഹമോചനം വേണ്ട, എനിക്ക് എന്റെ മനവി എനിക്ക് പോതും, എനിക്ക് എന്റെ ഭാര്യ. ജഡ്ജി കേട്ടാണ് ഇവളവും കേവലமாக ഉന്നെ കുറിച്ച് പേസിട്ട് നീ എപ്പടി അവളോട് വാഴ പോകും. ഇത്രയും മോശമായിട്ട് നിന്നെ കുറിച്ച് സംസാരിച്ചിട്ട് നീ എങ്ങനെ അവളുടെ കൂടെ ജീവിക്കും? എനിക്ക് தெரியாது. അതൊന്നും എനിക്കറിയില്ല. എന്റെ മനവി നല്ലവൾ, എന്റെ ഭാര്യ നല്ലവളാണ്. நாங்க பிதா குமாரன் பரிசுத்தாவின் நாமத்தில் ഉടൻപടിക്ക ചെയ്തിരിക്കുന്നു. ഞാൻ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഉടമ്പടി ചെയ്തു. ഞങ്ങളുടെ ദൈവം ജീവനുള്ള ദൈവം, ഞങ്ങളുടെ ദൈവം ജീവനുള്ള ദൈവം. ഞങ്ങളെ പിരിക്ക മാട്ടാ, ഞങ്ങളെ വേർപിരിക്കില്ല. അവൾ എന്നെ വേണേലും പേസട്ടും, എന്ത് വേണമെങ്കിലും അവൾ പറയട്ടെ. അവനാ അവന്റെ സ്വന്നെ ഞാൻ തന്നോട് പറഞ്ഞു, നീ കാശ് കേസ് ഒന്നും കൊടുക്ക വേണ്ട, ഇനി നീ പണമൊന്നും കൊടുക്കണ്ട. കാശ് എടുത്ത് വീട് വാങ്ങി പോട സ്വന്നു. പണം കൊണ്ട് വീട് വാങ്ങാൻ സ്വന്നു. 3 വീട് വാങ്ങുവാൻ പറഞ്ഞു. ഉന്റെ പേരിലും മനവിയുടെ പേരിലും. ഒന്ന് നിന്റെ പേരിലും. മനവി വിവാഹത്തൊക്കെ ഉന്റെ പേരിലും മനവിയുടെ പേരിലും വീട് വാങ്ങും. നിന്റെ പേരിലും നിന്റെ ഭാര്യയുടെ പേരിലും വീട് വാങ്ങണം. അവനക്കൊരു പിള്ളയുണ്ട്, തനിക്കൊരു കുഞ്ഞുണ്ട്. അടുത്ത വീട് ഉന്റെ പേരിലും ഉന്റെ പിള്ളയുടെ പേരിലും വാങ്ങിപ്പോടും. അടുത്തൊരു വീട് നിന്റെ പേരിലും നിന്റെ കുഞ്ഞിന്റെ പേരിലും വാങ്ങുക. അടുത്ത വീട് ഉന്റെ പേരിലും ഉന്റെ അപ്പ അമ്മ പേരിലും വാങ്ങിപ്പോടും. അടുത്ത വീട് നിന്റെ പേരിലും നിന്റെ 3 വീട് വാങ്ങിപ്പോടും. 3 വീട് വാങ്ങുക. കാരണം കേപ്പാങ്ക കാശ് കൊടുക്കരുതില്ല, കാരണം പണം കൊടുക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കും. ഞാൻ കൊടുക്കരുതില്ല. താൻ പറയണം ഞാൻ കൊടുക്കുന്നില്ല. ഏൻ കൊടുക്കരുതില്ല? എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? നിറയെ ശമ്പളമുണ്ട്, എനിക്ക് വലിയ ശമ്പളമുണ്ട്. ഞാൻ 3 വീട് വാങ്ങിന്. ഞാൻ 3 വീട് വാങ്ങിയിരിക്കും. ഒരു വീട് ഏർക്കനവേ ഉണ്ട്, ഒരു വീട് നേരത്തെ തന്നെ ഉണ്ട്. ഒന്ന് ഇവളുടെ പേരിൽ ഞാൻ വാങ്ങി വെച്ചിരിക്കുന്നത്, ഒന്ന് ഇവളുടെ പേരിൽ ഞാൻ വാങ്ങി വെച്ചു. ഒരു വീട് ഇവൾക്ക് താൻ, ഒരു വീട് ഇവൾക്ക് തന്നെ. ഒന്ന് ഞങ്ങളുടെ പിള്ളകൾക്ക്, ഒന്ന് ഞങ്ങളുടെ മക്കൾക്ക്. ഒരേ ഒരു മകൾ, ഒരേ ഒരു മകളേ ഉള്ളൂ. ഇനി ഒന്ന് എന്റെ അപ്പ അമ്മ പേരില്, ഇനി ഒന്ന് എന്റെ മാതാപിതാക്കൾ. അമ്മ ഇറந்து പോനാൽ அந்த വീട് ഞങ്ങൾക്ക് താൻ കിട്ടും. മാതാപിതാക്കൾ മരിച്ചാൽ ആ വീട് ഞങ്ങൾക്ക്. ഡൗൺ പേയ്മെന്റ് കൊടുത്ത് മറ്റേ പണം കൊടുത്ത് വരുമ്പോ എനിക്ക് കാശില്ല. അതുകൊണ്ട് മാസം തോറും പണം കൊടുക്കുവാൻ എനിക്ക് കാശില്ല. ദേവനക്ക് മഹിമ, ദൈവത്തിന് സ്തോത്രം. അതിനാലെ വിവാഹത്ത് 8 വർഷം അവൻ കഷ്ടപ്പെട്ടു. 8 വർഷം അവൻ കഷ്ടപ്പെട്ടു. കടസയിലെ അവസാനം ഒരു നാളിൽ അവൻ சொன்ன, ഒരു ദിവസം അവൻ പറഞ്ഞു, അവൾ சொன்ன, അവൾ പറഞ്ഞു, ഞാൻ വരേൻ,
ഞാൻ വരുന്നു. നീ ടിക്കറ്റ് എടുത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വാങ്ങ. അവൻ ബോംബെയിൽ, അവൻ ബോംബെയിലാണ് ഫ്ലൈറ്റ് ടിക്കറ്റ്. ദൈവത്തിന് മഹത്വം. இப்போது ஐக்கியமாக சந்தோஷமாக ஜீவிக்கிறார். ഇവിടെ ഐക്യമായ സന്തോഷത്തോടെ ജീവിക്കുന്നു. மேலே 2 பிள்ளைகள் பிறந்தார். വീണ്ടും 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. വിവാഹരത്ത് தேவனுக்கு ஏற்றதல்ல. വിവാഹമോചനം ദൈവഹിതമല്ല. பிரச்சனை இருக்கும், പ്രശ്നങ്ങൾ ഉണ്ടാകും. பெற்றோர்கள் தலையை போட்டு பிரச்சனையை பெருசாக்காதீர்கள். മാതാപിതാക്കൾ തലയിട്ടിട്ട് പ്രശ്നം വലുതാക്കരുത്. വിവാഹമാനാലും ഉങ്ങളുടെ പിള്ളകളെ പിരിച്ചു വിടുങ്ക. വിവാഹമായ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മാറ്റി താമസിക്കും. വാഴട്ടും, അവർ തനിയെ ജീവിക്കട്ടെ. തനിമയാക വാഴട്ടും, അവർ തനിയെ ജീവിക്കട്ടെ. ഇനി എന്റെ മകൾ എന്നോട് താൻ ഇരിക്കണം, എന്നോട് താൻ ഇരിക്കണം, എന്നോട് താൻ ഇരിക്കണം എന്ന് പിടിവാദം പിടിക്കാതെ, എന്റെ മകൾ എന്റെ കൂടെ തന്നെ വസിക്കണം, എന്റെ കൂടെ തന്നെ താമസിക്കണം, എന്റെ കൂടെ തന്നെ താമസിക്കണം എന്ന് പിടിവാശി പിടിക്കരുത്. അത് തവറ്, അത് തെറ്റാണ്. നീ വിവാഹം ചെയ്തു കൊടുത്താൽ പിന്നെ അവൾ പുരുഷനോട് വാഴ വേണ്ടും. നിങ്ങൾ വിവാഹം ചെയ്ത് അയച്ചാൽ അവൾ ഭർത്താവിനോട്. മകനെയും നീ പിടിച്ചു വെക്ക കൂടാതെ. അതുപോലെ മകനെയും പിടിച്ചു വെക്കരുത്. അനേക ഇടത്തിൽ ഇതാണ് പ്രശ്നം. അനേകിടത്ത് ഇതാണ് പ്രശ്നം. അയാൾ വിവാഹരത്ത് ദേവന് കേറ്റതല്ല. അതുകൊണ്ട് വിവാഹമോചനം ദൈവഹിത പ്രകാരമല്ല. അത് ഊഴിയറുകൾ അന്നക പ്രതിഷ്ഠയിൽ കാണപ്പെടണം. ഷണ്ടന്മാരുടെ പ്രതിഷ്ഠയിൽ കാണപ്പെടണം. ഞങ്ങൾ அந்த പ്രതിഷ്ഠയിൽ ജീവിക്കണം. ഞങ്ങൾ ആ പ്രതിഷ്ഠയിൽ ജീവിക്കുന്നു. പ്രതിഷ്ഠയെ ഉടയ്ത്തു പോടക്കൂടാ. ആ പ്രതിഷ്ഠയെ ഉടയ്ക്കരുത്. പാപത്തിൽ പെരിയ പാപം അന്നക പ്രതിഷ്ഠയെ ഉടയ്ക്കിற പാപം. പാപത്തിൽ വലിയ പാപം ഷണ്ടന്മാരുടെ പ്രതിഷ്ഠയെ. പ്രസംഗിയൻ പുസ്തകം 10-ാം അധികാരം 8-ാം വചനത്തെ വാസിക്കുമ്പോൾ സഭാപ്രസംഗി 10-ാം അധ്യായം 8-ാം വാക്യം, അടപ്പേ പിടുങ്ങുന്നവനെ പാമ്പ് കടിക്കും, മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും. അന്നക പ്രതിഷ്ഠയെ ഉടയ്ത്തു പോട്ടാൽ, പ്രതിഷ്ഠ ലംഘിച്ചാൽ ഉന്നെ പാമ്പ് കടിക്കും, നിങ്ങളെ പാമ്പ് കടിക്കും. ദേവനക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. എന്റെ ഊഴിയറുകളും തങ്ങളുടെ പ്രതിഷ്ഠയെ ഉടയ്ത്തു പോടാതിരുക. ഒരു ശുശ്രൂഷകരും തങ്ങളുടെ പ്രതിഷ്ഠ ഉടയ്ക്കരുത്. പ്രതിഷ്ഠ താൻ നമ്മുടെ ജീവൻ. പ്രതിഷ്ഠയാണ് നമ്മുടെ ജീവൻ. നാം പരലോകരാജ്യ നിമിത്തം, സ്വർഗരാജ്യ നിമിത്തം നാമേ അണ്ണകനാക പ്രതിഷ്ഠിച്ചിരിക്കും. തങ്ങളെ തന്നെ ഷണ്ടന്മാരെ പ്രതിഷ്ഠിച്ചിരിക്കും. പ്രതിഷ്ഠയിൽ വളരുവോ? ആ പ്രതിഷ്ഠയിൽ വളരാം. அந்த പ്രതിഷ്ഠயின் ஊழியத்தின் மூலமாக, ആ പ്രതിഷ്ഠയുടെ മെൽക്കിസദേക്കിൻ മുറമയിൻപടി, മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം, അപ്പോസ്തോലിക ഉപദേശത്തിനാലും, അപ്പോസ്തോലിക ഉപദേശത്തിനാലും, ദൈവകൃപയിനാലും, ദൈവകൃപയാലും, ദേവനുടെ അഭിഷേകത്തിനാലും, ദൈവത്തിന്റെ അഭിഷേകത്താൽ യൗവന ജനം പിറക്കും. ആ യൗവന ജനം ജനിക്കും. നേരത്തെ കേട്ടതുപോലെ അത് മുത്തുരുവാകും. ഇന്നലെ കേട്ടതുപോലെ മുത്തുളവാകും. നാം മുത്താകെ മാറ്റപ്പെടും. നമ്മൾ മുത്തായി മാറ്റപ്പെടും. അത് കണ്ണക പ്രതിഷ്ഠയുള്ള ഊഴിയറുകൾ തേവ. അതിന് ഷണ്ടന്മാരുടെ പ്രതിഷ്ഠയുള്ള ശുശ്രൂഷകർ വേണം. രണ്ടാമത് അപ്പോസ്തോലിക ഉപദേശങ്ങൾ തേവ. രണ്ടാമത് അപ്പോസ്തോലിക ഉപദേശങ്ങൾ വേണം. മൂന്നാമത് ദേവകൃപ തേവ. മൂന്നാമത് ദൈവകൃപ വേണം. നാലാമത് ദേവനുടെ അഭിഷേകം തേവ. നാലാമത് ദൈവത്തിന്റെ അഭിഷേകം വേണം. 2 കൊരിന്ത്യർ 5-ാം അധികാരം 18, 19, 20 വചനങ്ങളിൽ വാസിക്കണം. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 18, 19, 20 വാക്യങ്ങൾ ഇതാണ് വായിക്കുന്നത്. ഉപ്രവാഗതിലിൻ ഊഴിയം എന്ന് വാസിക്കണം. അവിടെ നിരപ്പിന്റെ ശുശ്രൂഷ എന്ന് വായിക്കുന്നു. ഊഴിയം ഉപ്രവാഗതിലിൻ ഊഴിയം. നമ്മുടെ ശുശ്രൂഷ നിരപ്പിന്റെ ശുശ്രൂഷ. പിരിവിനയുടെ ഊഴിയമല്ല. ഇത് ഭിന്നിപ്പിക്കുന്ന ശുശ്രൂഷ. ജാതി വ്യത്യാസമുള്ള ഊഴിയമല്ല. ജാതി വ്യത്യാസമുള്ള വേലയല്ല. ഭാഷ വ്യത്യാസമുള്ള ഊഴിയമല്ല. ഭാഷ വ്യത്യാസമുള്ള വേലയല്ല. നിറ വ്യത്യാസമുള്ള ഊഴിയമല്ല. നിറ വ്യത്യാസമുള്ള വേലയല്ല. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. നമുക്ക് ഒരു വ്യത്യാസവുമില്ല. നമുക്കൊരു വ്യത്യാസവുമില്ല. ക്രിസ്തുവിൽ നാം എല്ലാവരും ഒന്നേ. ക്രിസ്തുവിൽ നാം എല്ലാവരും ഒന്നാണ്. ഉപ്രവാഗതിലിൻ ഊഴിയം, നിരപ്പിന്റെ ശുശ്രൂഷ. ആകയാൽ പിരിവിനയ്ക്കോ മറ്റു കാര്യങ്ങൾക്കോ കസപ്പുക്കോ നാം ഇടം കൊടുക്കാതിരുകൾ. ഭിന്നതയ്ക്കോ കൈപ്പിനോ മറ്റു കാര്യത്തിന് നാം ഇടം കൊടുക്കരുത്. രണ്ടാമത് இந்த ஊழியத்திலே വളർച്ചയ്ക്കാக യൗവന ജനം പിറക്കുംപടി നമുക്കൊരു അപ്പോസ്തലിക ഉപദേശം തന്നിരിക്கிறார். ഈ ശുശ്രൂഷയുടെ വളർച്ചയ്ക്കായി അപ്പസ്തോലിക ശുശ്രൂഷ ജനിക്കേണ്ടതിനായിട്ട് ദൈവം നമുക്കൊരു അപ്പസ്തോലിക ഉപദേശം തന്നിരിക്കുന്നു. അതുതാൻ ഉപ്രവാഗതിലിൻ ഉപദേശമെന്ന് 2 കൊരിന്ത്യർ 5:19 വാസിக்கிறோம். അതാണ് നിരപ്പിന്റെ ഉപദേശമെന്ന് 2 കൊരിന്ത്യർ 5:19 വായിക്കുന്നു. നമുക്കൊരു ഉപദേശമുണ്ട്. രക്ഷിപ്പിന് ഉപദേശം, രക്ഷയുടെ ഉപദേശം, ജ്ഞാനസ്നാനത്തിന് ഉപദേശം, ജലസ്നാനത്തിന്റെ ഉപദേശം, അഭിഷേകത്തിന് ഉപദേശം, അഭിഷേകത്തിന്റെ ഉപദേശം, ദൈവിക സുഖത്തിന് ഉപദേശം, ദൈവിക രോഗശാന്തിയുടെ ഉപദേശം, സിയോനിന് ഉപദേശം, സിയോന്റെ ഉപദേശം, യെരൂശലേമിന് ഉപദേശം, യെരൂശലേമിന്റെ ഉപദേശം, ഉപദേശം, കഷ്ടമനുഭവിക്കുന്ന പരിശുദ്ധമാക്കപ്പെടുതൽ, സമ്പൂർണ്ണ വിശുദ്ധീകരണത്തിന്റെ ഉപദേശം. അനേക ഉപദേശങ്ങളുണ്ട്. അനേക ഉപദേശങ്ങളുണ്ട്. പ്രധാനമായി 56 ഉപദേശങ്ങളുണ്ട്. 56 ഉപദേശങ്ങളുണ്ട്. പരിശുദ്ധവാൻകൾ മൂലமாக ദേവൻ വെളിപ്പെട്ട ഉപദേശങ്ങൾ, വിശുദ്ധന്മാർ നിമിത്തം ദൈവം നൽകിയ ഉപദേശങ്ങൾ. ഈ ഉപദേശത്തിനാല് മറ്റും താൻ ഒരു മനുഷ്യൻ പൂർണ്ണ മനുഷ്യനാക മാറ മുടിയും. ഈ ഉപദേശത്താൽ മാത്രമാണ് ഒരു മനുഷ്യന് സമ്പൂർണ്ണ മനുഷ്യനെ. ബൈബിൾ പഠിക്കലാം. നിങ്ങൾ എത്രത്തോളം ബൈബിൾ വായിച്ചേക്കാം, പഠിക്കലാം, കാണാതെ പഠിച്ചേക്കാം. ദേവനക്ക് മഹിമ, ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ വചനങ്ങൾ വസനങ്ങൾ ചേർത്ത്
ഉപദേശം ഉരുവാക്കി വചനങ്ങളും ചേർത്താണ് ഉപദേശം ഉളവാക്കിയിരിക്കുന്നത്. ചില പൊരുക്കൾ ചേർത്ത്, ചില സാധനങ്ങൾ ചേർത്ത് കുളമ്പ് ചെയ്യുന്നത് പോലെ, കറി ഉണ്ടാക്കുന്നത് പോലെ. മുളകുണ്ട്, മല്ലിയുണ്ട്, ജീരകമുണ്ട്, എല്ലാം ഉണ്ട്. മുളകും മല്ലിയും ജീരകവും എല്ലാം ഉണ്ട്. അതാ കുളമ്പ്, അതാണ് കറി. ദേവനക്ക് മഹിമ. ദൈവത്തിന് മുളക് മറ്റും നീ കലക്കി കുടിച്ചാൽ, വെറുതെ മുളക് മാത്രം കലക്കി കുടിച്ചാൽ എപ്പടി അത് കുളമ്പ് சொல்ல முடியுமா? അതൊരു കറി എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് വയറെ കലക്കി വിടും, അതിന്റെ വയറ് കലക്കും. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. വെറും വസനം പഠിച്ചാൽ പോതാ, വെറും വചനം മാത്രം പഠിച്ചാൽ പോരാ, വസനവും പഠിക്കണം. വചനവും പഠിക്കണം. 84 ആണ്ടിൽ 84 വർഷം ഞാൻ അടിക്കടി சொல்லுகிற ഒരു സത്യം, ഞാൻ അടിക്കടി പറയുന്ന ഒരു സത്യം, അടയാറിലെ ചിൽഡ്രൻസ് കൺവെൻഷൻ നടന്നത്. അടയാറിൽ ചിൽഡ്രൻസ് കൺവെൻഷൻ നടന്നു 84. അപ്പോൾ ഞാൻ തഞ്ചാവൂരിൽ ഊഴിയം ചെയ്തു. അപ്പോൾ ഞാൻ തഞ്ചാവൂരിൽ വേല ചെയ്യുകയാണ്. അങ്ങേ ഇരുന്ന്, അവിടെ നിന്ന് കുംഭകോണത്തിൽ ഇരുന്ന് ഒരു പയ്യൻ വന്നാൻ വസന പോട്ടിക്കാക. കുംഭകോണത്തിൽ നിന്ന് വചന മത്സരത്തിന് പേര് മോസസ്, തന്റെ പിതാവിന്റെ പേര് മോസസ്. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അപ്പൊ പോട്ടി 3 നാളാകിയും ഒരു മുടിവുക്ക് വരവില്ല. 3 ദിവസമായിട്ട് മത്സരത്തിന് ഒരു തീരുമാനമായില്ല. ഭയങ്കര പോട്ടി, ഭയങ്കര മത്സരം. ഇത് കടേസി നാൾ, അവസാന ദിവസം. അപ്പൊ അവര് മെയിൻ എന്താ ഡൈനിങ് ഹാളില് പോട്ടി നടന്നത്. അങ്ങേ ഇരുന്ന് മെയിൻ ഹാളിലേക്ക് കൊണ്ടുവന്നാർ. ഡൈനിങ് ഹാളിലാണ് മത്സരം ആരംഭിച്ചത്. അവസാനം മെയിൻ ഹാളിൽ കൊണ്ടുവന്നു. പാസ്റ്റർ ഫിലിപ്പ് ചാണ്ടപിള്ള சொன்னார். പാസ്റ്റർ ഫിലിപ്പ് ചാണ്ടപിള്ള പറഞ്ഞു, പ്രോഗ്രാം എല്ലാം മുടിഞ്ഞത്, പ്രോഗ്രാം എല്ലാം അവസാനം, ജനങ്ങളെല്ലാം പിരിച്ചു വിട വേണ്ടും, ജനങ്ങളെല്ലാം പിരിച്ചു പോക വേണ്ടും, എല്ലാവർക്കും പോകണം. അതിനാൽ ഇവർ 4 പേർക്കും ഫസ്റ്റ് പ്രൈസ് കൊടുപ്പോ. അതുകൊണ്ട് ഇവർ 4 പേർക്കും ഫസ്റ്റ് പ്രൈസ് കൊടുക്കുക. ഒരു അന്ത പയ്യൻ சொன்னா, ആ പയ്യൻ പറഞ്ഞു, അവന്റെ പേര് ജോഷുവ, അവന്റെ പേര് ജോഷുവ എന്നാണ്. പാസ്റ്റർ 4 പേർക്കും കൊടുക്കുന്നതൊക്കെ ഞങ്ങൾ ഇവളവും കഷ്ടപ്പെട്ട് വസനങ്ങൾ പഠിച്ചു. 4 പേർക്ക് കൊടുക്കുവാനാണോ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട്? നേരത്തെ പറയാമല്ലോ. അത് മുടിയാതെ, അത് പറ്റില്ല. ഇവങ്ങളെല്ലാം നീங்க അനപ്പുങ്ക, ഇവരെ എല്ലാം പറഞ്ഞു വിടുക, அவங்க പോകട്ടെ, അവര് പോകട്ടെ. 2 ഊഴിയക്കാരെ വെച്ച് ഇങ്ങോട്ട് പോട്ടി ഇനി തുടർന്ന് ചെയ്യും. 2 വേലക്കാരെ വെച്ചിട്ട് ഈ മത്സരം തുടരട്ടെ. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. പാസ്റ്റർ ഫിലിപ്പ് ചാണ്ടപിള്ളക്ക് പെരിയ സന്തോഷം. പാസ്റ്റർ ഫിലിപ്പ് ചാണ്ടപിള്ളക്ക് വലിയ ധൈര്യமாக சொல்றானே, ഇത്രയും ധൈര്യത്തോടെ പറയുന്നല്ലോ. ശരി, മറുപടിയും പോട്ടി, വീണ്ടും മത്സരം. അതിൽ ജോഷുവാവുക്ക് താൻ ഫസ്റ്റ് പ്രൈസ് കിടച്ചത്. അതിൽ ജോഷുവാക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതാ. അപ്പൊ അവന്റെ കേട്ട് അവനോട് ചോദിച്ചു, നീ എത്ര വസനം പഠിച്ചു? നീ എത്ര വചനം പഠിച്ചു? അവൻ തന്നെ 4000 വസനം പഠിച്ചു. 4000 വാക്യം, 4000 വസനം പഠിച്ച് പാറാമസുള്ളക്കൂടി ഇവങ്ക എത്ര പേരുണ്ട് ഊഴിയர்கள் വിശ്വാസികൾ കരങ്ങൾ ഉയർത്തുങ്ക. 4000 വചനങ്ങൾ കാണാതെ പറയാം. 10 വസനം சொல்ல முடியுமா? 10 വചനമെങ്കിലും പറയാൻ. 10 വസനത്തിൽ കർത്തർ എന്നെ കൈവിട മാട്ടാർ സ്തോത്രം എണ്ണു, കർത്തർ എന്നോട് ഇരുപ്പാർ സ്തോത്രം എണ്ണു, കർത്തർ എപ്പോഴും ഇരുപ്പാർ സ്തോത്രം എണ്ണു. ഇതാ വാഗ്ദത്ത വസനങ്ങൾ. ഇതാ വാഗ്ദത്ത വചനം. ഒഴുങ്കാക ഒരു വസനം சொல்ல தெரியுமா? ക്രമമായിട്ടൊരു വചനം പറയാൻ കൂടി അറിയാം. அந்த ஜோஷுவா என்ற பையன் 4000 വസനം. യോശുവ എന്ന പയ്യൻ 4000 വാക്യം. 4 പിള്ളകളും 4 കുട്ടികളും. அப்படி நிறைய வசனங்கள் படிக்கலாம். അങ്ങനെ അധികം വചനങ്ങൾ പഠിക്കാം. അതിനാൽ നീ പരിപൂർണമടയ முடியாது. അതുകൊണ്ട് പരിപൂർണത പ്രാപിക്കാൻ കഴിയില്ല. അപ്പോൾ ഏതൊക്കെ വസനങ്ങൾ പഠിക്കണം? പിന്നെ എന്തിനാണ് വചനം പഠിക്കുന്നത്? നീതിമൊഴികൾ 1-ാം അധികാരം 4-5 വസനത്തിൻപടി സദൃശവാക്യങ്ങൾ 1-ാം അധ്യായത്തിൽ 4-5 ജ്ഞാനം അറിവ് പെറ്റുകൊള്ളുപടിക്ക് വസനങ്ങളെ നാം പഠിത്തുകൊള്ള വേണ്ടും. ഇത് ജ്ഞാനവും വകതിരിവ് പ്രാപിക്കുവാൻ വചനങ്ങൾ പഠിക്കുന്നത് നല്ലതാണ്. ഞാൻ ഉമ്മക്ക് വിരോധமாக പാപം ചെയ്യാതെപടിക്ക് ഉമ്മത് വാർത്തയെ എനക്കുൾ വൈത്ത് നിനക്ക് വിരോധമായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനം എന്റെ ഉള്ളിൽ വെച്ചു. അപ്പോ വസനം നമുക്കുള്ള ഇരുന്നാൽ, വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പാപം ചെയ്യാமல் ജീവിക്കാം, പാപം ചെയ്യാതെ ജീവിക്കാം. 119-ാം സംഗീതം, 119-ാം സങ്കീർത്തനം, അത് വസനത്തിന്റെ മുഖ്യത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു സംഗീതം. അത് വചനത്തിന്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനം. അതിന്റെ 11-ാം വസനം தான் இப்ப நான் சொன்னேன். അതിന്റെ 11-ാം വാക്യമാണ് ഞാൻ പറഞ്ഞത്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. വസനം നമ്മുടെ ജീവിതത്തിക്ക് മികവും പ്രയോജനം. വചനം നമ്മുടെ ജീവിതത്തിന് വളരെ പ്രയോജനം. വിവേകமாக ജീവിക്കുക, വിവേകമായി ജീവിക്കുക, ജ്ഞാനமாக ജീവിക്കുക, ജ്ഞാനത്തോടെ ജീവിപ്പാൻ, ബുദ്ധിയാക ജീവിക്കുക, ബുദ്ധിയോടെ ജീവിപ്പാൻ നിനക്ക് വസനം തേവ. വചനം വേണം. വസനം നമ്മോട് പേസും, വചനം നമ്മോട് സംസാരിക്കും. വലത് പക്കமாக சாயும்போது இடது பக்கமாக சாயும்போது വഴി ഇതുവേന്ന് சொல்லுகிற ഒരു സത്തം ഉൻ കാതുകളിൻ പിന്നാലെ കേൾക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു എന്ന് പറയുന്ന ഒരു ശബ്ദം നിന്റെ പുറകിൽ ധ്വനിക്കും. യെശയ്യാ 30:21. യെശയ്യാ 30:21. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. വസനം പഠിക്കുന്നത് നല്ലതുதான். വചനം പഠിക്കുന്നത് നല്ലത് തന്നെ. അവൻ നീർക്കാലുകളിൻ ഓരமாக നടപ്പെട്ട് തൻ കാലത്തിൽ കനിയെ കൊടുത്ത് ഇല ഉതറാമിൽ ഇരിക്കും മരത്തെ പോലെ ഇരുപ്പാൻ. അവൻ ചെയ്വതെല്ലാം വായിക്കും. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും.
നീ വസനങ്ങൾ പഠിത്ത് വസനത്തിൻപടി ജീവിത്താൽ വചനങ്ങൾ പഠിച്ച് വചനം നിന്റെ അനുസരിച്ച് കൈയിൻ പ്രയാസത്തെ ദേവൻ ആശീർവദിപ്പാൻ. കൈകളുടെ അധ്വാന ഫലത്തെ ദൈവം നിനക്ക് അനുഗ്രഹിക്കും. ജ്ഞാനവും ബുദ്ധിയും ദേവൻ തരും. നിങ്ങൾക്ക് ജ്ഞാനവും ബുദ്ധിയും ദൈവം തരും. വിവേകം തരും. വിവേകം തരും. അതൊക്കെ വസനങ്ങൾ പഠിക്കലാം. അതിന് വചനം പഠിക്കാം. ആനാ നീ പരിപൂർണമടയ വേണ്ടുമാനാൽ, എന്നാൽ പരിപൂർണത പ്രാപിക്കണമെങ്കിൽ இந்த വസനങ്ങൾ മറ്റും പോതാ, വചനം മാത്രം പോരാ. വസനത്തിനാൽ ഉരുവാക്കപ്പെട്ട ഉപദേശം തേവ്. വചനത്താൽ ഉളവായ ഉപദേശം വേണം. എങ്ക വാസിக்கிறோம்? എവിടെ വായിക്കുന്നു? 2 തിമോത്തിയും 3-ാം അധികാരം 16-17 വസനങ്ങളിൽ വാസിக்கிறோം. 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 16-17 ദേവനുടെ വാക്യങ്ങളെല്ലാം ദേവാവിയിനാൽ എഴുതപ്പെട്ടത്. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാണ്. ദേവനുടെ മനുഷ്യൻ എന്നാൽ ദൈവത്തിന്റെ മനുഷ്യൻ എല്ലാവറ്റിലെയും തേറിനവനാകെ നിൽക്കവും സകലത്തിലും തികവ് പ്രാപിക്കേണ്ടതിന് ആ വസനങ്ങൾ ഉപദേശങ്ങളാകെ കടിந்துകൊള്ളുതൽക്കാക സീർതിരുത്തൽക്കാക പ്രയോജനമുള്ളത് എന്ന് വാസിக்கிறோം. വാസിക്ക. ആ വചനങ്ങൾ ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. വേദവാക്യങ്ങളെല്ലാം ദേവാവിയിനാൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ദേവനുടെ മനുഷ്യൻ തേറിനവനാ പൂർണ്ണനാ പരിപൂർണമുള്ളവനാക മാറ്റപ്പെട எந்த நற்கிரியையும் செய்ய தகுதியுள்ளவனாகவும் இருக்கும்படியாக அவைகள் உபதேசத்துக்கும் கடிந்து கொள்ளுதலுக்கும் சீர்திருத்தலுக்கும் நீதியை படிப்பிக்கிறதுக்கும் பிரயோஜனமுள்ளவைகளாய் இருக்கிறது. அது உபதேசத்துக்கு பிரயோஜனம். അത് ഉപദേശത്തിന് പ്രയോജനം. ഉപദേശത്തിൽ വളരുമ്പോൾ കടിந்து കൊള്ളുതൽ തേവ. നിങ്ങൾക്കൊരു ശാസന വേണം. പിന്നെ സീർതിരുത്തം തേവ. ഗുണീകരണം വേണം. നീതീകരണം വേണം. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. அப்போதுதான் உபதேசத்தில் வளர முடியும். അപ്പോഴാണ് ഉപദേശത്തിൽ വളരുവാൻ കഴിയുന്നത്. അതിനാൽ തീത്തുവുക്ക് ചൊല്ലുമ്പോൾ, അതുകൊണ്ടാണ് തീത്തോസിനോട് പറയുമ്പോൾ, തീത്തു 1-ാം അധികാരം 14-ാം വചനത്തെ വാസിക്കുമ്പോൾ, തീത്തോസ് 1-ാം അധ്യായം 14-ാം വാക്യം, അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവர்களாய் இருக்கும்படி, അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിന് കണ്ടിപ്പായി അവരെ കടിந்துകൊൾ. നീ കഠിനമായി അവരെ ശാസിക്കുക. കണ്ടിപ്പായി കടിந்துകൊൾ, കർശനമായി ശാസിക്കണം. ഉപദേശത്തിൽ നീ വളര വേണ്ടുമാനാൽ, ഉപദേശത്തിൽ നിങ്ങൾ വളരണമെങ്കിൽ കടിந்துകൊള്ളുതൽ നമുക്ക് തേവ. ഒരു ശാസന നമുക്ക് വേണം. அந்த ഉപദേശം നമുക്ക് തേവ. ആ ഉപദേശം നമുക്ക് വേണം. അപ്പൊ ഉപദേശത്തിനാലെ മറ്റുംതാൻ മനുഷ്യൻ പരിപൂർണമടയ മുടിയും. ഉപദേശത്താൽ മാത്രമേ മനുഷ്യന് പരിപൂർണത പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ. ദേവനക്ക് അതുക്കാകത്ത ദേവൻ നമുക്ക് നല്ല ഉപദേശങ്ങൾ തന്നിരിക്കും. അതിനാണ് ദൈവം നമുക്ക് നല്ല ഉപദേശങ്ങൾ നൽകിയിരിക്കുന്നത്. അതിലൊരു ഉപദേശം താൻ, അതിലൊരു ഉപദേശമാണ് ദൈവിക സുഖം. ദൈവിക രോഗശാന്തി. ദൈവിക സുഖത്തെ നിങ്ങൾ അലക്ഷ്യം പണ്ണാതിരിക്കുക. ദൈവിക രോഗശാന്തി അലക്ഷ്യമാക്കരുത്. 56 ഉപദേശങ്ങൾ ഉണ്ട്. 56 ഉപദേശങ്ങളുണ്ട്. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പോസ്തോലിക ഉപദേശം എന്ന് ചൊല്ലി 7 എന്ന് പഠിக்கிறோம். അപ്പോസ്തോലിക ഉപദേശം 7 നമ്മൾ പഠിക്കുന്നു. മനം തിരുമ്പുതൽ, മാനസാന്തരം, സ്നാനം, അഭിഷേകം, പരിശുദ്ധാവിയെ പെറ്റുകൊള്ളുന്നത്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത്, ദൈവിക സുഖം, ദൈവിക രോഗശാന്തി, ക്രിസ്തുവുക്കാക പാടുപെടുതൽ, ക്രിസ്തുവിന് വേണ്ടി കഷ്ടപ്പെടുന്നത്, പരിശുദ്ധമാക്കപ്പെടുന്നത്, സമ്പൂർണ്ണ വിശുദ്ധീകരണം, കർത്തരുടെ വരിയിൽ എടുത്തുകൊള്ളപ്പെടുന്നത്, അപ്പോസ്തോലിക ഉപദേശം എന്ന് പഠിക്കുന്നു. അപ്പോസ്തോലിക ഉപദേശം എന്ന് വായിക്കുന്നു. இந்த ഉപദേശത്തെ വീണ്ടും വീണ്ടും നാം പിരിത്ത് 56 ഉപദേശങ്ങളാക പഠിക്കലാം. ഈ ഉപദേശത്തെ വീണ്ടും ചെറുതായി വേർതിരിച്ച് നമ്മൾ 56 ഉപദേശങ്ങളായി പഠിക്കാം. അതിലൊന്ന് താൻ ദൈവിക സുഖം. അതിലൊന്നാണ് ദൈവിക രോഗശാന്തി. ദൈവിക സുഖം ചത്ത ഉപദേശമല്ല. ദൈവിക സൗഖ്യം അത് നല്ലൊരു സാക്ഷിയെ കേട്ടി, നല്ലൊരു സാക്ഷിയെ കേട്ടുവല്ലോ. അത് ജീവനുള്ള സാക്ഷി. അത് ജീവനുള്ള സാക്ഷിയാണ്. അവർ പൊയ്യാക ഒന്ന് ചൊല്ലവില്ല. താൻ നുണയൊന്നും പറഞ്ഞില്ല. എത്രയോ വിധமான കഷ്ടങ്ങൾ, എത്രയോ വിധത്തിലുള്ള കഷ്ടങ്ങൾ. അവരുടെ മനവിധാൻ മുന്താനാൾ സ്വന്തം സഹോദരി, തന്റെ ഭാര്യയാണ് കഴിഞ്ഞ ദിവസം സാക്ഷി പറഞ്ഞു. അവർ നല്ല സാക്ഷി സ്വന്ന, താനും നല്ലൊരു സാക്ഷി പറഞ്ഞു. നമ്മുടെ ദേവൻ നമ്മെ കൈവിടാமல் നമ്മെ വിടുവിക്കും. ദേവൻ നമ്മുടെ ദൈവം നമ്മെ കൈവിടാതെ വിടുവിക്കുന്നത്. കോയമ്പത്തൂരിൽ എനിക്ക് നടന്നത് നിങ്ങൾക്ക് തെരിയുമോ? കോയമ്പത്തൂരിൽ എനിക്ക് സംഭവിച്ചത് അടിച്ചു ഉടച്ചാണ്. എന്റെ തല അടിച്ച് മുറിച്ചോ? നിങ്ങൾ യൂട്യൂബിൽ പാത്തീങ്ക, നിങ്ങളും യൂട്യൂബിൽ കണ്ടു കാണും. പാത്തവങ്ങളെല്ലാം കരങ്ങളെ ഉയർത്തുക. കണ്ടവരൊന്നും പേരുണ്ട്, അധികം പേരുണ്ട്. ഞാനും വെച്ചിരിக்கிறேன். ഞാനും വെച്ചിട്ടുണ്ട്. കാരണം ചിലർ ചൊല്ലുവാங்க അതെല്ലാം പൊയ്യെന്ന്. ചിലര് പറയുന്നത് അതൊക്കെ നുണയാണ്. മണ്ടയാണ് ഉടച്ചാണ്. എന്റെ തല മുറിഞ്ഞോ? சொன்னாங்க தையல் போடணும்னு சொன்னாங்க. അത് സ്റ്റിച്ച് വിരല് അത് കായത്തുകൾ ഉള്ള പോകും. എന്റെ ഒരു വിരൽ മൊത്തം അതിനകത്ത് ആഴത്തിൽ പോകും. നോണ്ടിട്ടേ ഇരിക്കും. ഞാൻ അങ്ങനെ അത് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഉള്ള പോകും, ആ വിരൽ അകത്ത് പോകും. അന്ത അളവുക്ക് പെരുസായിരുന്നു. അത്ര വലിയ മുറിവ്.
தையல் போடணும்னு சொன்னாங்க, സ്റ്റിച്ച് ഇടണമെന്ന് പറഞ്ഞു, ஆஸ்பத்திரி போகணும்னு சொன்னாங்க, ആശുപത്രി പോകണമെന്ന് പറഞ്ഞു, மறுபடியும் பிளட் ஏற்றணும்னு சொன்னாங்க. വീണ്ടും ബ്ലഡ് കയറ്റണമെന്ന് പറഞ്ഞു. எல்லா பிளட்டும் போய் விட்டது. മുഴുവൻ രക്തവും പോയി. ஒரு டாக்டர் சொன்னாங்க 0.2 பிளட் தான் இருக்கு, என்ன கணக்கா தெரியாது. ഒരു ഡോക്ടർ പറഞ്ഞു 0.2 രക്തമേ ഉള്ളൂ. அவ்வளவு பிளட் போய் விட்டது. അത്രത്തോളം രക്തം പോയി. ஒரு டாக்டர் சொன்னார், ഒരു ഡോക്ടർ പറഞ്ഞു இவரை இங்க இருந்து எடுக்க வேண்டாம், ഇവരിവിടെ இருக்கட்டும், ഇവിടെ തന്നെ ഇരിക്കട്ടെ. நான் ஹாலில் இருந்தேன், ഹോളിൽ ഇരിക്കുക, ஜெபம் முடித்து പ്രാർത്ഥന കഴിഞ്ഞ് அங்கே உட்கார்ந்து അവിടെ ഇരിക്കുക. அப்புறம் தான் எழும்பி வருவேன். പിന്നീടാണ് ഞാൻ എഴുന്നേറ്റ് വരുന്നത്. அப்போது அந்த பிரதர் இந்த மைக் ஸ்டாண்ட் எடுத்து அடித்தார். അപ്പോഴാണ് ആ സഹോദരൻ മൈക്ക് സ്റ്റാൻഡ് എടുത്ത് അടിച്ചത്. அடிக்க வேண்டிய நான் நினைக்கவில்லை, അടിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. இங்கேயும் உடைஞ்சு விட்டது, இப்படி உடைஞ்சு விட்டது. തല ഇപ്പുറം രണ്ട് ஒரு ഭാഗത്ത് ஆஸ்பத்திரியிலும் போகவில்லை, ஆஸ்பத்திரி ഒരു போகவில்லை, ആശുപത്രിയിലും പോയില്ല, தையிலும் போடவில்லை. സ്റ്റിച്ച് വിട്ടില്ല. கூட்டம் முடிச்சு என் தலை வந்து பாருங்க, യോഗം കഴിഞ്ഞിട്ട് തല அழகாக இருக்கு பாருங்க. അത്ര ஒரு மேடும் இல்ல, ஒண்ணும் இல்ல, சீப் எல்லாம் நல்லா வரலாம். അപ്പൊ അവിടെ ഒരു പാട് പോലും ഇല്ലാതെ ചീപ്പൊക്കെ വെച്ച് தையல் போட்டிருந்தா ஒரு பெரிய வரம்பு மாதிரி இருந்திருக்கும். തയ്യലിട്ടിരുന്നെങ്കിൽ അവിടെ ഒരു വലിയ മുഴ പോലെ വരമ്പ് പോലെ വരുമായിരുന്നു. இல்லையா, வருமா வராதா? இப்ப நீங்க வந்து பாருங்க, നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് தொட்டு നോക്കാം, பாருங்க. തൊട്ട് നോക്കാം. എന്റെ തലയെ തൊടുறதுக்கு ഞാൻ അനുവദിக்கிறேன். തൊട്ട് பாருங்க, എന്റെ തലയെ തൊടാൻ ഞാൻ അനുവദിക്കുന്നു. തൊട്ട് பாருங்க. തൊട്ട് നോക്കുക. ഒരു വടിവില്ല, ഒരു പാട് പോലുമില്ല. അഴകാക ദേവൻ പോട്ട, നന്നായി ദൈവം സൗഖ്യമാക്കി. ദൈവിക സുഖം എവ്വളവ് മേന്മയാണ് ഉപദേശം. ദൈവിക സൗഖ്യം എത്ര ചത്ത ഉപദേശമല്ല, അതൊരു ചത്ത ഉപദേശമല്ല. അന്ത സഹോദരനും സഹോദരിയും ചെന്ന ഉപദേശങ്ങൾ അല്ലെങ്കിൽ ദൈവിക സുഖം അനുഭവങ്ങൾ ചത്തതല്ല. ആ സഹോദരനും സഹോദരിയും പറഞ്ഞ ദൈവിക രോഗശാന്തിയുടെ അനുഭവങ്ങൾ ചത്തതല്ല, ജീവനുള്ളത്. അത് ജീവനുള്ളത്. ഞങ്ങൾ 9 പേർ, ഞങ്ങൾ 9 മക്കളാണ്. 9ാമത് എന്നോട് ബ്രദർ എന്റെ അമ്മ പ്രസവിക്കുമ്പോൾ 9ാമത്തെ ഞങ്ങളുടെ സഹോദരൻ അമ്മ കൈ വെളിയെ വന്ന് വിട്ടത്. ആദ്യം തന്റെ കൈ പുറത്തു വന്നു. എപ്പടി ഇരിക്കുന്നു യോസിച്ച് പറഞ്ഞു, എങ്ങനെയായിരിക്കും? 4 നാൾ കടന്നത്. 4 ദിവസം അങ്ങനെ കടന്നു. ഞങ്ങളുടെ ഊരിലൊരു കൺവെൻഷൻ, ഞങ്ങളുടെ ദേശത്ത് കൺവെൻഷനാണ്. എന്റെ മാമ താൻ കൺവെൻഷൻ പ്രസംഗിക്കും, എന്റെ അമ്മാച്ചനാണ് കൺവെൻഷൻ പ്രസംഗിക്കുന്നത്. ടി വി തോമസ് അവர்தான் പ്രസംഗத்துக்கு வந்திருக்கிறார். താനാണ് പ്രസംഗിക്കാൻ വന്നിരിക്കുന്നത്. അണ്ണമാർ വന്ന് അവരെ തിട്ടാங்க, ജ്യേഷ്ഠന്മാർ വന്ന് തന്നെ വഴക്ക് പറയും. പ്രസംഗത്തെ എല്ലാം നിപ്പാട്ടി, പ്രസംഗമൊക്കെ നിർത്തുക. സിസ്റ്ററെ കൂട്ടി ആശുപത്രി കൊണ്ടുപോകും, പെങ്ങളെ കൂട്ടി ആശുപത്രി കൊണ്ടുപോകും. അവർ എന്നെ ചെയ്യാൻ മുടിയും? തനിക്കെന്ത് ചെയ്യാൻ കഴിയും? അവർക്ക് അവരുടെ മൂത്ത അണ്ണനക്ക് 30 വയസ്സ് വ്യത്യാസം. തനിക്കും തന്റെ മൂത്ത ജ്യേഷ്ഠൻ തമ്മിൽ 30 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. തിട്ട മുടിയുമോ? വഴക്ക് പറയാൻ മുടിയുമോ? സംസാരിക്കാൻ പറ്റും. അപ്പന്റെ ഇടത്തിൽ അപ്പന്റെ സ്ഥാനത്താണ് ആയിരിക്കുന്നത്. ഒന്നും പേസവില്ല, ഒന്നും സംസാരിച്ചു. പ്രസംഗം ഭയങ്കരமாக പ്രസംഗിത്ത, എന്നാലും പ്രസംഗം ദൈവിക സുഖത്തെ കുറിച്ച് ഭയങ്കരமாக ദൈവിക രോഗശാന്തിയെ കുറിച്ച് നന്നായി ഓൺ സിസ്റ്റർ കിടന്ന് കഷ്ടപ്പെടുക, സ്വന്തം സഹോദരി കിടന്ന് കഷ്ടപ്പെടുന്നു. ഞായറാഴ്ച ജപത്തിക്ക് ഒരു കുറയില്ല, പ്രാർത്ഥനയ്ക്ക് ഒരു കുറവുമില്ല. പന്തലുക്ക് മുന്നാലെ താ ഞങ്ങളുടെ വീട്, പന്തലിന് മുമ്പിൽ തന്നെയാണ് ഞങ്ങളുടെ വീട്. ജനങ്ങളെല്ലാം വരാങ്ക, ജപിക്கிறாங்க, പോറാങ്ക, എല്ലാം ചെയ്യறாங்க. ജനങ്ങളൊക്കെ വരുന്നു, പ്രാർത്ഥിക്കുന്നു, പോകുന്നു. സ്പെഷ്യൽ ജപവുമുണ്ട്, പ്രത്യേക പ്രാർത്ഥനയുമുണ്ട്. ദേവനക്ക് മഹിമ, ദൈവത്തിന് സ്തോത്രം. ആന ഞായറാഴ്ച കൂട്ടം മുടിച്ച് ഞായറാഴ്ച യോഗം കഴിഞ്ഞ് 1 മണി അളവില് 1 മണിക്ക് എന്റെ അമ്മാവക്ക് ഒരു അഭിഷേകം വന്നു. എന്റെ അമ്മയ്ക്ക് ഒരു അഭിഷേകം വന്നു. ശരീരം മുഴുവൻ ആടിവിട്ടു, ശരീരം മുഴുവൻ വിറച്ചു. മറ്റുള്ളവங்க சொன்னாங்க ജന്നി ജ്വരം. മറ്റുള്ളവർ വന്ന് ജന്നി വന്നതാണ്. എന്റെ ഒരു സിസ്റ്റർ കൂടെ ഇരുന്നാங்க, എന്റെ പെങ്ങൾ കൂടെ ഉണ്ടായി. അഭിഷേകം പറ്റവங்க, താനും അഭിഷേകം പ്രാപിച്ചു. താനൊരു നേഴ്സാണ്. അവർ ജന്നി ജ്വരമല്ല, ജന്നിയൊന്നുമല്ല, അഭിഷേകം. ഇതാണ് അഭിഷേകം. അന്യഭാഷയിൽ പേசுறாங்க, അന്യഭാഷ പറയുക. നമ്മൾ ഉദവി ചെയ്യും, താൻ നിങ്ങൾ സഹായിക്കും. ആവി നിറമ്പും, എല്ലാവരും ആത്മാവിൽ നിറഞ്ഞു. അവർ 2-3 പേര് അഭിഷേകം പറ്റവங்க ഇരുന്നാங்க. 2-3 പേര് അഭിഷേകം പ്രാപിച്ചു. അവങ്ങളെല്ലാം ആവി നിറമ്പിനാ, അവരെല്ലാവരും ആവി നിറമ്പി ശരീരം ആടി ആടി കട്ടിലും കൂടെ ആടിയാச்சு. ആത്മാവിൽ നിറഞ്ഞ ശരീരമാടി കട്ടിലും കുലുങ്ങി. അതല്ല എല്ലാരും சொல்லாங்க இப்ப சாக போகுது, എല്ലാരും പറഞ്ഞു ഇപ്പൊ മരിക്കും. ஆனா கை அப்படியே உள்ளுக்குள்ள போய் தலை வெளியே வந்து இன்னைக்கு அவன் 54 வயசுள்ளவனாக എന്നെ പോലെ അസിസ്റ്റന്റ് പാസ്റ്ററാക ബറോഡാവിൽ ഇരിക്കണം. കൈ അകത്തേക്ക് പോയി തല പുറത്ത് വന്നു. ഇന്ന് അവൻ 55 വയസ്സുള്ള. അവനക്ക് അംഗഹീനം വരും, അവൻ അപ്പടി ഇരിക്കും ഇപ്പടി ഇരിക്കും എന്നെല്ലാം சொன்னாங்க. എല്ലാവരും പറഞ്ഞു ഒരു അംഗഹീനമല്ല, എന്നെ പാർക്കലും നല്ല തടി, താൻ അംഗഹീനനായിരിക്കും, അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും ഒക്കെ എല്ലാവരും പറഞ്ഞു. പക്ഷെ ഒരു കുഴപ്പവുമില്ല, നല്ല തടിയായി. ഇപ്പോൾ ബറോഡയിൽ നല്ല ആരോഗ്യമുള്ളവനായിരിക്കും, നല്ല ആരോഗ്യമുള്ളവനായിരിക്കും. 54 വയസ്സ്, 54 വയസ്സുണ്ട്. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഇപ്പടി എത്രയോ അർപ്പതം. ഇങ്ങനെ എത്ര ഒരു മുറ തളർന്നു വിട്ട, എന്റെ പിതാവ് ഒരിക്കൽ തളർന്നു പോയി. ഒരു രാത്രിയിൽ അവർക്കൊരു അഭിഷേകം വന്നത്, എനിക്കൊരു അഭിഷേകം ഉണ്ടായി.
தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ஆவியில் நிரம்பினார். ആത്മാവിൽ நாங்க നിറഞ്ഞു. விஷயம் தெரியாம நாங்களும் எழும்பி உட்கார்ந்து ஆவியில் நிரம்புகிறோம். കാര്യമറിയാതെ ഞങ്ങളും എഴുന്നേറ്റിരുന്ന ആത്മാവിൽ നിറഞ്ഞു. ചെറു വയതിലെ ഞങ്ങൾ അഭിഷേകം പെറ്റവർ. ചെറുപ്രായത്തിലെ ഞങ്ങൾ അഭിഷേകം പ്രാപിച്ചവരാണ്. അവർ അപ്പ അമ്മ രണ്ടും കൂടെ ആവിയിൽ നിറമ്പുമ്പോ മാതാവും പിതാവും രണ്ടുപേരും ആത്മാവിൽ നിറയും. ആവിയിൽ നിറമ്പും ഞങ്ങളും ചേർന്ന് ആത്മാവിൽ നിറഞ്ഞു. ഞങ്ങൾക്ക് தெரியாது. എന്തിനെന്ന് ഞങ്ങൾക്കറിയില്ല. കടസിൽ എന്റെ അപ്പ എളുമ്പിനാർ. അവസാനം എന്റെ പിതാവ് എഴുന്നേറ്റു. കയ്യും കാലും തളർന്നു പോന്ന എന്റെ തകപ്പനാർ. കയ്യും കാലും തളർന്നുപോയ എന്റെ പിതാവ് എളുമ്പി എഴുന്നേറ്റ് അവർ വയലുക്ക് ഞങ്ങളുടെ വയലുക്ക് പോന്ന പാടത്ത് പോയി നടന്നുപോയി. അത്ഭുതം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. தெய்வீக சுகம், ஜீவனுள்ள உபதேசம் என்று சொல்லக்கூடியவங்க கரங்களை ஒருத்தர் அல்லேலியா சொல்லுங்கள். தெய்வீக சுகத்தில் நிலைத்திருந்தால் மட்டும்தான் தெய்வீக சுகத்திலே രക്ഷിപ്പ് നീ പെറ്റുകൊള്ള முடியும். ദൈവിക രോഗശാന്തിയിൽ നിലനിന്നാൽ മാത്രമേ ദൈവിക രോഗശാന്തിയിലെ രക്ഷ നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയൂ. ഒവ്വൊരു ഉപദേശത്തിലും രക്ഷിപ്പുണ്ട്. ഓരോ ഉപദേശത്തിലും രക്ഷയുണ്ട്. രക്ഷിപ്പിൽ രക്ഷിപ്പുണ്ട്. രക്ഷയിൽ രക്ഷയുണ്ട്. ജ്ഞാനസ്നാനത്തിൽ രക്ഷിപ്പുണ്ട്. ജലസ്നാനത്തിൽ അഭിഷേകത്തിൽ രക്ഷിപ്പുണ്ട്. അഭിഷേകത്തിൽ രക്ഷയുണ്ട്. ദൈവിക സുഖത്തിൽ രക്ഷിപ്പുണ്ട്. ദൈവിക രോഗശാന്തിയിൽ രക്ഷയുണ്ട്. എല്ലാ രക്ഷിപ്പും ചേരുമ്പോൾ താൻ പൂർണ്ണ രക്ഷിപ്പ്. എല്ലാ രക്ഷയും ചേരുമ്പോഴാണ് പൂർണ്ണ രക്ഷ പ്രാപിക്കുന്നത്. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ആയാൽ ദൈവിക സുഖത്തിലെ രക്ഷിപ്പ് നമുക്ക് തേവേ. ദൈവിക രോഗശാന്തിയിലെ രക്ഷ നിങ്ങൾ മരുന്നെടുത്താൽ നിന്റെ ശരീരം കറപ്പെട്ടു പോയിവിടും. ശരീരം കറ പിടിക്കും. നിന്റെ ശരീരം കറപ്പെട്ടാൽ ശരീരം കളങ്കമായാൽ നീ പിന്നെ എക്കാല സത്തം കേൾക്ക മുടിയാതെ. നിങ്ങൾക്ക് കാഹളനാദം കേൾക്കാൻ പോക മുടിയാതെ. വരവിലെടുക്കപ്പെടുകയില്ല. ദൈവിക സുഖം എന്നത് ലേസാന ഉപദേശം. ദൈവിക രോഗശാന്തി എന്ന് പറയുന്നത് വളരെ ലളിതമായ ഉപദേശം. അതേക്കുറിച്ച് നമുക്ക് രണ്ട് പുസ്തകങ്ങളെല്ലാം പരിശുദ്ധവാങ്ങൾ എഴുതിയിരിക്കുന്നത് വാങ്ങി പഠിയുക. രണ്ട് പുസ്തകങ്ങൾ വിശുദ്ധന്മാർ എഴുതിയിട്ടുണ്ട്, അത് വാങ്ങി വായിക്കുക. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അതിൽ മുഖ്യமான രണ്ട് ഉപദേശത്തെ ചൊല്ലി அந்த പകുതിയെ നിപ്പാട്ടുകയാണ്. അതിന്റെ പ്രധാന രണ്ട് യാക്കോബ് 5-ാം അധികാരം 16-ാം വചനത്തെ വാസിക്കുമ്പോൾ യാക്കോബ് 5:16 വായിക്കുമ്പോൾ നീ ദൈവിക സുഖത്തിൽ നിലനിൽക്ക വേണ്ടുമാനാൽ, ദൈവിക രോഗശാന്തി നിലനിൽക്കണമെങ്കിൽ, അനുഭവിക്ക വേണ്ടുമാനാൽ നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ വസനത്തിൽ എന്നെ വാസിக்கிறோம். ആ വാക്യത്തിൽ എന്ത് വായിക്കുന്നു? ഉങ്ങൾ കുറ്റങ്ങളെ ഒരുവർക്കൊരുവർ അറിക്കയിട്ട് നിങ്ങളുടെ പാപങ്ങളെ തമ്മിൽ തമ്മിൽ ഏറ്റുപറഞ്ഞ് ഒരുവർക്കാക ഒരുവർ ജപം പണ്ണുങ്ങൾ. നിങ്ങൾ ജപം പെണിയാളിയെ രക്ഷിയും. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ അവൻ പാപം ചെയ്തവനാനാൽ അവൻ പാപം ചെയ്തിരിക്കുന്നത് അവനക്ക് മന്നിക്കപ്പെടും. അവന്റെ പാപം തന്നോട് ക്ഷമിക്കും. നമ്മുടെ കുറ്റങ്ങളെ നാം ഒരുവർക്കൊരുവർ അറിക്കയിട വേണ്ടും. നമ്മുടെ പാപങ്ങൾ അന്യോന്യം ഏറ്റുപറയണം. നിന്റെ കുറ്റത്തെ നീ വൈത്ത് മറയ്ത്തുകൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ മറച്ചു എനിക്ക് വിടുതലെ താരും 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 എന്ന് சொன்னால் വിടുതലെ വരാതെ. കർത്താവേ എനിക്ക് വിടുതൽ തരണമേ തരണമേ എന്ന് പറഞ്ഞാൽ വിടുതൽ ലഭിക്കില്ല. നിന്റെ കുറ്റങ്ങളെ അറിക്ക ചെയ്യുക. നിങ്ങളുടെ കുറ്റങ്ങളെ ഏറ്റുപറയുവിൻ. മുന്നമേ ഞാൻ சொன்னதுപോലെ, നേരത്തെ പറഞ്ഞതുപോലെ, മനുഷ്യനോടും ദേവനോടും നീ ഉപ്രവാക വേണ്ടും. മനുഷ്യനോടും ദൈവത്തോടും നിരപ്പാകണം. കുടുംബത്തിൽ മനവിയോട് ഉപ്രവാക വേണ്ടും. ഭാര്യയോട് നിരപ്പാകണം. പിള്ളകളോട് ഉപ്രവാക വേണ്ടും. മക്കളോട് നിരപ്പാകണം. സഭയാരോട് ഉപ്രവാക വേണ്ടും. സഭയോട് എല്ലാ മക്കളോട് ഉപ്രവാക. എല്ലാ ജനത്തോടും നിരപ്പാകണം. നീ കസപ്പിൽ ഇറുക്കലാകാതെ, നിങ്ങൾ കയ്പിൽ വൈരാഗ്യത്തിൽ ഇറുക്കക്കൂടാതെ, വൈരാഗ്യത്തിൽ കാണപ്പെടാതെ, ഇറുക്കക്കൂടാതെ, സംസാരിക്കാതിരിക്കരുത്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ചില മനവിയും പുരുഷനും പേച്ചേ ഇല്ല. ചില ഭാര്യ ഭർത്താക്കന്മാർ സംസാരിക്കില്ല. ദൈവിക സുഖത്തിൽ നിൽക്കാങ്ക. എന്നാൽ ദൈവിക രോഗശാന്തി എക്കാല സത്തം മൂതുമ്പോൾ പറന്ന് ഉയരും എന്ന് சொல்றாங்க. കാഹള ശബ്ദം വരുമ്പോൾ കേൾക്കുമ്പോൾ പറന്നുയര മുടിയാതെ, ഒരിക്കലും പറന്നുയരാൻ കഴിയില്ല. അതിനകത്ത് നാം ഉപ്രവാക വേണ്ടും. അതിനായി നാം നിരപ്പാകണം. അവരോട് സമാധാനമായിരിക്ക വേണ്ടും. എല്ലാവരോടും സമാധാനമായിരിക്കും. കസപ്പ് വൈരാഗ്യത്തിൽ ഇരിപ്പീர்களാനാൽ, ആരോടെങ്കിലും കയ്പ വൈരാഗ്യമോ ഉടനെ നിങ്ങൾ ഉപ്രവായിക്കൊള്ളുക. ഉടൻ തന്നെ നിരന്നുകൊള്ളുവിൻ. അപ്പോൾ അത് ദൈവിക സുഖത്തെ പെറ്റുകൊള്ളலாம். അപ്പോൾ ദൈവിക രോഗശാന്തി പ്രാപിക്കാം. രണ്ടാമത്തെ ഉപദേശം റോമർ 8-ാം അധികാരം 11-ാം വചനത്തിൻപടി, റോമർ 8:16 പ്രകാരം അങ്ങ് നാം എന്നെ വാസിக்கிறோம். അവിടെ എന്ത് വായിക്കുന്നു? മരിത്തോലിരുന്ന് എളുപ്പിനവരുടെ ആവി ഉങ്ങളിൽ വാസമായിരുന്നാൽ സാവുക്ക് എതുവാന ശരീരത്തെ അവർ ഉയർപ്പിപ്പാർ. ക്രിസ്തുവിനെ മരിച്ചവരെ ഉറപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ അവൻ തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. സാവുക്ക് എതുവാന ശരീരത്തെ ഉയർപ്പിപ്പാർ. നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. വ്യാധിയുള്ള ശരീരത്തെ ഉയർപ്പിപ്പാർ. നിങ്ങളുടെ രോഗമുള്ള ശരീരത്തെ ജീവിപ്പിക്കും. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. നീ കാത്തിരുന്ന് ജപിക്കുമ്പോൾ നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കും. അഭിഷേകമുണ്ടാകും. നിങ്ങൾക്കൊരു അഭിഷേകമുണ്ടാകും. അഭിഷേകത്തിനാൽ ദേവനുന്റെ ശരീരത്തിലെ കട്ടുകൾ, വ്യാധികൾ, ബലവീനങ്ങൾ എല്ലാം അകറ്റുവാർ. ആ അഭിഷേകത്തെ ദൈവം നിങ്ങളുടെ ശരീരത്തിലെ ബന്ധനങ്ങൾ, വ്യാധികൾ, ബലഹീന രോഗങ്ങളെല്ലാം വേളയിൽ, ഞാൻ അഭിഷേകം പ്രാപിച്ചപ്പോൾ, അല്ല അടിപ്പെട്ട വേളയിൽ, എനിക്ക് മുറിവേറ്റ സമയത്ത് എന്റെ കൂടെ ഒരു ബ്രദർ இருந்தார், ഇമ്മാനുവേൽ. എന്നോട് ഇമ്മാനുവേൽ കൺവെൻഷനുക്ക് വന്നിരിക്കറ. ഇമ്മാനുവേൽ ബ്രദർ ഉണ്ടായിരുന്നു. താനും ഈ കൺവെൻഷൻ വന്നിട്ടുണ്ട്. പോയിട്ടാരോ தெரியாது. പോയോന്ന് അറിയില്ല.
அவர் கூட இருந்தார். താൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അടിപ്പെട്ട ഉടനെ, അടി കിട്ടിയ ഉടനെ ഞാൻ അന്യഭാഷയിൽ പേസിനെ, അന്യഭാഷയെ സംസാരിച്ചു. അവർ നിனைத்தார், ഇമ്മാനുവേൽ നിனைத்தார், ഇമ്മാനുവേൽ ഓർത്തത് ബ്രദറും പാസ്റ്ററും ജപിക്கிறார். ബ്രദറും പാസ്റ്ററും കൂടെ ചേർന്ന് അവർ പ്രാർത്ഥിക്കും. കണ്ണു മൂടി താൻ കണ്ണടച്ചു. നല്ല ജപിത്തുകൊണ്ടിരുന്ന, താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. திடீர்னு വീല് കളഞ്ഞു പോയി വിട്ടത്, ഉടഞ്ഞു പോയി വിട്ടത്. പെട്ടെന്ന് ഈ മൈക്ക് സ്റ്റാൻഡിന്റെ മൂടി അത് ഊരിപ്പോയി. 2 ബാർ വെയിറ്റ് അതിന്റെ 2 വടിയും എന്റെ ഇന്ത പക്കത്തിൽ അടിക്ക പട്ടോ പട്ടോ പട്ടോന്ന് അടിച്ചാൽ എന്റെ തോളിൽ ഇങ്ങനെ ഈ ശബ്ദം കേട്ട് അവർ കണ്ണു തുറന്ന് പാർക്കുമ്പോൾ, ഈ ശബ്ദം കേട്ട് അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഞാൻ രക്തത്തിൽ കിടക്കുന്നത്, ഞാൻ രക്തത്തിൽ കിടക്കുക. അപ്പം അവർ സത്തം പോട്ട, അപ്പോഴാണ് താൻ ഓടി വന്ന, എല്ലാവരും ഓടി വന്നു. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. അടിപ്പെട്ട ഉടനെ അന്യഭാഷയിൽ പേസിനെ, അടി കിട്ടിയ ഉടനെ അന്യഭാഷ സംസാരിച്ചു. അഭിഷേകത്തിൽ നിറഞ്ഞു, അഭിഷേകത്തിൽ നിറഞ്ഞു. അപ്പൊ നീ എപ്പോഴും ആവിക്കുള്ള ഇരുക്ക വേണ്ടോ, എപ്പോഴും നിങ്ങൾ അപ്പോൾ ആത്മാവിൽ അഭിഷേകം എന്നെ കൈവിടാതെ, അഭിഷേകം നിങ്ങളെ കൈവിടില്ല. അഭിഷേകം താൻ എന്നെ ഉയർപ്പിച്ചത്, അഭിഷേകമാണ് എന്നെ ജീവിപ്പിച്ചത്. സ്തോത്രം താൻ എന്നെ ഉയർപ്പിച്ചത്, സ്തോത്രമാണ് എന്നെ ജീവിപ്പിച്ചത്. அந்த അഭിഷേകത്തിൽ നാം ജീവിപ്പോ, ആ അഭിഷേകത്തിൽ നമുക്ക് ജീവിക്കാം. അതുதான் 1 യോഹന്നാൻ 2 അധികാരം 27 വചനത്തെ വാസിക്കുമ്പോൾ, അതാണ് 1 യോഹന്നാൻ 2 അധ്യായം 27 വാക്യം വായിക്കും. എന്ത് വായിക്കുന്നു? നിങ്ങൾ പെറ്റതാൻ അഭിഷേകത്തിൽ നിലത്തിരുങ്ങൾ, നിങ്ങൾ പ്രാപിച്ച അഭിഷേകത്തിൽ വസിപ്പിൻ. அந்த അഭിഷേകത്തിൽ നിലത്തിരുങ്ങൾ, ആ അഭിഷേകത്തിൽ அந்த നിലനിൽപ്പിൻ. അഭിഷേകം മുന്നോട് പേസും, ആ അഭിഷേകം നിങ്ങളെ ഉപദേശിക്കും. 1 യോഹന്നാൻ 2:27. 1 യോഹന്നാൻ 2:27. நீங்கள் அவராலே பெற்ற அபிஷேகம், അവരാലെ പെറ്റ അഭിഷേകം உங்களில் நிலைத்திருக்கிறது, ഉങ്ങളിൽ നിലത്തിരുக்கிறது. ஒருவரும் உங்களுக்கு போதிக்க வேண்டிய அவசியமில்லை. அந்த அபிஷேகம், அந்த அபிஷேகமானது சகலத்தையும் குறித்து உங்களுக்கு போதிக்கிறது. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അഭിഷേകത്തിൽ നിലത്തിരുങ്ങൾ, അഭിഷേകത്തിൽ നിലനിൽപ്പിൻ. അഭിഷേകത്തെ വിട്ടുവിടാതെ, അഭിഷേകത്തെ കളയരുത്. എല്ലാ പോരാ എന്റെ അമ്മാവുക്കും കൂടെ അഭിഷേകം വന്നിറങ്ങിനത്, എന്റെ അമ്മയുടെ മേലും അഭിഷേകം വന്നിറങ്ങി. ഉടനെ കൈ ഉള്ളുക്കുള്ളേ പോയി വിട്ടത്, ഉടനെ കൈ അകത്ത് പോയി, തല വെളിയെ വന്ന് തല പുറത്ത് വന്നു. ആര് ചെയ്തത്? ആര് ചെയ്തത്? അഭിഷേകം. അഭിഷേകം. എന്റെ അപ്പ തളർന്നു കിടന്ന എന്റെ തകപ്പനാർ, തളർന്നു കിടന്ന എന്റെ പിതാവ് ആവിയിൽ നിറമ്പി, ആത്മാവിൽ നിറഞ്ഞ് അപ്പടിയെ കളി കൂർന്നാർ, സന്തോഷിച്ചു. അഭിഷേകം അവരെ തൂക്കി വിട്ടത്, അഭിഷേകത്തിനെ എഴുന്നേൽപ്പിച്ചു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. இந்த അഭിഷേകം വെറും സത്തം പോടുകൃതുക്കുള്ള അഭിഷേകം അല്ല. ഈ അഭിഷേകം വെറുതെ ഒച്ച ഉണ്ടാക്കാനുള്ള വിടുതലിൻ അഭിഷേകം, വിടുതലിന്റെ അഭിഷേകം. அந்த അഭിഷേകത്തെ നാം പെറ്റുകൊള്ള വേണം, അഭിഷേകത്തെ നാം പ്രാപിക്കണം, അഭിഷേകത്തിൽ നിലത്തിരുക്ക വേണം, അഭിഷേകത്തിൽ നിലനിൽക്കണം. அந்த അഭിഷേകം നമ്മെ നടത്തും, അഭിഷേകം നമ്മെ നടത്തും, അഭിഷേകം നമ്മോട് പേസും, അഭിഷേകം നമ്മോട് സംസാരിക്കും, അഭിഷേകം നമ്മെ ഉയർപ്പിക്കും, അഭിഷേകം നമ്മെ ജീവിപ്പിക്കും. വ്യാധികൾ, എന്ത് രോഗമാണ്, പ്രശ്നങ്ങൾ, എന്ത് പ്രശ്നമാണ്, പോരാട്ടങ്ങൾ, എന്ത് പോരാട്ടമാണ്, തൊല്ലകൾ, പണത്തിന്റെ പ്രശ്നം, ശൂന്യ കെട്ടുകൾ, ആഭിചാര പ്രവർത്തനങ്ങൾ, കെട്ടുകൾ, മന്ത്രവാദത്തിന്റെ ബന്ധനം, എന്താണെങ്കിലും ഭയപ്പെടാതെ, നിങ്ങൾ ഭയപ്പെടേണ്ട, നല്ല ആവിയിൽ നിറമ്പുക, ആത്മാവിൽ നിറയുവിൻ, സ്തോത്രം பண்ணுங்க, സ്തോത്രം ചെയ്യുവിൻ. அந்த പിശാസാനവൻ അഭിഷേകത്തിനാൽ മുറിയടിക്കപ്പെടും, ആ പിശാച് അഭിഷേകത്താൽ തകർക്കപ്പെടും. അതുதான் യെശയ്യാ 10:27 വാസിക്കുമ്പോൾ, അതാണ് യെശയ്യാ 10:27 വായിക്കുമ്പോൾ, അഭിഷേകത്താൽ അടിമ നുഖത്തെ മുറിയടിപ്പാൻ, അടിമ നുഖം തകർന്നു പോകും. അതിനാൽ അഭിഷേകത്തെ പെറ്റുകൊള്ളുക. അഭിഷേകത്തെ പ്രാപിച്ചു. നമ്മുടെ കൂട്ടത്തിലെ അതുകൊണ്ടാണ് 20 നിമിഷം ആവിയിൽ നിറപ്പ വയ്க்கிறோம். അതുകൊണ്ടാണ് കൂട്ടത്തിൽ 15-20 നമ്മുടെ പരിശുദ്ധവാങ്ങൾ അത് കണ്ട് വാരത്തിൽ ഒരു കൂട്ടമേ വൈത്തിരുന്നു. നമ്മുടെ വിശുദ്ധന്മാർ ആഴ്ചയിൽ ഒരു ദിവസം ഒരു കൂട്ടം അതിനായി തന്നെ വെച്ചിട്ടുണ്ട്. കൂട്ടം അതൊക്കെ ഒരു കൂട്ടം അതിനു വേണ്ടി തന്നെയാണ്. കൂട്ടത്തിന്റെ പേരെന്നെ? കൂട്ടത്തിന്റെ പേരെന്താണ്? കാത്തിരിപ്പ് കൂട്ടം. കാത്തിരിപ്പ് കൂട്ടം. എത്ര പേർ കാത്തിരിപ്പ് കൂട്ടത്തിലേക്ക് വരുகிறீர்கள்? എത്ര പേർ കാത്തിരിപ്പ് കൂട്ടത്തിന് പോകുന്നു? എത്ര പേർ ആവിയിൽ നിറമ്പുറീங்க? എത്ര പേർ ആത്മാവിൽ നിറയും? എത്ര പേർ ഉയർപ്പിക്കപ്പെടുகிறீர்கள்? എത്ര പേർ ജീവിപ്പിക്കപ്പെടുന്നു? അഭിഷേകത്തെ പെറ്റുകൊള്ളുക. അഭിഷേകത്തെ പ്രാപിച്ചുകൊള്ളുക. ആവിയിൽ നിറമ്പി ജീവിപ്പോ. അപ്പോൾ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കാം. അന്യഭാഷയിൽ സംസാരിക്കാം. പല കാര്യങ്ങളുണ്ട്. ഞാൻ ഇതോടെ നിപ്പാട്ട്. പല കാര്യങ്ങളുണ്ട്. ഞാൻ ഇതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇപ്പടി ഉപദേശത്തിനാൽ, ഇങ്ങനെ ഉപദേശത്താൽ, ദൈവിക സുഖത്തിനാൽ, ദൈവിക രോഗശാന്തി, വേർപാട് ജീവിതത്താൽ മുற்றிലും പരിശുദ്ധമാക്കപ്പെടും, സമ്പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടും. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അതാണ് இந்த ஊழியத்தினுടെ മേന്മ. അതാണ് ഈ ശുശ്രൂഷയുടെ ശ്രേഷ്ഠത. ദേവനുടെ തീരുമാനത്തിൻ മേന്മ. അതാണ് ദൈവത്തിന്റെ തീരുമാനത്തിന്റെ ശ്രേഷ്ഠത. അപ്പടിപ്പെട്ടവരെ ചേർക്കുമ്പടിയാക, അങ്ങനെയുള്ളവരെ യേശു മഹിമയിൽ വെളിപ്പെടപ്പോ, യേശു തേജസ്സിൽ വരുവാൻ ദേവൻ നമ്മെ ആയത്തപ്പെടുത്തുമ്പടിയാക, അതിനായി ദൈവം നമ്മെ ഒരുക്കണം. ഇപ്പോൾ ഒരു 5 നിമിഷം, ഇപ്പോൾ ഒരു 5 മിനിറ്റ് എല്ലാവരും ആവിയിൽ നിറമ്പി ദേവനെ തുതിപ്പോ. എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് അധിക നേരമില്ല. ഒരു 5 നിമിഷം, 5 മിനിറ്റ്. ആണ്ടവരെ എന്റെ പിന്മാറ്റത്തെ അകറ്റോ. കർത്താവേ, പിന്മാറ്റത്തെ അകറ്റോ. ആണ്ടവരെ എനിക്കൊരു അഭിഷേകം താരോ. കർത്താവേ, എനിക്കൊരു അഭിഷേകം. എന്റെ വ്യാധികൾ ഗുണമാകട്ടോ. എന്റെ രോഗങ്ങൾ ഇന്ന് മുതൽ ഞാൻ തീരുമാനിக்கிறேன். ഇതോടെ ഞാൻ തീരുമാനമെടുക്കും. ഞാൻ മരുന്നെടുക്ക മാട്ടേൻ. മരുന്നെടുക്കില്ല. മനുഷ്യനിൽ സാർന്ന് ജീവിക്ക മാട്ടേൻ. മനുഷ്യനെ ആശ്രയിച്ച് ജീവിക്കില്ല. ഞാൻ ദേവനിൽ സാർന്ന് ജീവിപ്പേൻ. ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കും. എനിക്ക് എന്റെ യേശു പോതോ. എനിക്ക് എന്റെ യേശു മതി. ദൈവിക സുഖത്തിൽ ജീവിപ്പേൻ. ദൈവിക രോഗശാന്തിയിൽ എത്ര പേർ ജീവിക്കും. തീരുമാനം തീരുമാനമെടുക്കുന്നു. തീരുമാനം பண்ணி ഒരു അഭിഷേകത്തെ പെറ്റുകൊള്ളുക. തീരുമാനം ചെയ്തൊരു അഭിഷേകത്തെ പ്രാപിച്ചു. കരങ്ങളെ തട്ടി തട്ടി ആവിയിൽ നിറമ്പി ദേവനെ കരങ്ങളെ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിപ്പിൻ.
ஜெபம் ஜெயிக்கிறது ஜெயிக்கிறது. ആമേൻ ആമേൻ. അഭിഷേകം ഇറങ്ങട്ടും, അഭിഷേകം ഇറങ്ങട്ടും, അഭിഷേകം ഇപ്പോഴേ ഉന്റെ വ്യാധികൾ ഗുണമാകട്ടെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ശരീരം ഉയർപ്പിക്കും.